അരോമ ടി വിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് പങ്കുവയ്ക്കേണ്ടതിന് ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ ഷെറിൻ പി ഗോഡ്വിനാണ്. തൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് ഏവർക്കും അനുഗ്രഹമായി തീരേണ്ടതിന് ശ്രദ്ധയോടെ, പ്രാർത്ഥനയോടെ, സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി പ്രിയ ഷെറിൻ പി ഗോഡ്വിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ലോർഡ് സിസ്റ്ററേ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഈ നല്ല സമയത്തിനായി നന്ദിയോടെ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. അരോമ ടിവിയിലെ സ്ഥാപകനായ പാസ്റ്റർ ഡാനിയൽ ജോൺ പാസ്റ്ററിനെ വിനീതമായി ഞാൻ നന്ദി പറയുന്നു. കേൾക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി പറയുന്നു. ഇങ്ങനെ ഒരു അവസരം എൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്നത് യോഗ്യതയില്ല, എന്നാലും എൻ്റെ ദൈവം ഇതെല്ലാം നൽകി തന്ന ദൈവത്തിനായി ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പേര് ഷെറിൻ പി ഗോഡ്വിൻ. എൻ്റെ ഹസ്ബൻഡ് പി ഗോഡ്വിൻ ഷെപ്പേർഡ്. എനിക്ക് 2 കുഞ്ഞുങ്ങളാണ് ഉള്ളത്, ഒരു മോള് ഒരു മോന്. മോള് ബ്ലെസ്സി, മോൻ ഇമ്മാനുവൽ ഗോഡ്വിൻ. മോളുടെ വിവാഹം കഴിഞ്ഞു, ഒരു കൊച്ചുമോനുണ്ട്. ഇങ്ങനെ അടങ്ങിയ ഒരു കൊച്ചു കുടുംബമാണ് എൻ്റെ ഒരു കുടുംബം. എൻ്റെ ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടത് കണ്ണൂർ പട്ടണത്തിലെ ഭരണശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഞാൻ ജനിച്ചത്. വളർന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ പപ്പ ഒരു മിലിറ്ററിയിലെ ഉദ്യോഗസ്ഥനായിരുന്നു, അമ്മ ഹൗസ് വൈഫാണ്. പപ്പ മിലിറ്ററിയിൽ ആയതുകൊണ്ട് പല സ്ഥലങ്ങളിലും പപ്പയുടെ കൂടെ താമസിക്കുവാന് പോയ സമയങ്ങളുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങളൊരു കൂട്ടുകുടുംബത്തിൻ്റെ അകത്തായിരുന്നു ഒരു കുറച്ച് സമയം. അവിടുന്ന് പിന്നെ ഞങ്ങളൊരു വാടക വീട്ടിലോട്ടാണ് പോയത്. ആ വാടക വീട്ടിൽ എന്ന് പറഞ്ഞാൽ പാപ്പൻശ്ശേരി ചുങ്കത്തായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അത് എങ്ങനെ പറയണമെന്ന് പറഞ്ഞാൽ, ആ വീട്ടിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. കാരണം അതിന്റെ സ്റ്റെപ്പ് മരത്തിന്റെ ഉള്ളത് കാരണം കൊണ്ട് എപ്പം പൊട്ടി താഴെ വീഴുന്ന് അറിയത്തില്ല. അതുപോലെ ഒരു സിറ്റുവേഷൻ ഉള്ള ഒരു ഭവനത്തിലായിരുന്നു. അതും 2 ഇഞ്ച് നീളത്തില് ഇങ്ങനെ വിണ്ട് കീറി കിടക്കുന്ന ഒരു ഭവനത്തിന്റെ അകത്തായിരുന്നു ഞാൻ. ആ വീട്ടിന്റെ അകത്തായിരുന്നു ഞങ്ങള് കുറെ കാലം താമസിച്ചുകൊണ്ടിരുന്നത്. കാരണം ഇതിനൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ പപ്പ ഒരു മദ്യപാനിയായിരുന്നു, എൻ്റെ മമ്മി ഒരു ആസ്മ രോഗിയായിരുന്നു. അപ്പൊ മദ്യപാനിയായ ഒരു ഭവനത്തിന്റെ കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ല. പക്ഷെ എൻ്റെ പപ്പ ഒരു നല്ലൊരു മനുഷ്യനാ. പക്ഷേ മദ്യപാനം നമ്മുടെ കുടുംബത്തെ ഒത്തിരി അങ്ങ് തകർത്തു. ഈ ഒരു മദ്യപാനം കാരണം കൊണ്ട് എനിക്ക് മദ്യപാനം എന്ന് പറയുന്നത്, എനിക്ക് 2 സഹോദരിമാരുണ്ട് കേട്ടാ. എൻ്റെ അപ്പനും അമ്മയ്ക്കും 3 പെൺമക്കളാണ്, ആൺമക്കളില്ല. അപ്പൊ അതിന്റെ ഒരു വിഷമം ഞങ്ങളുടെ ജീവിതത്തിന്റെ അകത്തുണ്ട്. പക്ഷെ എന്നാലും സർവശക്തി ഞങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട് ഇന്നുവരെയും ഞങ്ങളെ നടത്തി. എൻ്റെ പപ്പ ഒരു മദ്യപാനിയായിരുന്നു. ആ മദ്യപാന മുഖാന്തരം ഞങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് ഒരുപാട് നഷ്ടങ്ങൾ എന്ന് പറയാം. അതാ പറയുന്നത് ഏറ്റവും നല്ലത്. കാരണം ബന്ധങ്ങളെ ഈ മദ്യപാനം കാരണം കൊണ്ട് ഞങ്ങളെ അകറ്റി നിർത്തി. കാരണം പണമില്ലാത്തതിന്റെ പേരിലും ഞങ്ങൾ അകറ്റി നിർത്തേണ്ട ഒരു അവസരം ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു. ആരെങ്കിലും കൂട്ടുകുടുംബത്തിൽ നിൽക്കുന്ന ആരെങ്കിലും വരുവാണെങ്കിൽ ഞങ്ങൾ അവർ പോകുന്നവരെയും പുറത്ത് നിൽക്കണം. കാരണം മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്താൻ പോലും യോഗ്യതയില്ലാത്ത ഒരു കുടുംബമായിരുന്നു. കാരണം രൂത്ത് തള്ളപ്പെട്ട ഒരു കുടുംബമായിരുന്നു. 10 വർഷം ദൈവസന്നിധിയിൽ പോലും വരാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കുടുംബമായിരുന്നു രൂത്ത്. പക്ഷേ ദൈവം രൂത്തിനെ കണ്ടത് കാരണം കൊണ്ട് മാത്രമാ ദൈവം രൂത്തിനെ എടുത്ത് മാനിക്കാൻ ഇടയായിട്ടുള്ളത്. അതുപോലെ തന്നെ എന്റെയും ജീവിതത്തിന്റെ അകത്ത് ഉണ്ടായിട്ടുള്ളത്. അവിടുന്ന് മാറി ഞങ്ങളൊരു വാടക വീട്ടിലോട്ട് പോയി. ആ വാടക വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് കഴിക്കാനുള്ള ആഹാരം പോലും ഇല്ലാത്ത ഒരു അവസരം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മക്കും മുടക്കമില്ല എന്ന് വചനം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് വേണ്ടി ഒരു ഹോട്ടൽ അടുത്തുണ്ട്. അപ്പം ഹോട്ടലുള്ള കറിയും ചോറും ഒക്കെ ഞങ്ങൾക്ക് വേണ്ടി ദൈവം കരുതി വെക്കും. അതായിരുന്നു ഞങ്ങളുടെ ഫുഡ് എന്ന് പറയുന്നത്. കാരണം പപ്പ 6 മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെയാണ് വരുന്നത്. ആ 6 മാസത്തിൽ ഒരു പ്രാവശ്യം വരുമ്പോ ഞങ്ങൾക്ക് സമൃദ്ധമായ ആഹാരമാ. കാരണം പപ്പയ്ക്ക് വേണ്ടിയിട്ട് മമ്മി എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കി വെക്കുമല്ലോ, അന്നേരം ഞങ്ങളും കഴിക്കും. അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം.
പപ്പ പോയി കഴിഞ്ഞാൽ മമ്മിക്ക് പിന്നെ എഴുതും ഈ മാസം ശമ്പളമില്ല, അടുത്ത മാസം ശമ്പളമില്ല എന്ന് പറയും. അപ്പൊ മമ്മി അതുപോലെ വിശ്വസിക്കുകയും ചെയ്യും. പിന്നെ ശമ്പളമില്ല എന്ന് പറയുമ്പോ അന്നേരം ഗവൺമെന്റ് ജോലിക്കാരനായ ഒരാൾക്ക് ഒരു എവരി മന്ത് സാലറി കിട്ടുന്ന ഇതാണ്. പക്ഷേ എന്റെ പപ്പ അങ്ങനെ പറയുമ്പോൾ അമ്മ അതങ്ങനെ വിശ്വസിക്കരുത്. പക്ഷെ അമ്മ വീട്ടിലെ ജോലി എടുത്തുവെച്ചിട്ടും പല രീതികളിലും എന്റെ അമ്മ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഞങ്ങളെ വളർത്തിയത്. പക്ഷെ കൊച്ചു പ്രായത്തിൽ പിന്നെ ഞാനിത് പറയുന്നതിന് മുമ്പേ എന്റെ അമ്മ ഒരു ആസ്മ രോഗിയും കൂടിയായിരുന്നു. ഒരു മാസത്തില് 30 ദിവസം ഉണ്ടെങ്കിൽ 28 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. ആ 28 ദിവസത്തിന്റെ അകത്ത് അമ്മ പറയും എന്റെ 3 പെൺകുഞ്ഞുങ്ങൾ ഒറ്റക്കാന്ന് എന്ന് പറയും. അന്നേരം ഡോക്ടർ പറയും ഒരു കാര്യം ചെയ്യും, 3 കുഞ്ഞുങ്ങൾക്കും പനി, പിന്നെ അമ്മയ്ക്ക് ആസ്മ എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ അഡ്മിറ്റ് ചെയ്യും. ഞാൻ അവിടെ ഇരിക്കുന്ന ആയമാരെ കൂടിയായിരുന്നു എന്റെ പിന്നെ അവരെ കർട്ടൻ ഇടുകയും അവരെ കൂടെ നിന്ന് ജോലി ചെയ്യും. ഞാൻ അടങ്ങിയിരിക്കത്തില്ല. ഇങ്ങനെ കൊച്ചു കൊച്ചു ജോലികളെല്ലാം ഞാൻ അവരെ കൂടെ ഇരുന്ന് ചെയ്യുമായിരുന്നു. ഞാൻ വരുവാന്ന് പറഞ്ഞാൽ അവിടെ ഉള്ളവർക്ക് സ്റ്റാഫിനെല്ലാം ഭയങ്കര സന്തോഷം. കാരണം ഞാൻ ഇപ്പോഴുള്ള മാതിരിയല്ല, അന്ന് പറക്കുന്ന കാക്കയോടും ഇരിക്കുന്ന കുയിലിനോടും സംസാരിക്കും. ആരോടും അങ്ങ് മാറി നിൽക്കത്തില്ല. എല്ലാവരോടും ഇങ്ങനെ വർത്തമാനം പറയുന്ന ഒരു സ്വഭാവക്കാരിയായിരുന്നു. എന്നാ അതുപോലെ ഹെൽപ്പിംഗ് നേച്ചറും ഹെൽപ്പ് ചെയ്തു കൊടുക്കുമായിരുന്നു. അങ്ങനെ ആ ഒരു കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു വല്ലാത്തൊരു കാലഘട്ടം എന്ന് പറഞ്ഞു വെച്ചാല് അമ്മയുടെ സ്നേഹം കിട്ടേണ്ട സമയം, ഒരു അപ്പന്റെ സ്നേഹം കിട്ടേണ്ട സമയം ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഹോസ്പിറ്റലും കഷ്ടതയും ഒക്കെ ആയിരുന്നു. എന്തായാലും വെളുപ്പിനെ 4 മണിക്ക് ഞാൻ എഴുന്നേൽക്കും. 4 മണിക്ക് എഴുന്നേച്ചിട്ട് എന്റെ എന്ന് പറഞ്ഞാൽ ഈ ഓലയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് മടഞ്ഞ് അന്ന് ഓലപ്പുരക്കൊക്കെ ഓല വേണം. അപ്പൊ അതെല്ലാം മടഞ്ഞ് അങ്ങനെ ഞാൻ പൈസ കൊച്ചു പ്രായത്തില് എനിക്ക് ഒരു 10 വയസ്സാകുമ്പോൾ ഞാൻ അങ്ങനെ ജോലി ചെയ്യുമായിരുന്നു. അങ്ങനെ 4 മണിക്ക് എഴുതി അതെല്ലാം വെള്ളമെല്ലാം ഒഴിച്ച് അതെല്ലാം ചെയ്ത് ആ ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്റെ പഠിത്തം 6 മണി മുതൽ 7 മണി വരെ. 7 മണി കഴിഞ്ഞാല് ഞാൻ താമസിക്കുന്നിടത്ത് ജോയ് പാസ്റ്ററും ഒരു ഫാമിലി പാസ്റ്റർ ഉണ്ടായിരുന്നു. ഞാൻ CSI ബാക്ക്ഗ്രൗണ്ടാ. അപ്പം അവിടെ പെന്തക്കോസ്തുകാരെന്ന് പറഞ്ഞാൽ ആരും അടുപ്പിക്കത്തില്ല. അങ്ങനെ പിന്നെ ആ പാസ്റ്റിങ്ങിന് എല്ലാവരോടും സുവിശേഷം പറയുന്നുണ്ടെങ്കിലും ആരും പിന്നെ എന്താ പറയണ്ടേ, ആ സുവിശേഷം കേൾക്കാൻ ആരും തയ്യാറല്ല. എല്ലാരും വന്ന് പ്രാർത്ഥനയ്ക്ക് ഇരിക്കും, പോകും, അത്രേ ഉള്ളൂ. പക്ഷെ ആ പാസ്റ്ററെ ഇന്ന് ഞാൻ ഒത്തിരി തേടുന്നുണ്ട്. കാരണം ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു എന്ന് പറയാൻ വേണ്ടിയിട്ട് എന്റെ ബാല്യകാലത്തിന്റെ ത്തുള്ള സംഭവങ്ങളാണ്. അപ്പൊ അത് കഴിഞ്ഞ് പാസ്റ്റർ പിന്നെ പട്ടിണി അവിടുന്ന് താങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നപ്പോ അവരവിടുന്ന് മാറി വേറൊരു പാസ്റ്ററും അമ്മയും കൂടി അവിടെ വന്നത്. അപ്പൊ അമ്മയ്ക്ക് ഞാൻ ഫുഡ് കൊണ്ടു കൊടുക്കുന്ന അവിടെ ദാസാറോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫാമിലിന്റെ വീട്ടിൽ നിന്നാണ് ഞാൻ ഫുഡ് കൊണ്ടു കൊടുക്കും. എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്നതിന് മുമ്പേ ഞാൻ അമ്മച്ചിക്ക് ഫുഡ് കൊണ്ടു കൊടുക്കും. അപ്പൊ അമ്മച്ചി എനിക്ക് പറയുന്ന ഒരു കൂലി എന്ന് പറയുന്നത് യഹോവയുടെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും, ഇതാ മോളെ നിന്റെ കൂലി എന്ന് പറയും. പക്ഷെ അന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല എന്റെ ജീവിതത്തിന്റെ അകത്ത് ഈ ഒരു വിത്ത് ഇട്ടത് പിന്നത്തേതിൽ ഞാൻ എന്റെ കർത്താവിന് വേണ്ടി വേർതിരിയുന്നു ഞാൻ ഒരിക്കൽ പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷെ ഞാൻ അമ്മച്ചിയെ എന്റെ സ്വന്തം അമ്മയെ പോലെ ഞാൻ ആ അമ്മച്ചിയെ ഞാൻ നോക്കുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എന്റെ മമ്മി എന്നോട് പറയുന്ന എന്റെ അമ്മ എന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട്, മോളെ ആർക്ക് നീ എന്ത് സാധനം കൊടുക്കുമ്പോഴും ആദ്യം നീ അത് മാറ്റി വെക്കണം, എന്നുവെച്ച് മാത്രമേ നീ എടുത്ത് കഴിക്കാവൂ. അല്ല പിന്നെ നീ കഴിച്ചതിന്റെ ബാക്കി നീ ആർക്കും കൊടുക്കരുതെന്ന് പറയും. ഇത് എന്റെ അമ്മ അവിടെയുള്ള ദേവദാസന്മാർക്കെല്ലാം കൊടുക്കുന്നത് ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. അതെന്റെ ജീവിതത്തിന്റെ ഒരു അനുഗ്രഹമായിരുന്നു. രണ്ടാമത് CSI ബാക്ക്ഗ്രൗണ്ടിൽ ഇരിക്കുന്ന സമയത്ത് അച്ഛന്മാർ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് അവർ ഓരോ വീടുകളിലും വിസിറ്റ് ചെയ്യാൻ വരും. ആ സമയത്ത് ആ അച്ഛൻ ഞങ്ങളെ വീട്ടിൽ വരുമ്പോ അമ്മയില്ലായിരുന്നു അന്ന്. അപ്പൊ കട്ടൻ കാപ്പി മാത്രമേ ഉള്ളൂ. കട്ടൻ കാപ്പി ഇട്ട് വെച്ച് ഫ്ലാസ്കിൽ ഇട്ട് വെച്ചിട്ട് അച്ഛൻ ചോദിച്ചു, മോളെ ഏത് പാട്ടാ പാടേണ്ടത് എന്ന് ചോദിച്ചപ്പം പറഞ്ഞു, ഉണർവിൻ വരൻ ലഭിപ്പാൻ ഞങ്ങൾ കരുളു തിരുസവിതേ എന്നുള്ള പാട്ട് പാടാൻ പറഞ്ഞു. ആ പാട്ട് പാടി കഴിഞ്ഞ പാട്ട് പാടി പ്രാർത്ഥിച്ച് അച്ഛൻ അന്ന് അവിടുന്ന് പോയി. പക്ഷെ ഇതെല്ലാം എന്റെ ജീവിതത്തിന്റെ അകത്ത് ഒരു വിത്താന്ന് ഞാൻ ഒരിക്കൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളോട് അന്നേരം ആരെങ്കിലും ആ സമയങ്ങളിൽ സുവിശേഷം പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഒത്തിരി വൈകിയായിരുന്നു എന്റെ കർത്താവിനെ അറിയാനിടയായത്. അത് കഴിഞ്ഞ് എനിക്കൊന്ന് എന്റെ 9ാമത്തെ വയസ്സിൽ കണ്ണൂരില് ഇതുണ്ടായിരുന്നു, എന്താ പറയുക, കൺവെൻഷൻ നടക്കുമായിരുന്നു. അപ്പൊ എന്റെ ഒറ്റ ഒരു ആഗ്രഹം, എന്റെ അമ്മ എങ്ങനെയെങ്കിലും വിടിവിക്കപ്പെടണം, ഈ ആസ്മ രോഗത്തിൽ നിന്ന് എന്റെ അമ്മ വിടിവിക്കപ്പെടണം. ആ ഒരൊറ്റ ആഗ്രഹമേ എന്റെ ജീവിതത്തിന്റെ അകത്ത് ഉണ്ടായിട്ടുള്ളൂ. ആ ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ ആ പ്രാർത്ഥനയ്ക്ക് പോകുന്നത്. അപ്പൊ അന്ന് ദേവദാസൻ പറഞ്ഞു, ആരാ ഇനി രക്ഷിക്കപ്പെടാനുള്ളത് എന്ന് പറഞ്ഞു. ഞാൻ എഴുന്നേറ്റ് നിന്നു.
എഴുന്നേറ്റ് നിന്നപ്പോ എന്റെ അമ്മ പറഞ്ഞു, മോളെ ഇത് നിനക്കുള്ളതല്ല എന്ന് പറഞ്ഞ് വെച്ചിട്ട് എന്നെ പിടിച്ചിരുത്തി. രണ്ടാമതും പിന്നെ എഴുന്നേറ്റ് നിന്നു. അന്നേരം പറഞ്ഞു, ഇത് നിനക്കുള്ളതല്ല മോളെ, ഇരിക്കുന്നു. പക്ഷേ 9ാമത്തെ വയസ്സിൽ ഞാൻ എന്റെ കർത്താവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ചു. പക്ഷേ 17 അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വീട്ടിൽ വന്നു. പിന്നെ ഒരു രാത്രി എന്റെ അമ്മയ്ക്ക് തീരെ സുഖമില്ലാതെ അബോധാവസ്ഥയിൽ ശ്വാസം മുട്ടിയച്ചിട്ട് അർദ്ധരാത്രിയിൽ എങ്ങനെയാ പിന്നെ വണ്ടി വിളിക്കാൻ പോകുന്നതെന്ന് വെച്ചിട്ട് അമ്മ കുറെ നിക്കുമോളെ എന്ന് ഇങ്ങനെ പറഞ്ഞ് അവസാനം അമ്മ അബോധാവസ്ഥയിലോട്ടൊക്കെ നീങ്ങാൻ തുടങ്ങി. അങ്ങപ്പോ ഞാൻ അങ്ങ് പേടിച്ച് ഞാൻ ചാടി അർദ്ധരാത്രിയിൽ പിന്നെ റോഡിൽ നിന്ന് വെച്ചിട്ട് കൈ കാട്ടി വെച്ചിട്ട് എന്റെ അമ്മ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് പറഞ്ഞു വെച്ചിട്ട് ആ റോഡിന്റെ അകത്ത് പിന്നെ നിൽക്കുന്ന സമയത്ത് പിന്നെ കൺവെൻഷനും കഴിഞ്ഞ് വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് ഒരു 3 മണിയായിട്ടുണ്ടാവുമായിരിക്കും മേ ബി അന്ന്. പിന്നെ ആ കൺവെൻഷൻ സ്റ്റേജ് കഴിഞ്ഞിട്ട് ഒരു പിന്നെ പാസ്റ്റും ദാസാറോന്റെ വീട്ടിലോട്ടായിരുന്നു അന്നത്തെ വിസിറ്റ്. പിന്നെ അവിടെയാണ് പിന്നെ കിടക്കാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ വണ്ടി എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. അപ്പൊ ഞാൻ അത് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചു വെച്ചാൽ എന്റെ അമ്മയെ രക്ഷിക്കണം എന്ന് പറഞ്ഞു. അന്നേരം ആ പാസ്റ്റ് പറഞ്ഞു, എന്തോ അപകടത്തില്ല, നമുക്കൊന്ന് തിരിച്ചൊന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് ആ വണ്ടി തിരിച്ചു കൊണ്ടുവന്ന് എന്റെ അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. അതുവരെയോ പിന്നെ നേഴ്സ് ആയാലും അവിടുത്തെ ആയമാറായാലും പറയുന്ന ഒരു കാര്യമുണ്ട്, പിന്നെ നോക്ക് റീത്തെ, എന്റെ അമ്മേന്റെ പേര് റീത്ത എന്നാണ്. നോക്ക് റീത്തെ, നിന്റെ മോള് വലുതായി കഴിഞ്ഞാൽ നിനക്കൊരു ആശ്വാസമായിരിക്കും, ഈ കഷ്ടതയെല്ലാം നിന്റെ ജീവിതത്തിൽ നിന്ന് മാറും എന്ന് പറയും. അന്നേരം അന്നത്തെ ദിവസം എന്റെ അമ്മയെ കാണാൻ എന്നെ അനുവദിച്ചിട്ടില്ല, കാരണം എന്റെ അമ്മ മരിച്ചു. അതാ സത്യം. പക്ഷെ ഒരു മണിക്കൂർ എന്റെ അപ്പയെ ടെലിഗ്രാം വിളിപ്പിച്ചു. അത് ടെലിഗ്രാം അടിച്ചു, വിളിപ്പിച്ചു. അത് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞപ്പോ അമ്മ പതിയെ അനങ്ങാൻ തുടങ്ങി. അപ്പൊ നേഴ്സ് വന്നിട്ട് പറഞ്ഞു, റീത്തക്ക് ജീവനുണ്ട്, ഓടി വാന്ന് പറഞ്ഞു. പിന്നെ തിരിച്ച് പിന്നെയും എന്റെ അമ്മയെ ട്രീറ്റ്മെന്റിലേക്ക് എടുക്കുക ചെയ്തത്. അത് കഴിഞ്ഞതിന് ശേഷം ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്റെ അമ്മ ഒരിക്കൽ പോലും ഹോസ്പിറ്റലാവുന്നത് മരണസമയത്താണ്. അതുവരെ ഹോസ്പിറ്റലായിട്ടില്ല. അമ്മ ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങള് പപ്പ റിട്ടയർഡായി, മിലിറ്ററിയിൽ നിന്ന് റിട്ടയർഡായി കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊരു കൊച്ചു ഭവനം എടുത്തു. ആ ഭവനത്തിനകത്ത് പിന്നെ താമസിക്കാൻ തുടങ്ങി. എന്റെ 18ാമത്തെ വയസ്സിലാണ് വിവാഹം നടക്കുന്നത്. ഈ 18ാമത്തെ വയസ്സിൽ എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതത്തിന്റെ അകത്ത് എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു, മദ്യപാനിയായ ഒരു മനുഷ്യനെ എനിക്ക് വിവാഹത്തിന് വേണ്ട എന്ന്. കാരണം എന്റെ വീട്ടില് എന്റെ അമ്മയെ ഉപദ്രവിക്കുന്നതും ഒക്കെ ഞാൻ കണ്ടു വളർന്ന ഒരു വ്യക്തിയാണ്. ആ ഒരു കാരണം കൊണ്ടും അപ്പം പപ്പന്റെ ഒരു കസിൻ പിന്നെ ചേട്ടനുണ്ട്. ആ ചേട്ടൻ പറയൂ, എടി നിനക്ക് പിന്നെ നിന്റെ അമ്മയ്ക്ക് കുടിയനെ കിട്ടിയത്, നിനക്ക് മുഴുക്കുടിയനെ അടി കിട്ടുന്നത് എന്ന് പറഞ്ഞ് വിധി എഴുതാൻ തുടങ്ങി. അന്നേരമെല്ലാം ഞാൻ പറയുന്ന ഒരു വാക്കുണ്ടായിരുന്നോ, ഞാൻ മദ്യപാനിനെയും സിഗരറ്റ് വലിക്കുന്ന മനുഷ്യനെ ഞാൻ കല്യാണം കഴിക്കത്തില്ല, അതെന്റെ ജീവിതത്തിൽ എന്റെ ദൈവം എനിക്ക് ചെയ്തു തരത്തില്ല എന്ന് പറയും. പക്ഷെ അത് ഞാൻ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ദൈവം അത് പിന്നെ എന്റെ പ്രാർത്ഥന കേട്ടെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം എന്റെ വീട് ഒരു പെന്തക്കോസ്ത് അനുഭവത്തുള്ള ഒരു വീടല്ല, പ്രാർത്ഥന 24 മണിക്കൂറും പ്രാർത്ഥിക്കുന്ന ഒരു വീടല്ല. എന്റെ അമ്മ മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷെ എന്റെ അപ്പൻ ഒരു പ്രാവശ്യം പോലും ചർച്ചിൽ പോകുന്നത് കണ്ടിട്ടില്ല. അങ്ങനത്തെ ഒരപ്പന്റെ ഒരു മോളായിട്ടാണ് ജനിക്കാൻ എനിക്ക് ദൈവം തന്നിട്ടുള്ളത്. പക്ഷേ അവിടുന്ന് പിന്നെ കഴിഞ്ഞ് പിന്നെ എന്റെ 13ാമത്തെ വയസ്സിൽ എനിക്ക് വിവാഹാലോചന വരാൻ തുടങ്ങി. കാരണം ഞാൻ അതുപോലെ ഒരു നിമിഷം പോലും ഇരിക്കത്തില്ല. അതുപോലെ വീട്ടുകാര്യങ്ങളും പിന്നെ എല്ലാ കാര്യങ്ങളും നോക്കി നടക്കുന്ന ഒരു സ്വഭാവമായിരുന്നു എന്റേത്. അത് ആ ഒരു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്റെ 18ാമത്തെ വയസ്സിൽ എനിക്ക് കല്യാണാലോചന വന്നു. അപ്പം കമ്മലും കാതിലൊന്നും ഇടണ്ടല്ലോ, എല്ലാരും കല്യാണത്തിന് കമ്മലും കാതിലാന്നല്ലോ നോക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഇതിന് കമ്മലും കാതിലൊന്നും ഇടണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ സമ്മതിക്കുന്നത്. ചെറുക്കൻ ആത്മീയത്തിലാണോ അല്ല ചെറുക്കൻ പിന്നെ ജോലിയുണ്ടോ ഒന്നും ഞാൻ ആ സമയങ്ങളിൽ ഞാൻ തിരക്കിയിട്ടില്ല. ഞാൻ ഒന്നേ തിരക്കിയിട്ടുള്ളൂ, മദ്യപാനിയല്ല, പുകവലിയില്ല, ഇത് രണ്ടു മാത്രമേ എന്റെ ജീവിതത്തിൽ ഞാൻ അന്വേഷിച്ചിട്ടുള്ളൂ. പക്ഷെ ദൈവം പിന്നെ എന്താ പറയണ്ടേ, എന്നെ കണ്ടത് കൊണ്ട്, എന്നെ ബോബസിന്റെ വയലിൽ എത്തിക്കണം ദൈവത്തിന് ഒരു പ്ലാൻ ഉള്ളത് കാരണം കൊണ്ടാണ് ഈ വിവാഹം നടന്നത്. കാരണം ഞാൻ അന്നേരം പിന്നെ രക്ഷിക്കപ്പെട്ടത് 9ാമത്തെ വയസ്സിൽ. സത്യം പറഞ്ഞ എന്റെ സ്നാനം എന്ന് പറയുന്ന ഒരു കല്യാണ സ്നാനമാ. ഈ കല്യാണത്തിന് വേണ്ടി മാത്രമാണ് എന്റെ സ്നാനം നടന്നിട്ടുള്ളത്. എന്റെ കർത്താവിനെ സ്നേഹിച്ചിട്ടുള്ള ഒരു സ്നാനമല്ല എന്റെ ജീവിതത്തിൽ ഉണ്ടായത്. പക്ഷേ ഞാൻ വന്ന ഒരു സഭ 1993 ഓഗസ്റ്റ് മാസം 21-ാം തീയതിയാ എന്റെ മാരേജ് കഴിഞ്ഞത്. മാരേജ് കഴിഞ്ഞ് ഞാൻ നേരെ ബാംഗ്ലൂരിലോട്ട് വരുവായിരുന്നു ചെയ്തത്. ബാംഗ്ലൂരില് പിന്നെ ഒരു നല്ല സഭക്കകത്താണ് ഞാൻ വന്ന് കയറിയത്, പാസ്റ്റർ എം എ വർഗീസ് പാസ്റ്റർ ചർച്ചില്. പക്ഷെ ഞാൻ അവിടെ ആദ്യമായിട്ടാണ്
ഇങ്ങനെ ഒരു ആരാധന എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണുന്നത്. എന്ന് പറഞ്ഞാല് അവിടെ ആരാധിക്കുമ്പോ സകലതും മറന്ന് ആരാധിക്കുന്ന ഒരു അനുഭവമായിരുന്നു ഞാൻ അവിടെ കണ്ടിട്ടുള്ളത്. ആരും ആരെയും നോക്കത്തില്ല, എല്ലാവരും. അപ്പൊ ഞാൻ ചോദിച്ചു, ദൈവമേ, ഇങ്ങനെ ആരാധിക്കണം, ഇങ്ങനെ ആരാധിച്ചാലേ ദൈവം കേൾക്കത്തുള്ളൂ, ഇങ്ങനെ ശബ്ദം ഇടണം എന്നൊക്കെ എന്റെ മനസ്സിന്റെ അകത്ത് ഇങ്ങനെ ഓരോരോ ക്വസ്റ്റ്യൻസുകളായിരുന്നു അവിടെ ഇരിക്കുമ്പോൾ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളത്, അല്ല തോന്നിയിട്ടുള്ളത്. പെട്ടെന്ന് പിന്നെ എന്താ പറയണ്ടേ, ആത്മാവിൽ അങ്ങ് കുതിച്ചു ചാടി ആരാധിക്കുക. ഒരു സൈഡ് നോക്കുമ്പോ പിന്നെ പൈശാചിക ശക്തികൾ ഇളകുന്ന ഒരു കാഴ്ച ഞാൻ കാണുന്നത്. അത് എന്താന്ന് പോലും എനിക്കും അറിയത്തില്ല. ഞാൻ ആദ്യമായിട്ടാണ് ആ ചർച്ചില ഞാൻ അത് കാണുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, ഇങ്ങനെയൊക്കെ ആരാധിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ അന്ന് ആദ്യമായിട്ട് എന്റെ നഗ്ന കൊണ്ട് 2 കൈയും ഇങ്ങനെ വരുന്നത് ഞാൻ കാണുന്നത്. ഞാനും അവരെ പോലെ ഇരുന്ന് ആരാധിക്കുന്ന ഒരു അവസ്ഥ എന്റെ ജീവിതത്തിന്റെ അകത്തുണ്ടായി. അപ്പൊ അന്ന് ഞാൻ എന്റെ മോളെ ഞാൻ പിന്നെ 8 മാസം പ്രഗ്നന്റ് ആയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാൻ ആരെയും ഇനി വിധിക്കത്തില്ല, കർത്താവേ, ഞാൻ ആരെയും ക്വസ്റ്റ്യൻ ചെയ്യത്തില്ല, പിന്നെ എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യല്ലേ എന്ന് എനിക്ക് മനസ്സിലായി. എന്റെ ദൈവത്തിന്റെ കരമായിരുന്നു അത് എന്ന്. ഞാനും അവരെ പോലെ ആത്മാവിൽ ആരാധിക്കാൻ തുടങ്ങി. അന്ന് മുതൽ എന്റെ ജീവിതത്തിന്റെ അകത്ത് എനിക്ക് എന്റെ ദൈവത്തെ കുറിച്ച് കൂടുതൽ അറിയണം എന്നുള്ള ദാഹം വരാൻ തുടങ്ങി. ആ ദൈവം ആരെന്നുള്ളത് എനിക്ക് തിരിച്ചറിയണം എന്നുള്ളതായി. ഞാൻ ആ ദിവസങ്ങൾക്ക് ശേഷം പിന്നെ ആരാധന മുടക്കാതെ എപ്പോഴും മീറ്റിംഗ് ഉണ്ടായാലും ഞാൻ പോകുമായിരുന്നു. അത് പക്ഷേ എന്റെ ഹസ്ബൻഡ് നേരെ തിരിച്ചായിരുന്നു. കാരണം ഞാൻ വിവാഹം കഴിച്ചു വരുമ്പോ എന്റെ ഹസ്ബൻഡ് പിന്നെ പിന്മാറ്റത്തിന്റെ അവസ്ഥയിലായിരുന്നു. 10 മണിക്ക് ആരാധനയാണെങ്കിൽ 10:30 വീട്ടിൽ നിന്ന് ഇറങ്ങത്തുള്ളൂ. എന്ന് വെച്ചാൽ ആരെയും കാണണ്ട എന്നുള്ള നിലയില്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെയൊക്കെ ആയപ്പം എന്റെ ഹൃദയത്തിന്റെ അകത്ത് ഈ ആഗ്രഹങ്ങൾ, ദൈവത്തോടുള്ള ആഗ്രഹങ്ങൾ ഇങ്ങനെ വർദ്ധിക്കാൻ തുടങ്ങിയപ്പോ ഞാൻ പപ്പയോട് പറഞ്ഞു, പപ്പ, ഇങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല, നമുക്ക് പ്രാർത്ഥനയ്ക്ക് പോകണം എന്ന് പറയുമ്പോഴും മാതിരിയാ പുള്ളി ഇത് കണ്ടോണ്ടിരുന്നത്. പക്ഷേ പിന്നെ ഒരു വീട്ടിന്റെ അകത്ത് തന്നെ ഞാൻ ഇത് പറയാൻ, അനേകരുടെ ജീവിതത്തിന്റെ അകത്ത് ഒരു വിടുതലായിട്ട് മാറുമെന്നുള്ളത് കൊണ്ട് മാത്രം ഞാനിത് പപ്പയുടെ പെർമിഷനും കൂടി ഞാനിത് പറയുന്നത്. അപ്പൊ ഒരു റൂമിന്റെ ഒരു കൊച്ചു വീടായിരുന്നു. ആ കൊച്ചു വീട്ടിന്റെ അകത്തുനിന്ന് പിന്നെ ഒരു വശത്ത് പപ്പ പിക്ചർ ഇട്ട് കാണും, മറുവശത്തെ ഞാൻ മുട്ടുമടക്കിയിരുന്ന് പ്രാർത്ഥിക്കും. രണ്ടും അതിൻ്റെ അകത്ത് നടക്കുന്നുണ്ട്. പക്ഷേ ആ പ്രാർത്ഥന എന്റെ ദൈവം കേട്ടു. ഞങ്ങൾക്ക് ആഹാരത്തിന് പോലും വകയില്ലാത്ത മാതിരി ഒത്തിരി പ്രതിസന്ധിയിലൂടെ കടന്നുപോയി. അങ്ങനെ ഞാൻ കുവൈറ്റില് ജോലിക്ക് പോയി എന്റെ കുടുംബത്തെ വിടുവിക്കാൻ ആര് മുമ്പിലും 5 പൈസ കടം വാങ്ങരുതെന്ന് എന്റെ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്ത് ജോലി എടുക്കുന്നതിനും മോളെ മടി കാണിക്കരുത്, പക്ഷെ ആരടുത്തും 1 രൂപ കടം വാങ്ങിച്ചിട്ട് മക്കൾക്ക് ആഹാരം കൊടുക്കരുതെന്ന് എപ്പോഴും ഒരു കാര്യം എന്നോട് എന്റെ അമ്മ പറഞ്ഞു തരുമായിരുന്നു. അതെന്റെ ജീവിതത്തിന്റെ അകത്ത് ഞാൻ അതുപോലെ ഒരു എന്താ പറയണ്ടേ, അതായത് ഞാൻ മുറുകെ പിടിച്ചായിരുന്നു. അപ്പൊ ഞാൻ ആ ജോലിക്ക് പോയി കഴിഞ്ഞപ്പം പപ്പക്ക് മനസ്സിലായി എന്നെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് ദൈവം എന്റെ നിന്ന് എന്റെ ഭാര്യനെ മാറ്റിയതെന്ന് മനസ്സിലായി. അന്ന് മുതല് പപ്പ ദൈവസന്നിധിയിൽ മുട്ടുമടക്കാനും പ്രാർത്ഥിക്കുവാനും ഒക്കെയും തുടങ്ങി. പപ്പ കണ്ടോണ്ടിരുന്ന ഈ TV കാരണമാ എന്റെ വീടിന്റെ അകത്ത് ഇങ്ങനൊരു അവസ്ഥ വന്നതെന്ന് പറഞ്ഞു വെച്ചിട്ട് ആദ്യം ആ TV കൊണ്ടുപോയി വിറ്റു. രണ്ടാമത് പിന്നെ പ്രാർത്ഥനയ്ക്ക് മുട്ടുമടക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞതിന് ശേഷം അന്ന് മുതലുള്ള പ്രാർത്ഥന ഇന്ന് വരെയോ ഞങ്ങളെ സത്യം പറഞ്ഞ സ്വന്തം കുഞ്ഞുങ്ങൾക്ക് പോലും അറിയില്ല അപ്പം എപ്പോഴൊക്കെയാ പ്രാർത്ഥിക്കുന്നതെന്ന്. അതുപോലെ രഹസ്യമായിട്ട് പ്രാർത്ഥന, പിന്നെ രാത്രിയാമങ്ങളെല്ലാം എഴുന്നേറ്റിരുന്ന് അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ഇടിവിൽ നിൽക്കാനും. എന്നാ പുള്ളി ആരും മുമ്പിലും പ്രത്യക്ഷപ്പെടത്തില്ല, ആരും മുമ്പിലും കാണിക്കത്തില്ല. പക്ഷെ പ്രാർത്ഥന ഒരു വീരനായിട്ട് ദൈവം കൊണ്ടുവരാൻ ഇടയായി തീർന്നു. അത് കഴിഞ്ഞപ്പോ ഞാൻ കുവൈറ്റിൽ നിന്ന് തിരിച്ചു വന്നപ്പോ ഞാൻ പറഞ്ഞു, പപ്പ, എനിക്ക് ഡ്രസ് വണ്ണം വെച്ചത് കാരണം ഡ്രസ്സ് ഒന്നും ഫിറ്റ് ആകാത്ത കാരണം കൊണ്ട് ഞാൻ പറഞ്ഞു, പപ്പ, ഒരു നിമിഷം ഇരിക്കും പപ്പ, ഞാൻ ഈ ഒരു ഡ്രസ്സ് ഒന്ന് മാറ്റിട്ട് വരാം. ഇല്ലില്ല, എനിക്ക് ചർച്ചിൽ പോടാ, നീ പിന്നാലെ വന്നോ എന്ന് പറഞ്ഞു. ഞാൻ അന്നേരാ കാണുന്നത് പിന്നെ ഒരു രൂപാന്തരപ്പെട്ട ഒരു മനുഷ്യന്റെ ജീവിതം എങ്ങനെയാന്നുള്ളത് ഞാൻ അന്നാണ് കാണുന്നത്. അപ്പൊ പപ്പ അന്ന് മുതൽ എന്നെ പിന്നെ വെയിറ്റ് ചെയ്യത്തില്ല, ഓടും പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട്. കാരണം ദൈവം അതുപോലെ പിന്നെ പപ്പയെ അതുപോലെ രൂപാന്തരപ്പെടുത്തുവാൻ ഇടയായി തീർന്നു. ഇതിന്റെ എല്ലാം പിന്നിൽ സഭയുടെ പ്രാർത്ഥനയുണ്ട്. ഹല്ലേലൂയ. പിന്നെ ഇല്ലാന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല, കാരണം അതുപോലെ ആയിരുന്നു സഭ ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പിന്നെ അവിടുന്ന് പിന്നെ ഞങ്ങള് പിന്നെ എന്റെ കൂട്ടുകുടുംബത്തിലായിരുന്നു ഉണ്ടായത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ സെപ്പറേറ്റ് ഒരു വീട്ടിലോട്ട് പോകുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങളെ കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾ സെപ്പറേറ്റ് ആ വീട്ടിൽ പോകുന്ന സമയത്ത് ഈ അഴുക്ക് വെള്ളമെല്ലാം മഴ പെയ്തിട്ടല്ല, ആ വെള്ളമെല്ലാം അതിൻ്റെ അകത്ത് തന്നെ 7 ദിവസം ഞങ്ങൾ ആ വെള്ളത്തിന്റെ അകത്ത് നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നുപോയി. കാരണം മോറിയുള്ള വെള്ളവും അഴുക്കും എല്ലാം ഞങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം
അനുഭവമായിരുന്നു ആ വീടിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. 3 മാസമുള്ള കുഞ്ഞിനെയും വെച്ചേച്ചിട്ടായിരുന്നു ആ വീടിന്റെ അകത്ത് ഇരുന്നത്. പക്ഷെ അവിടുന്ന് പിന്നെ പെട്ടെന്ന് ഞങ്ങൾ വീട് മാറി. പിന്നെ ഞാൻ ബാംഗ്ലൂരിൽ ഞാൻ എന്റെ സ്വന്തം വീട്ടിലല്ലാതെ വിട്ട് ഞാൻ താഴെയുള്ള ഒരു വീട് ഞാൻ എടുക്കത്തില്ല. കാരണം ആ വീടിന്റെ അകത്തെല്ലാം മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ പിന്നെ അഴുക്ക് വെള്ളം അകത്ത് കയറുന്നുള്ള ഒരു പേടി എന്റെ അകത്ത് കയറിയത് മുതൽ പിന്നെ മേളിലത്തെ ഫസ്റ്റ് ഫ്ലോർ മാത്രമേ ഞാൻ ആ വീട് വാടകയ്ക്ക് പോകത്തുള്ളൂ. ഞാൻ ഒരു അമ്പലത്തിന്റെ മുമ്പിലായിരുന്നു വീട് താമസിച്ചുകൊണ്ടിരുന്നത്. ഞാനും ആ ഭവനത്തിന്റെ അകത്ത് വേറെ ഒരു സഹോദരി മോഹിനി ആന്റി ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇതിന്റെ അകത്തുണ്ടായി. പക്ഷെ ഞങ്ങളെ ജീവിതത്തിന്റെ അകത്തുനിന്ന് ഒരുപാട് ആ ഏരിയക്കകത്ത് കഷ്ടതയുടെ തീച്ചുളക്കകത്ത് ഞങ്ങൾ കടന്നു പോകുവാൻ ഇടയായി തീർന്നു. പക്ഷെ ആ ഏരിയക്കകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ വെള്ളമൊക്കെ എടുത്തു വരുമ്പോൾ കമിഴ്ത്തി ഇടും. പിന്നെ വെള്ളിയും ചൊവ്വയും ആകുമ്പോഴത്തേക്ക് ആരെങ്കിലും അടിച്ചേച്ചിട്ട് വഴക്ക് നടന്നേച്ചിട്ട് അവിടെ രക്ത ചൊരിച്ചില് ആ അമ്പലത്തിന്റെ മുമ്പിൽ നടക്കുമായിരുന്നു. അത് കഴിഞ്ഞ് വെച്ചിട്ട് അങ്ങനെ പല രീതികളിലും മരണം മുതല് ആത്മഹത്യ മുതല് അങ്ങനെ പല രീതികളിലും ആ ദേശത്തിന്റെ അകത്ത് നടക്കുമായിരുന്നു. അപ്പൊ എന്നോട് എല്ലാവരും പറഞ്ഞു, നിങ്ങൾ ഇത്രയും കഷ്ടപ്പെടുന്നില്ല, നിങ്ങൾ ഇവിടുന്ന് മാറിക്കോ, ഇവിടുന്ന് ഇതിന്റെ മുമ്പിൽ നിൽക്കുന്ന കാരണം കൊണ്ടാന്ന് പറഞ്ഞു. അന്നേരം ഞങ്ങൾക്ക് മാറാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കയ്യിൽ അഡ്വാൻസ് കൊടുക്കാൻ പൈസയില്ല. പിന്നെ ഞങ്ങൾ എങ്ങനെയാ മാറുന്നത്? അപ്പൊ ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് കുറച്ച് സമയം കഴിഞ്ഞപ്പം പിന്നെ അവിടുത്തെ ക്ഷേത്രത്തില് പിന്നെ ഇത് ആ ശക്തി വന്നിട്ട് പറഞ്ഞു, ഒന്നിക്ക് നീ ഇവിടുന്ന് മാറണം, അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കണം എന്ന് പറയുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഞാൻ പിന്നെ അന്നേരം എനിക്ക് അറിയത്തില്ല. കാരണം ഞാൻ അന്നേരം ആ പ്രാർത്ഥനേന്റെ അകത്തുള്ളിരിക്കുന്ന അഭിഷേകം പ്രാപിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ശുശ്രൂഷക്ക് ഇറങ്ങുവോ അല്ല ആത്മയുദ്ധത്തിനകത്ത് കയറുകയോ അല്ല ഒരു ശുശ്രൂഷ ചെയ്യുകയോ എന്റെ ജീവിതത്തിനകത്ത് ഉണ്ടായിട്ടില്ല. അന്നേരം ഞാൻ കണ്ണു അടച്ചേച്ച് പറഞ്ഞ് പിന്നെ ഞാൻ അന്യഭാഷ മാത്രം പറഞ്ഞ് അന്നേരം ഒറ്റ ശബ്ദം എനിക്ക് കേൾക്കാം, എനിക്ക് നിന്നെ തൊടാൻ പറ്റുന്നില്ല, വെളുപ്പിനെ നിന്റെ മോളെ എന്താ ചെയ്യുമെന്ന് നോക്കിക്കോ എന്ന് പറയുവാനിടയായി തീർന്നു. അപ്പം നേരം വിളിക്കാനാകുമ്പോഴത്തേക്കുണ്ട് പിന്നെ എന്റെ മോള് ലൂസ് മോഷൻ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നു. പക്ഷെ അന്ന് വെളുപ്പിനെയുണ്ട് പാസ്റ്റങ്ങള് വീട്ടിൽ കയറി വരുന്നു. കാരണം പാസ്റ്റങ്ങള് വീട് വിസിറ്റിംഗ് എന്ന് പറയുമ്പോൾ അതിരാവിലെ വരും. പിന്നെ ആ സമയത്ത് തക്ക സമയത്ത് ദൈവം ഒരു ദൂതനെ അയക്കുന്ന പോലെയാ പിന്നെ പാസ്റ്റങ്ങളെ വീട്ടിലോട്ട് അയച്ചത്. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അവിടുന്ന് പിന്നെ രോഗം എന്ന് പറഞ്ഞാൽ ചിക്കൻ ബോക്സ് വന്നേച്ചിട്ട് മോക്ക് വന്നു, മോന് വന്നു. പിന്നെ അത് കഴിഞ്ഞ് എനിക്കും പിന്നെ ചിക്കൻ ബോക്സ് വന്ന് രണ്ടാമത്തെ പ്രാവശ്യം ചിക്കൻ ബോക്സ് വന്ന് അപ്പൊ അന്ന് എന്നോട് പറഞ്ഞു, ഒരു വേപ്പല നീ എടുത്ത് കൊണ്ടുപോയി കൊടുത്താൽ മതി, അത് പിന്നെ അപ്പൊ നിന്റെ ഈ അവസ്ഥയും നിന്റെ കഷ്ടതയും എല്ലാം മാറും എന്ന് പറഞ്ഞ്. അപ്പൊ ഞാൻ പറഞ്ഞ്, ഞാൻ എന്റെ ജീവനുള്ള ദൈവത്തെ അല്ലാതെ വേറൊരാളെ ഞാൻ പിന്നെ ആരാധിക്കത്തില്ല എന്ന് പറയുവാൻ ഇടയായി തീർന്നു. അത് കണ്ട് ഞാൻ എഴുന്നേറ്റു. നോക്കുമ്പോ എന്റെ വികൃതമായ മുഖം, പിന്നെ ആരും ഞങ്ങൾക്ക് ഒരു നേരം കഞ്ഞി വെച്ച് തരാനോ ഒന്നുമില്ല. കാരണം ഈ ചിക്കൻ ബോക്സ് ആയതുകൊണ്ട് ആരും പിന്നെ അങ്ങനെ അകന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. പിന്നെ അങ്ങനെ അവിടുന്ന് അതെല്ലാം ഇതായി കഴിഞ്ഞു. ഞങ്ങൾ അവിടുന്ന് വേറൊരു വീട്ടിലോട്ട് പോയി. വാടകയ്ക്ക് തന്നെ അവിടുന്ന് ആ ദേശം വിടുവിക്കപ്പെട്ടു. ആ വീട്ടിൽ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, എന്റെ പ്രാർത്ഥനാ റൂം എന്ന് പറയുന്നത് ഒരു കിച്ചൺ ആയിരുന്നു. ആ കിച്ചന്റെ അകത്ത് 12 മണി വരെ ഇരുന്ന് തയ്ക്കും. 12 മണി മുതൽ 3 മണി വരെ എന്റെ പ്രാർത്ഥനാ സമയമായിരുന്നു. ആ പ്രാർത്ഥനാ സമയത്തിന്റെ അകത്ത് എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും അറിയത്തില്ല. ഞാൻ എന്റെ ഇഷ്ടത്തിന് പാട്ട് പാടും. പിന്നെ എന്നിട്ട് ഞാൻ പറയും, കർത്താവേ നീ എത്ര നല്ലവനാ, നീ നല്ലവനാ, നീ നല്ലവനാ, ഇതിങ്ങനെയൊക്കെ പറയാൻ എനിക്ക് അറിയത്തുള്ളൂ. എന്റെ ദൈവത്തെ പോലെ വേറെ ആരുമില്ല, എന്റെ ദൈവത്തെ പോലെ വേറെ ആരുമില്ല. പലപ്പോഴും ഞാൻ ആ വീടിന്റെ അകത്തുനിന്ന് പിന്നെ കിച്ചണിൽ ഇരിക്കുന്ന സമയത്ത് ദൈവശബ്ദം കേൾക്കാതെ ഞാൻ ഒരു ദിവസം പോലും ജോലി ചെയ്തിട്ടില്ല. കാരണം എന്റെ വീട്ടിൽ ആര് വരുന്നുണ്ടെങ്കിൽ ആ വ്യക്തി വരുന്നതിന് മുമ്പേ എന്റെ ദൈവശബ്ദം കേൾപ്പിച്ചിരിക്കും. എന്നെ പിന്നെ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടി വന്നാലും എന്നെ നോക്കാൻ വരുമ്പോ നാളെ ഇന്നാര് വരും, നീ ഇന്ന്, കാരണം അവർക്ക് കൊടുക്കാൻ ചില സമയം എന്റെ കയ്യിൽ ഭക്ഷണം കാണത്തില്ല. അപ്പം അത് ഒരുക്കി വെക്കാനാണ്. കാരണം ഞങ്ങൾ എങ്ങനെ ജീവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വാച്ച് ചെയ്യാനുണ്ടായിരുന്നു ആ സമയങ്ങളിൽ. അപ്പൊ ഞാന് പിന്നെ വരുന്നത് അറിഞ്ഞ പാട് ഞാൻ ഇപ്പൊ മുതിരയാണെങ്കിൽ മുതിര വെള്ളത്തിലിട്ട് വെച്ചിട്ട് ആ മുതിരന്റെ കുറച്ച് ഭാഗം എടുത്ത് വെച്ചിട്ട് പിന്നെ കറി വെക്കും. അതിന്റെ കുറച്ച് ഭാഗം എടുത്ത് വെച്ചിട്ട് തോരൻ വെക്കും. അതിന്റെ വെള്ളം എടുത്ത് വെച്ചിട്ട് രസം വെക്കും. അപ്പൊ അവര് വരുമ്പോ എന്തുവാ, ഞങ്ങളുടെ വീട്ടിൽ സമൃദ്ധമായ ആഹാരമാ, ഒരു സാധനമാ, പക്ഷെ അതിനെ കൊണ്ട് പല വിഭാഗങ്ങളാണ് ഉണ്ടാക്കി വെക്കും. അങ്ങനെ പിന്നെ വരുന്നവര് പിന്നെ അവൾക്കൊരു കുഴപ്പമില്ല, അവൾ സന്തോഷമായിട്ടായിരിക്കുന്നത്. പക്ഷെ അവര് പോയി കഴിഞ്ഞാ പിന്നെ രണ്ടാമത്തെ ദിവസം എല്ലാം കഴിഞ്ഞാൽ എന്റെ മോള് പറയും, മമ്മി ചോറില്ലേ മമ്മി എന്ന് പറയും. പലപ്പോഴും എന്റെ ഡാഡി എന്ന് പറഞ്ഞ ഹസ്ബൻഡിന്റെ പപ്പ ഇതിന്റെ അടുത്താ താമസിക്കുന്നത്.
എല്ലാവരും ഫാമിലീസ് എല്ലാം ഉണ്ട്. പക്ഷെ ഞാൻ പല പ്രാവശ്യം ഞാൻ വിചാരിച്ചിട്ടുണ്ട് എൻ്റെ മക്കളെയും കൊണ്ട് അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ അവിടുന്ന് പറയും ഒരു ശബ്ദം ഞങ്ങൾക്ക് തിരിച്ചു വീട്ടിൽ പോകും എന്ന് പറയും. ആ ശബ്ദം കേട്ടേച്ച് ഞാൻ തിരിച്ചു വീട്ടിൽ പോകും. അപ്പം തിരിച്ചു വീട്ടിൽ പോന്ന് പറയുമ്പോ അപ്പൊ ഞാൻ പറയും കർത്താവേ എത്ര ദിവസം എന്റെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ പട്ടിണി കിടക്കും എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ആ സമയങ്ങളിലെല്ലാം ദൈവം എന്നെ അയക്കാതെ ഒരു മനുഷ്യനും അറിയാതെ ദൈവം എന്നെ സൂക്ഷിച്ചു. ഇവരെ എന്റെ ഈ കഷ്ടതന്റെ ഇതില് തീച്ചുള്ളക്കുളത്തുകൂടെ കടന്നു പോകുമ്പോഴല്ലോ എന്റെ അപ്പനാവട്ടെ എന്റെ അമ്മയാവട്ടെ ഒരു കാര്യങ്ങളും അറിയത്തില്ല. കാരണം ഞാൻ അവരുടെ ആരോടും ഒന്നും പറയില്ല. ലെറ്റർ ആണല്ലോ അയക്കേണ്ടത്. അതുകൊണ്ട് എങ്ങനെ ഇരിക്കുന്നു സുഖമായിരിക്കുന്നു എന്ന് മാത്രമേ അവർ പറയത്തുള്ളൂ. എത്രയോ കിലോമീറ്റർ വേണം ഞങ്ങൾക്ക് ചർച്ചിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞങ്ങൾ നടന്നേച്ചാ ചർച്ചിലോട്ട് പോകുന്ന ഒറ്റ മീറ്റിംഗ് ഞങ്ങൾ മുടക്കത്തില്ല. ഇതിന്റെ എല്ലാം പ്രതിഫലം എന്റെ ദൈവം ഞങ്ങൾക്ക് ഇരട്ടിയായിട്ട് ഞങ്ങൾക്ക് തന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങള് ഗംഗനയിലോട്ട് വീട്ടിലോട്ട് താമസം മാറ്റി. താമസം മാറ്റിയപ്പം അതൊരു ലീസ് വീടിനാ ഞങ്ങൾ പോയത്. ലീസിന് വീടിന് പൈസ തന്നേച്ച് പറഞ്ഞ് ഇറങ്ങുന്നില്ലേ, നിങ്ങൾ ഇറങ്ങുന്നില്ലേ, പൈസ തന്നില്ല, പൈസ കിട്ടിയല്ലോ, നിങ്ങൾ ഇറങ്ങാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ അത് വീട് നോക്കിയിട്ട് ഞങ്ങൾക്ക് വീട് കിട്ടിയിട്ടില്ല. അന്നേരം ഞാൻ ഗൾഫിൽ നിന്ന് വന്ന ഒരു സമയം കൂടി ആയത് കാരണം കൊണ്ട് എല്ലാവരും വിചാരിച്ചു എന്റെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ടെന്ന്. പക്ഷെ മറുവശത്ത് നോക്കിക്കഴിഞ്ഞാല് എന്റെ ഹസ്ബൻഡിന് ജോലിയില്ല. ജോലി ഇല്ലാതെ ഒരു മനുഷ്യനും അറിയത്തില്ല. ജോലി പോയി കഴിഞ്ഞാല് ആരും അറിയത്തില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായത്. അപ്പം വീട് ലീസിനെ എടുത്തിട്ട് പറഞ്ഞു വാടക തരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വാടക തരാനുള്ള ഒരു ശക്തി ഞങ്ങൾക്ക് ഇല്ല എന്ന് പറഞ്ഞു. എന്നാ പൈസ കിട്ടിയില്ലേ ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പൊ പകൽക്കാലം രണ്ടുപേര് എനിക്ക് പ്രാർത്ഥിക്കാൻ എന്റെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പം പ്രാർത്ഥിക്കാൻ വീട്ടിൽ വന്നപ്പോ ഞാൻ വാവിട്ട് കരയായിരുന്നു. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയുന്നില്ല. അന്നേരം പറഞ്ഞ് ആന്റി ഒന്നുകൊണ്ട് ഭാരപ്പെടേണ്ട, നമുക്ക് വീട് നോക്കാന്ന് പറഞ്ഞ് ഞങ്ങൾ ഗംഗനള്ളിയിൽ വീട് നോക്കാൻ വേണ്ടി പോയ സമയത്ത് ഞങ്ങൾക്ക് കിട്ടിയ ഒരു വീട് എന്ന് പറഞ്ഞത് 12 വീടുള്ള ഒരു വീട്ടിന്റെ അകത്തായിരുന്നു. ആ വീട് എന്ന് പറഞ്ഞാൽ 11 വീട്ടിലെ മലവും ഞങ്ങളെ ബാത്റൂമിന്റെ അകത്താണ് ബ്ലോക്ക് ആകുന്നത്. അങ്ങനെ ഞാൻ 1 വർഷം ആ വീട്ടിന്റെ അകത്ത് താമസിച്ചു. അന്നേരം ഞാൻ ചോദിച്ചു ദൈവമേ ഒരു പരാതി എന്റെ ദൈവസന്നിധിയിൽ ഞാൻ പറഞ്ഞിട്ടില്ല, ഒരു പരാതി. കാരണം ആ സമയങ്ങളിലും ഞാൻ എൻ്റെ വീട്ടിലെ നഴ്സിംഗ് കുഞ്ഞുങ്ങളെയും എനിക്ക് ഒരേ ഒരു ആഗ്രഹം ഉണ്ടായിട്ടുള്ളൂ, ആത്മാക്കൾ പിടിപ്പിക്കപ്പെടണം. അതിനെന്ത് വിലയും ഞാൻ കൊടുക്കാൻ തയ്യാറാ. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൻ്റെ അകത്ത് അനേക കുഞ്ഞുങ്ങൾ വന്ന് താമസിക്കും. അപ്പം എൻ്റെ മോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മോള് നല്ല ഹൈറ്റ് ഉള്ള ഒരു മോളാ. എൻ്റെ മോൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, അമ്മക്ക് തോന്നുന്നില്ല ഞങ്ങൾ കാലം എത്ര ദിവസം അമ്മ ചുരുട്ടി കിടക്കുന്നത് എന്ന് പറയാം. അന്നേരം ഞാൻ പറയും മോളെ ഇതിനെല്ലാം ഒരു ദിവസം ദൈവം പ്രതിഫലം തരുന്ന ഒരു ദിവസമുണ്ട്. അന്ന് നമുക്ക് നിവർന്ന് ഉരുണ്ട് കിടക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ മോളെ ആശ്വസിപ്പിക്കുമായിരുന്നു. എൻ്റെ മോളിന് നീളുണ്ടായിരുന്നു, എൻ്റെ മോള് നീളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആ വീട്ടിലോട്ട് മാറി. ആ വീട്ടില് രോഗമൊഴിയാത്ത ഒരു ദിവസവും ഇല്ല എന്ന് പറഞ്ഞാൽ മലം എല്ലാം കെട്ടിത്തിന്നുന്ന കാരണം കൊണ്ട് രോഗിയാവാത്ത ഒരേ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഞാൻ മാത്രമേ ഉള്ളൂ ആ വീട്ടിന്റെ അകത്ത്. ഫുഡ് പോലും ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റത്തില്ല. എത്രയോ ദിവസങ്ങൾ ഞങ്ങൾ ആ വീട്ടിനകത്ത് ഫുഡ് കഴിക്കാതെ നിന്നിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ അടുത്ത വീട്ടിലെ നേരെ അടുത്ത വീട്ടിലെ ഒരു ആന്റി എന്നോട് വന്ന് പറയുന്ന, ബിന്ദു എന്റെ ശരീരത്തിൽ ഒരു ശക്തി ഇറങ്ങുമായിരുന്നു, ഇപ്പൊ ഇറങ്ങുന്നില്ല, എനിക്ക് ശരീരത്തിൽ അതിൻ്റെതായ അസ്വസ്ഥതകളുണ്ട് എന്ന് പറയാനിടയായി തരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു അതെന്തോ ആന്റി എന്ന് ചോദിച്ചപ്പം പറഞ്ഞ് അതറിയത്തില്ല എന്താണെന്ന്. അങ്ങനെ അവര് പോയി പ്രശ്നം വെച്ച് നോക്കുന്ന സമയങ്ങളിൽ എന്റെ പേര് അവിടെ വെളിപ്പെട്ടത് ഞാൻ ഒരുത്തി കാരണമാണെന്ന്. അതിന്റെ 2 ദിവസം മുന്നേ ഞാനൊരു സ്വപ്നം കാണുന്നു, ഞാൻ റോഡിൽ നിന്ന് ആരാധിക്കുന്നതായിട്ട് ഞാൻ ഒരു സ്വപ്നം കാണുന്നത്. അങ്ങനെ ഞാൻ ആ റോഡിൽ നിന്ന് ആരാധിക്കുന്നത് കാണുമ്പോൾ ഞാൻ എന്തിനാ റോഡിൽ നിൽക്കുന്നത്, പൊട്ട സ്വപ്നം കണ്ടത്. ഞാൻ ദൈവത്തോട് പറഞ്ഞു കർത്താവേ ഇങ്ങനത്തെ സ്വപ്നം ഒന്നും എന്നെ കാണിക്കല്ലേ എന്ന്. പക്ഷേ അതിന്റെ 3-ാമത്തെ ദിവസം ഈ പ്രശ്നം വെച്ച് നോക്കി ഞാൻ ഇതിന്റെ കാരണക്കാരി എന്ന് മനസ്സിലായപ്പോ പുള്ളിക്കാരത്തി അന്ന് മുതൽ ഞങ്ങളോട് എതിർപ്പ് തുടങ്ങി. അതുവരെ സ്നേഹമായിരുന്ന ഒരു ആന്റി അന്ന് മുതൽ എതിർക്കാൻ തുടങ്ങി. നമുക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനും കൂടി ആയപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവിടുത്തെ ഒരു അങ്കിള്, ആ വീട്ടിലെ അങ്കിള് ആക്സിഡന്റ് ആയിട്ട് പിടിച്ചൊരാൾ നടത്തിക്കണം, വോക്കറിൽ കൈ ഒന്ന് പിടിച്ചു കൊടുക്കണം. അതെന്റെ ചെയ്യുന്ന എന്റെ മോനായിരുന്നു. അന്നത്തെ ദിവസം ഈ ഒരു വൈരാഗ്യത്തിന് ഈ ആന്റി വന്നിട്ട് എന്റെ മോനെ അടിക്കുന്നതാ കാണുന്നത്. ഞാൻ ജോലിയും കഴിഞ്ഞ് വരുമ്പോ ഞാൻ കാണുന്ന കാഴ്ച എന്റെ മോനെ അടിക്കുന്നതാ. ഞാൻ അന്നേരം തന്നെ ആ റോഡേൽ മുട്ടുമടക്കിയേച്ച് പറഞ്ഞു കർത്താവേ എന്റെ ജീവിതത്തിൽ കഷ്ടം തന്നപ്പോ ഞാൻ പൊരുവർത്തിട്ടില്ല, പട്ടിണി തന്നപ്പോഴും ഞാൻ പൊരുവർത്തിട്ടില്ല, പക്ഷേ എന്റെ കുഞ്ഞുങ്ങളെ ജാതികൾ തൊടാൻ ഞാൻ സമ്മതിക്കത്തില്ല. എനിക്ക് എന്തെങ്കിലും ഒരു പരിഹാരം എന്റെ ദൈവം എനിക്ക് ചെയ്തു തന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് അവിടെ കൈ അടിച്ചിട്ട് ഞാൻ ആ റോഡിന്റെ അകത്തിരുന്ന് അത് എന്താ അങ്ങനെ എനിക്ക് തോന്നിയെന്ന് ഇപ്പോഴും എനിക്ക് അറിയത്തില്ല.
റോഡിൽ ഇരുന്ന് ആരാധിക്കാൻ തുടങ്ങി. അന്നേരം ആ വീട്ടിലുള്ള ആൾക്കാരെല്ലാം പറഞ്ഞു, ലീസിന് കിട്ടിയ പൈസയല്ലേ, ആ ഓണർ ഒരിക്കലും പൈസ തരത്തില്ല, കളിപ്പിക്കും പൈസ എന്നിങ്ങനെ പറഞ്ഞു. അതും കൂടി കേട്ടപാടെ എനിക്ക് ഉള്ളില്, കാരണം ആകെ നമുക്ക് ഉള്ള ഒരു ഇതിന്ന് സമ്പാദ്യം എന്ന് പറഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് കഴിഞ്ഞ് വെച്ചിട്ട് പിന്നെ ആ വീട്ടിൽ നിന്ന് പിന്നെ ഓണർ വന്നിട്ട് പറയാ, ബിന്ദു നിങ്ങൾ വേറെ വീട് നോക്കിക്കോ, ഞാൻ നിന്റെ പൈസ തരാമെന്ന്. പിറ്റത്തെ ദിവസം തന്നെ ഞാൻ ആ വീട് നോക്കി. എങ്ങനെയാണെങ്കിലും ഒന്നും കൂടി ചർച്ചിന്റെ അടുത്തുള്ള ഒരു വീട്ടിന്റെ അകത്ത്. പക്ഷേ ഈ വീട്ടിന്റെ അകത്ത് പിന്നെ 6 മണിക്ക് പ്രയർ, പിന്നെ 5:30 മണിക്ക് ഞാൻ ചർച്ചിൽ പോകും. ഈ ഒരു പിന്നെ എന്താ പറയണ്ടേ, മലവും മൂത്രവും എല്ലാം കഴിഞ്ഞ് ബ്ലോക്കായി കിടക്കുന്ന വീട്ടിന്റെ അകത്ത് 5:30 മണിക്ക് ചർച്ചിൽ പോകും. 7 മണിക്ക് തിരിച്ചു വരും. എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ സ്കൂളിൽ വിട്ട് കഴിഞ്ഞ് 9 മണിയാകുമ്പോൾ ഞാൻ ജോലിക്ക് പോകും. തിരിച്ച് ഞാൻ 6 മണിക്ക് തിരിച്ചു കയറി വരും. 6 മണിക്ക് കഴിഞ്ഞ് വെച്ചിട്ട് 6 മണിക്ക് എന്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്ത് പിന്നെ തയ്ക്കും. ഞാൻ തയ്ക്കാനുള്ളതെല്ലാം ഞാൻ കട്ട് ചെയ്ത് വെക്കും. കട്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ 7 മണിക്ക് പ്രാർത്ഥനയ്ക്ക് പോകും. 7 മണിക്ക് കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ഞാൻ 9 മണിയാകുമ്പോൾ എന്റെ സഭയ്ക്ക് വേണ്ടിയും ദേശത്തിന് വേണ്ടിയും എന്റെ കൂടെ ഒരു ആന്റി ഉണ്ട്, ഷേർലി ആന്റി. ആ ആന്റിയും കൂടി ഞങ്ങൾ ചർച്ചിന്റെ അകത്ത് ഇരുന്ന് 10 മണി വരെ ഇരുന്ന് പ്രാർത്ഥിക്കും. 10 മണി കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത്. തിരിച്ചു വന്നിട്ടാ പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ വീട്ടിൽ ക്രമീകരിക്കുന്നത്. അത് കഴിഞ്ഞാ ഞാൻ ആ വീട്ടിൽ നിന്ന് ഞാൻ വേറൊരു വീട്ടിലോട്ട് മാറിയത്. അവിടെ എത്തിയപ്പം വെള്ളത്തിന്റെ പ്രശ്നങ്ങളായി. പിന്നെ പ്രാർത്ഥനയുടെ ശബ്ദം കേൾക്കുമ്പോൾ മേലത്തെ പൈശാചിക ശക്തി ഇളകാൻ തുടങ്ങി. അപ്പം പറഞ്ഞു, പിന്നെ നിങ്ങളിവിടെ ഇങ്ങനെ ആരാധിക്കാൻ പറ്റത്തില്ല, സ്തുതിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അന്ന് വെള്ളം എല്ലാം എന്താ പറയണ്ടേ തരത്തില്ല ഞങ്ങൾക്ക്. ഞങ്ങൾ എത്രയോ കിലോമീറ്റർ ദൂരെ പോയി വെള്ളം കൊണ്ടുവന്നിട്ട് രാത്രിയൊക്കെ ജോലി ചെയ്തിട്ട് ഞാൻ പകല് പ്രാർത്ഥനക്കും മീറ്റിങ്ങിനും, അതപ്പോഴത്തേക്ക് ഞാൻ ശുശ്രൂഷയിൽ ഇറങ്ങിക്കഴിഞ്ഞു. പിന്നെ മീറ്റിങ്ങിലൊക്കെ ഞാൻ കയറുന്നത്. ആ വീട്ടിൽ വെച്ചിട്ടാണ് പിന്നെ ഡൽഹിയിൽ ഒരു 2 ദേവദാസന്മാരെ പ്രാർത്ഥിക്കാൻ വന്ന സമയത്ത് പിന്നെ ഈ ഓണർ എന്നോട് വഴക്കിടാൻ വന്നപ്പോ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ എന്റെ കഷ്ടത ആരും കാണരുതെന്ന് ഞാൻ അപ്പനോട് പറഞ്ഞിട്ടുണ്ട്. ഈ ദേവദാസന്മാർ വന്നപ്പോ ഈ ദേവദാസന്മാരെ മുന്നിൽ വെച്ചിട്ടാണല്ലോ ദൈവമേ, അത് വെള്ളം പിടിക്കുമല്ലേ, ഇത് കടുപൊട്ടിത്തരിക്കുന്ന ശബ്ദം കേട്ടേച്ചിട്ടാണ് വഴക്കിന് വന്നത്. അപ്പം ജാതികൾക്ക് മാത്രമേ ഉള്ളൂ വീട്, ദൈവജനത്തിന് അവകാശമായിട്ട് ഒരു ഭവനം ഇല്ലേ എന്നൊരു ചോദ്യം ഞാൻ എന്റെ ദൈവത്തോട് ഞാൻ അന്ന് വാവിട്ട് നിലവിളിച്ച് കരഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ എന്റെ നേരെ താഴെയുള്ള അനുജത്തിനെ വീട്ടിലോട്ട് കൊണ്ടുവന്നു. 6 മാസം. കാരണം ഞാൻ അനുഭവിച്ച രക്ഷ, ഞാൻ അനുഭവിച്ച സന്തോഷം, ഞാൻ അനുഭവിച്ച വിടുതല് എന്റെ കുടുംബം അറിയണമെന്ന് വെച്ചാൽ ഞാൻ എന്റെ അനിയത്തിനെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ജോലിക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കൊണ്ടുവന്നിട്ട് 6 മാസം കൊണ്ട് ആ അനിയത്തി സ്നാനപ്പെട്ടു. ആ അനിയത്തി ഞാനൊക്കെ പിന്നെ പെന്തക്കോസ്ത് എന്ന് പറഞ്ഞാൽ ഒത്തിരി എതിർക്കുന്ന ഒരു കൂട്ടത്തിലുള്ള ഒരു വ്യക്തിയാണ്. കാരണം അത് കാരണങ്ങൾ ഉള്ളത് കാരണം കൊണ്ട്. പക്ഷേ ദൈവസ്നേഹം എന്റെ ജീവിതത്തിൽ അറിഞ്ഞപ്പോ ദൈവത്തെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കണം എന്നുള്ളൊരു ചിന്ത എന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ തുടങ്ങി. അങ്ങനെ എന്റെ നേരെ താഴെയുള്ള അനുജത്തിനെ ഞാൻ കൊണ്ടുവന്ന് ജോലിയാക്കി. 6 മാസം. ഈ 6 മാസം 21 ദിവസം പിന്നെ ഉപവാസത്തിലായിരുന്നു. ഉപവാസം കഴിയുന്ന സമയം എന്റെ അനിയത്തി രക്ഷയുടെ അനുഭവത്തിൽ വന്നു. അന്നേരം പപ്പ അറിഞ്ഞപാട് എന്നോട് പറഞ്ഞു, പിന്നെ നീ കലക്ക വെള്ളത്തിൽ കൊണ്ടുവന്ന് പിന്നെ മുക്കിയില്ലേ, അതുകൊണ്ട് നീ തന്നെ നോക്കിക്കോ, അവളുടെ കാര്യങ്ങളല്ല, ഞാൻ തിരിഞ്ഞു നോക്കത്തില്ല എന്ന് പറഞ്ഞു. അതിനു മുമ്പേ ദൈവാത്മാവ് ഇങ്ങനെ പറഞ്ഞിരുന്നു, പിന്നെ 2 സഹോദരിമാരെയും നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു, നീ അതിൽ വിശ്വസ്തയോടെ ചെയ്തു കഴിഞ്ഞാല് അതിന്റെ പ്രതിഫലം ഞാൻ നിനക്ക് തരുമെന്ന്. അപ്പൊ ഞാൻ അന്നേരം പറഞ്ഞു, കർത്താവേ എന്റെ പപ്പ കല്യാണം കഴിച്ചു കൊടുക്കേണ്ടതിന് പിന്നെ ഞാൻ എന്തിനാ അതിന്റെ ഉത്തരവാദിത്വം എടുക്കുന്നത്, ഞാൻ ഈ കേട്ട ശബ്ദം വെറുതെയാ എന്നിങ്ങനെ വിചാരിച്ച്. പക്ഷേ ദൈവം ഓരോ കാര്യങ്ങളും നമ്മളോട് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളെ മുമ്പിൽ കാറ്റ് കാണത്തില്ല, മഴ കാണത്തില്ല, പക്ഷെ ഒന്നും കാണാതെ ഒന്നും ഒരു ദൈവ ശബ്ദം എന്റെ ദൈവം കേൾപ്പിക്കത്തില്ല. അത് കഴിഞ്ഞ് എന്റെ അനിയത്തിന്റെ കല്യാണം വന്ന സമയത്ത് പപ്പ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. പപ്പ ഒരു എന്താ പറയണ്ടേ, പിന്നെ ചർച്ചിൽ വന്നു നിന്നു, അതൊരു കടമയുള്ളത് പോലെ ചെയ്തു കഴിഞ്ഞു. പിന്നെ സഭയും എന്റെ സഹോദരിമാരും എല്ലാം കൂടി ചേർന്നിട്ട എന്റെ അനിയത്തിന്റെ വിവാഹം നടത്തി തന്നത്. അത് കഴിഞ്ഞ് പിന്നെ രണ്ടാമത്തെ അനുജത്തിന് 33 വയസ്സായിട്ടും മാരേജ് കഴിയാത്ത കാരണം കൊണ്ട് പിന്നെ അവളെയും ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടത്. കാരണം എനിക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, അവര് സ്നാനപ്പെടണം. എനിക്ക് വേറെ ഒരു മാർഗം ഞാൻ കാണുന്നില്ല. അപ്പൊ അങ്ങനെ അവരെ വീട്ടിലോട്ട് കൊണ്ടുവന്ന് 21 ദിവസം എന്ന് പറഞ്ഞ പോലെ ഉപവാസം എടുക്കുകയുന്നത്. അതിനു മുമ്പേ അമ്മയും അനിയത്തിയും പിന്നെ രഹസ്യമായിട്ട് പിന്നെ കണ്ണൂർ ഏജി ചർച്ചിൽ സ്നാനപ്പെട്ടു. കണ്ണൂർ ഏജി ചർച്ചിൽ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പം അപ്പൻ അറിഞ്ഞപ്പോ ഒത്തിരി ഉപദ്രവിച്ചു അമ്മയെ. നീയും കലക്കവലത്ത് പോയടി മുങ്ങാന്, എന്റെ ആയുസ് ഉണ്ടെങ്കിൽ ഞാൻ ബിന്ദുവിന്റെ വീട്ടിൽ പോകത്തില്ല എന്ന് പറഞ്ഞു.
എനിക്ക് ഇവിടെ വരാം, പക്ഷെ ഇവിടെ ദൈവത്തെക്കുറിച്ചോ ഒന്നും പറയാം നിനക്ക് അവകാശം ഇല്ല എന്ന് പറഞ്ഞു. അപ്പൻ ആ ഒരു പിന്നെ ഭയങ്കര ഒരു എന്താ പറയണ്ടേ പിന്നെ മിലിറ്ററിക്കാരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അത്രയും റഫ് ആൻഡ് ടഫ് ആണ്. ആ ഒരു സ്വഭാവമായിരുന്നു ഉണ്ടായത്. പക്ഷെ ഒരു പ്രത്യേക സാഹചര്യത്തിന്റെ അകത്ത് ഞങ്ങൾ വാങ്ങിച്ച വീട് പിന്നെ ഒരു ആഭിചാരം ചെയ്ത സമയത്ത് ആ ആഭിചാരത്തിന്റെ മുഖാന്തരം അപ്പനും അമ്മയും സഹോദരിയും എല്ലാം എന്റെ വീട്ടിൽ വരേണ്ട ഒരു അവസ്ഥ വന്നു. ഒരു കൊച്ചു വീടാ എന്റെ വീട്ടിനകത്ത്. അന്ന് ആദ്യമായിട്ട് എന്റെ അപ്പനും അമ്മയും എന്റെ കഷ്ടത കാണുന്നത്. അന്നേരം പറഞ്ഞ് പിന്നെ നീ ഇത്രയും കഷ്ടതയിലൂടെയാ പോകുന്നത് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ബിന്ദു ഒന്ന് പറയാൻ ഇടയായിത്തീരുന്നു. അന്നേരം എന്റെ അപ്പനെ ഒരു മാനസാന്തരം ഞാൻ കണ്ടിട്ടില്ല. ഈ അപ്പന് വന്നിട്ട് പറഞ്ഞ് പിന്നെ ഞരങ്ങിട്ടൊന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രാർത്ഥനക്ക് പോയിട്ടല്ല എന്ത് കിട്ടി നിങ്ങൾക്ക്, പിന്നെ എന്ത് കിട്ടി, ഇതായിരുന്നു ചോദ്യം ഉണ്ടായത്. പക്ഷെ അപ്പന വന്നത് മുതല് ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ എന്റെ ഭവൻ ഒരു പ്രാർത്ഥന ഉള്ള വീടാണ്, അതിനകത്ത് മദ്യപാനം പറ്റത്തില്ല, അതിനകത്ത് വീടി പറ്റത്തില്ല, ഞങ്ങൾക്ക് വോയിസ് എടുത്ത് സംസാരിക്കാൻ പറ്റത്തില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായത്. പക്ഷേ എന്റെ മോനോട് പറയും പിന്നെ ബീഡി വാങ്ങിച്ചിട്ട് വാടാന്ന് പറയും. ബീഡി വാങ്ങിച്ചിട്ട് പിന്നെ വരുമ്പം എന്റെ മോൻ എന്ത് ചെയ്യുന്ന അറിയാമോ, ആ ബീഡിന്റെ ഒരു തുമ്പ് പൊട്ടിച്ചേച്ച് പറയും പിന്നെ ഇതുപോലെ പിശാചൻ നിന്നെ പൊട്ടിച്ചു കളയാന്ന് എന്ന് പറയും. എന്നിട്ട് ബാക്കി എന്ത് ചെയ്യാടാ അത് പിന്നെ അച്ചച്ച പിന്നെ എവിടെയാന്ന് അറിയത്തില്ല, അത് വീണ് പോയി എന്ന് പറഞ്ഞിട്ട് അതങ്ങനെ മാറ്റും. പിന്നെ ഞങ്ങൾ ചെയ്യുന്നത് അപ്പൻ മാനസാന്തരപ്പെടാൻ വേണ്ടി ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാല് ചർച്ചയിൽ നടക്കുന്ന മീറ്റിംഗ്, പ്രാർത്ഥന, മെസ്സേജുകള് അത് ഞാനും മോനും വീട്ടിൽ അത് ഡിസ്കസ് ചെയ്യും. അന്നേരം പറയും ചർച്ചയിൽ കേട്ടത് പോരെ, വീട്ടിൽ വന്നിട്ട് തുടങ്ങണം എന്ന് പറഞ്ഞിട്ട് അപ്പൻ പിന്നെ വഴക്ക് പറയും. അന്നേരം അടിക്കാനൊക്കെ വരുന്ന സമയത്ത് ഞാൻ പറയും ഒരു പാട്ട് പാടും, അഞ്ചപ്പവും 2 മീനും അയ്യാവുക്കേ പോതും അയ്യ എന്ന് പറഞ്ഞ് ഞാൻ ഡാൻസ് കളിക്കും. അപ്പൊ അടിക്കാൻ വന്ന പപ്പ ചിരിച്ചോണ്ടങ്ങ് തിരിച്ചു പോകും. അങ്ങനെ പപ്പ ഇപ്പൊ ഞാൻ ഒറ്റ ചോദ്യം പപ്പയോട് പറഞ്ഞു, ഞാൻ സുവിശേഷം പറയാൻ വരുന്നില്ല പപ്പ, പക്ഷെ ഞാൻ ഒരു കാര്യം പറയുന്നത്, ഞാനും എന്റെ അനുജത്തിയും എന്റെ അമ്മയും നിത്യതയിൽ കാണുമ്പോ അപ്പൊ നിത്യ നരകത്ത് കാണും. അന്ന് അവിടെ നിന്ന് ചോദിക്കും, റീത്തിയ ഒന്ന് വാ ഇങ്ങോട്ട് വാ, ബിന്ദു ഒന്ന് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ആരും വരത്തില്ല. പിന്നെ പപ്പ ഒറ്റക്ക് താമസിക്കണം എന്ന് പറഞ്ഞ് പപ്പ ഇന്ന് മരിച്ച പപ്പന്റെ നിത്യത എവിടെയെന്ന് ചോദിക്കാൻ എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നെന്ന് പറഞ്ഞു. ഈ ഒരൊറ്റ ചോദ്യം ചോദിച്ചു എന്നെ വിട്ട്. അത് കഴിഞ്ഞിട്ട് 21 ദിവസം ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാനിടയായി. 21ാമത്തെ ദിവസം 2008 മെയ് മാസം 2009 മെയ് മാസം 13-ാം തീയതി എന്റെ പപ്പ തലേന്ന് വരെ മദ്യപിച്ച മനുഷ്യൻ, തലേന്ന് വരെ കുടിച്ച പിന്നെ ബീഡി വലിച്ച മനുഷ്യൻ പിറ്റേ ദിവസം പറയാ ഞാൻ സ്നാനപ്പെടാൻ എന്താ വേണ്ടത് എന്ന് അമ്മയോട് രഹസ്യമായിട്ട് ചോദിച്ചേച്ച് പറയാ, ബിന്ദുവിനോട് പറയണ്ട, ബിന്ദു ചർച്ചിലെത്തുമ്പോ കണ്ടാ മതി എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു അമ്മ ബിന്ദു സമ്മതിക്കത്തില്ല, കാരണം മദ്യപിച്ച മനുഷ്യൻ എങ്ങനെയാ സ്നാനപ്പെടാൻ പോകുന്നത്, ഇല്ല എനിക്ക് സ്നാനപ്പെടണം എന്ന് പറഞ്ഞു. ഞാൻ മരിച്ചിട്ട് നിങ്ങളായിരിക്കും ഉത്തരവാദി എന്ന് പറയാനിട. അമ്മ എന്നോട് രഹസ്യമായിട്ട് വന്നിട്ട് പറഞ്ഞു പപ്പയ്ക്ക് സ്നാനപ്പെടണമെന്ന് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞു പിന്നെ അത് പറ്റത്തില്ല, പിന്നെ കാരണം മിലിറ്ററിന്ന് പിന്നെ കുപ്പി കിട്ടും, ആ കുപ്പി വെച്ചിട്ടാ വീട്ടിൽ ഇരുന്ന് കുടിക്കുന്നത്, പിന്നെ അതുകൊണ്ട് അത് പറ്റത്തില്ല പപ്പ പിന്നെ അമ്മ എന്ന് പറഞ്ഞു. ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞു. അവസാനം അത് വീണ്ടും അത് നിത്യ നരകത്തിലോട്ടാ പോവുകയ്യ, അന്ന് ഇപ്പൊ ഇരിക്കുന്നതിനും ശിക്ഷ അധികം കിട്ടും എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞു. പപ്പ പിന്നെ വേണ്ട വസ്ത്രങ്ങളെല്ലാം എടുത്ത് ചർച്ചിന്റെ മുമ്പിൽ ഇരുന്നിട്ട് പറഞ്ഞു എനിക്ക് സ്നാനപ്പെടണം എന്ന് പറഞ്ഞു. പാസ്റ്റർ ചോദിച്ചു എന്തോ വേണ്ടത്, ഞാൻ പറഞ്ഞു പപ്പ പിന്നെ പാസ്റ്റങ്ങളെ പിന്നെ പപ്പന്റെ ഇഷ്ടത്തിലല്ലേ, പപ്പ സ്നാനപ്പെടട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ സ്നാനപ്പെട്ട് അന്ന് മുതല് പ്രാർത്ഥനക്ക് പോകാത്ത എന്റെ പപ്പ, ഒരു ആരാധനാലയത്തിൽ കയറാത്ത എന്റെ പപ്പ, അന്ന് മുതല് ഞങ്ങൾ എഴുന്നേറ്റ് കണ്ണു തുറന്ന് നോക്കുമ്പോ പപ്പ വീട്ടിൽ കാണത്തില്ല. ഒരു ഗ്ലാസ് ചായ പോലും കുടിക്കാതെയാണ് എന്റെ പപ്പ രാവിലെ വീട്ടിൽ ഇറങ്ങി വെച്ചിട്ട് പിന്നെ ചർച്ചിലെ വണ്ടിയാണ് എടുത്തിട്ട് ഞങ്ങള് പിന്നെ ഹെബാളിലോട്ട് പോകുന്നത്. ആ വണ്ടിയിലാണ് ഞങ്ങൾ പോകുന്നത്, ഞങ്ങൾക്ക് വണ്ടിയില്ലെന്ന്. അതിന്റെ എല്ലാരും വരുന്നതിന് മുമ്പേ ആ വണ്ടിക്കകത്ത് കാവല, കാരണം മിലിറ്ററി ചിട്ടയാ, 3 മണിക്കൂർ മുന്നേ പോകണമല്ല, റെയിൽവേ സ്റ്റേഷൻ ആയാലും എവിടെയായാലും 2-3 മണിക്കൂർ മുന്നേ പോകണം. അതേപോലെ ചർച്ചിലും പപ്പ കൊച്ചു കുഞ്ഞ് കരയുന്നത് പോലെ വചനത്തിന്റെ മുമ്പിൽ കരയുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പൊ എന്നോട് ഇങ്ങനെ അപ്പോഴത്തേക്ക് എനിക്ക് മീറ്റിംഗ് ആയി, ശുശ്രൂഷയുടെ മേഖലക്കകത്തെല്ലാം ഇങ്ങനെ യാത്ര ചെയ്യാൻ തുടങ്ങിയപ്പം പിന്നെ എന്നോട് പറഞ്ഞു ഞാൻ മരിക്കുമ്പോ നീ കാണുമോ ബിന്ദു എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു പപ്പ തീർച്ചയായിട്ടും ഞാൻ കാണും പപ്പ, പിന്നെ പപ്പ മരിക്കുന്നതിന്റെ കുറച്ചു ദിവസം മുമ്പേ ദൈവം എന്നോട് പറഞ്ഞിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ അമ്മയ്ക്കും അതൊരു പ്രയാസമായിരുന്നു. ഞാൻ രാവിലെ പ്രാർത്ഥനയ്ക്ക് വന്ന് വൈകുന്നേരം പ്രാർത്ഥനയ്ക്ക് വന്ന് വീട്ടിൽ കാണുന്നില്ല, അങ്ങനെയൊക്കെ അമ്മയ്ക്ക് ഒരു പ്രയാസം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ പപ്പ സ്നാനപ്പെട്ട്
പിന്നെ ആ മാസത്തിന്റെ 32 വയസ്സും പിന്നെ വിവാഹം കഴിയാത്ത എൻ്റെ അനിയത്തിയുടെ വിവാഹം ഉറച്ചു. 9 വർഷം മക്കളില്ലാതിരുന്ന എൻ്റെ അനുജത്തിക്ക് ദൈവം ഒരു പിന്നെ മക്കളെ കൊടുക്കുവാനിടയായി തീർന്നു. ഇതിനെല്ലാം പിന്നില് പിന്നെ ദൈവം ഒരു ശബ്ദം കേൾപ്പിച്ചിരുന്നു, പിന്നെ പപ്പ മാനസാന്തരപ്പെടാതെ ഞാനൊരു വിടുതൽ തരത്തില്ല എന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, കർത്താവേ, അപ്പം പച്ചമുന്തിരിക തിന്നാല് മക്കളുടെ പല്ല് വിളിക്കുവോ എന്നൊരു ചോദ്യം ഞാൻ എൻ്റെ കർത്താവിനോടും ചോദിച്ചു. പിന്നെ അപ്പം ദൈവം അതിനോട് മറുപടി എനിക്ക് തന്നിട്ടില്ല. പക്ഷേ എൻ്റെ പപ്പ സ്നാനപ്പെട്ടത് മുതൽ ഒരു വീടിന്റെ അകത്ത് ഒരു ഉത്സവമായിരുന്നു എൻ്റെ വീട്ടിന്റെ അകത്ത് ഇരുന്നത് എന്ന് പറയാൻ കാരണം, എൻ്റെ അനിയത്തിന്റെ വിവാഹം നടന്നു. 9 വർഷമുള്ള അനിയത്തിക്ക് മക്കളില്ല. അതൊരു പ്രഗ്നന്റ് ആയി. എല്ലാം പിന്നെ ഇതായപ്പം 7-ാം മാസം ഞാൻ അവരെല്ലാം വീട്ടിൽ കൂട്ടിക്കൊണ്ടുവന്ന സമയത്ത് പിന്നെ ഒരു കൊച്ചു വീടാ, ഒരു കൊച്ചു റൂമും ഒരു കട്ടിലിട്ട് കഴിഞ്ഞാല് എൻ്റെ മോക്ക് കിടക്കാനുള്ള ഒരു ഭാഗം മാത്രമേ, അതിലാണ് മോളും മോനും കട്ടിന്റെ ചോട്ടിൽ ഒരാൾ കിടക്കും, അതിന്റെ നീളത്തിൽ ഒരാൾ കിടക്കും. ബാക്കി എൻ്റെ അമ്മ, എൻ്റെ അനുജത്തി, പിന്നെ അപ്പൻ എല്ലാം ഈ ഹാളിന്റെ അകത്താണ് കിടക്കുന്നത്. പ്രഗ്നന്റ് ആയിരിക്കുന്ന 2 അനുജത്തിമാരും. അതുകൂടാതെ ദൈവമക്കളെയും അതിന്റെ അകത്താണ് കൊണ്ടുപോയി കിടത്തുന്നത്. നിരന്ന് കിടക്കാൻ, കാരണം കാല് പോലും കുത്താൻ സ്ഥലമില്ല. കാരണം എനിക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ, ദൈവമക്കള് ആത്മാക്കളെ നേടണം എന്നുള്ളത്. അപ്പൊ അങ്ങനെ ദൈവം പിന്നെ പ്രഗ്നന്റ് ആയപ്പോ പപ്പ എന്നോട് പറഞ്ഞു, മോളെ എനിക്ക് പോകാൻ സമയമായി, പിന്നെ പോകാൻ സമയമായി, നീ എന്നെ പ്രാർത്ഥിച്ചയക്കെന്ന് വെച്ചു. അപ്പൊ ഞങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ ഇരിക്കുമ്പോൾ പറയും, സാമുൽ സാറെ, പിന്നെ എങ്ങോട്ട് പോകാനാ, പിന്നെ കൊച്ചുമക്കളെല്ലാം കാണണ്ടേ, അവരുടെ തന്നെ അടിച്ചും കുത്തിച്ചെല്ലെന്ന് കളിക്കണ്ടേ, സ്നേഹത്തോട് വർത്തമാനം പറയണ്ടേ, മേലൊന്നും കയറി കളിക്കണ്ടേ എന്നൊക്കെ ഞാൻ എൻ്റെ പപ്പയോട് പറഞ്ഞു. പക്ഷെ പപ്പ നോക്കി നിൽക്കേ, ഇങ്ങനെ കിടന്ന പപ്പ മുന്നോട്ട് എഴുന്നേറ്റ് വന്ന് ബാക്കിലോട്ട് മറിഞ്ഞു വീണ്. പപ്പ ഒരു കുറച്ച് സമയം ആകുമ്പോഴത്തേക്ക് പപ്പന്റെ ശരീരത്തിൽ നിന്ന് പിന്നെ ശ്വാസമില്ലാത്ത ഒരു അവസ്ഥയിലോട്ട് മാറി. അമ്മ കരയാൻ തുടങ്ങി. അതിനു മുമ്പേ എൻ്റെ അനിയത്തി എന്നോട് ഒരു ചോദ്യം ചോദിച്ചു, ബിന്ദു, ഈ ഒരു സംഭവം നടക്കുന്നതിന്റെ ഒരു 1/2 മണിക്കൂർ മുന്നേ എന്നോട് ചോദിച്ചു, പിന്നെ ബിന്ദു, പിന്നെ നീ ഇങ്ങനെ രാവും പകലും പ്രാർത്ഥന എന്ന് പോയി കഴിഞ്ഞാ നിന്റെ മക്കള് രണ്ടുപേരും വഴിതെറ്റി പോകത്തില്ലേ എന്ന് ചോദിച്ചു. ആ ഒരു ചോദ്യം എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഞാൻ പോകുന്നത് സിനിമാശാലയിലല്ല കർത്താവേ, ഞാൻ പോകുന്നത് രാജാവിന്റെ സന്നിധിയിലാണ് പോകുന്നത്. എൻ്റെ മക്കളുടെ കാര്യം അങ്ങ് തന്നെ നോക്കിക്കൊള്ളണം എന്ന് പറഞ്ഞു വെച്ചിട്ടാ ഞാൻ പിന്നെ ദൈവസന്നിധിയിൽ പിന്നെ കരയാനിടയായി തീർന്നു. അത് കഴിഞ്ഞ് വെച്ചാൽ എൻ്റെ ദൈവം ആരെന്ന് തെളിയിക്കുന്ന ഒരു സന്ദർഭമായിരുന്നു അത്. എൻ്റെ 2 അനുജത്തിമാരും ഉണ്ടായിരുന്നു. പിന്നെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ പപ്പയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത്. പെട്ടെന്ന് എൻ്റെ മനസ്സിന് തോന്നുക, അന്യഭാഷയിൽ ഇരുന്ന് ആരാധിക്കാന്ന്. പെട്ടെന്ന് 1.5 മണിക്കൂറിലെ അന്യഭാഷയിൽ ഇരുന്ന് ആരാധിച്ച സമയത്ത് അപ്പക്ക് നഷ്ടപ്പെട്ടു പോയ ജീവൻ ദൈവം തിരിച്ചു തരുവാൻ ഇടയായി തീർന്നു. അതേ സമയത്ത് പിന്നെ ബാക്ക് സൈഡ് എൻ്റെ വീടിന്റെ അടുത്ത വീട്ടിൽ നിന്ന് നിലവിളി ഉയരുവാൻ ഇടയായി തീർന്നു. അവിടെ പോയി നോക്കുമ്പോൾ അവിടുന്ന് ഒരു അങ്കിള് മരിക്കുവാൻ ഇടയായി തീർന്നു. ഞാൻ നിനക്ക് പകരം ജാതികളെ നൽകുമെന്നുള്ള അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ അവിടെയാണ് ഞാനത് കണ്ടത്. പിന്നെ എൻ്റെ പപ്പ കൊച്ചുമക്കളെ കണ്ടു കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, ബിന്ദു, നമുക്ക് ഉണ്ടായ വീട് വിറ്റോ? പിന്നെ വെറും 1 ലക്ഷത്തിനാ ഞാൻ എൻ്റെ വീട് വിറ്റത്. അപ്പൊ എല്ലാം നഷ്ടപ്പെട്ട് നമ്മളെ ജീവിതത്തിൽ ഒന്നുമില്ല. അപ്പൊ ഞാൻ മരിക്കേണ്ടത് ഒരു വാടക വീട്ടിലാണല്ലോ എന്ന് കേട്ടപ്പോ എനിക്ക് ഒത്തിരി വിഷമം തോന്നി. പിന്നെ പപ്പ ഇങ്ങനെ പറഞ്ഞപ്പോ അപ്പം ഞാൻ പറഞ്ഞു, പപ്പ, മരിക്കേണ്ട സമയമാകുമ്പല്ലേ അത് ദൈവം എന്തെങ്കിലും നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ പപ്പയെ ആശ്വസിപ്പിച്ചേച്ചിട്ട് ഞാൻ പിന്നെ പക്ഷേ ഇപ്പൊ അത് പറയുകയാണെങ്കിലും മറുവശത്തില് എനിക്ക് സൂചി എൻ്റെ ഹൃദയത്തിനകത്ത് കൊണ്ടതുപോലെ ആയിരുന്നു എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായത്. ഞാൻ പെട്ടെന്ന് ദൈവസന്നിധിയിൽ ഉപസിച്ചിട്ട് പറഞ്ഞു, എൻ്റെ പപ്പ വാടക വീട്ടിൽ മരിക്കാൻ പറ്റത്തില്ല കർത്താവേ, എൻ്റെ പപ്പ സ്വന്തം വീട്ടിൽ മരിക്കണം. പിന്നെ അങ്ങനെ പറഞ്ഞ ദൈവസന്നിധിയിൽ 21 ദിവസം ഞാൻ ഉപസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഈ ഒരു വിഷയത്തിന്. എൻ്റെ അപ്പന്റെ ആഗ്രഹം സാധിപ്പിച്ചത്. ഒരു കാര്യം ഞാൻ പറയാന്ന് വെച്ചാല്, പലരും ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, അപ്പൻ എനിക്ക് അത് ചെയ്തു തന്നിട്ടില്ല, അമ്മ എനിക്ക് ഇത് ചെയ്തു തന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ അമ്മയെ നോക്കത്തില്ല, അപ്പയെ നോക്കത്തില്ല. പക്ഷെ ഞങ്ങളെ അപ്പനെ നല്ല രീതിയിലാണ് ഞങ്ങൾ നോക്കിയിട്ടില്ല. കാരണം പിന്നെ അപ്പന്റെ സ്വത്തല്ല, അപ്പൻ ഞങ്ങളെ പിന്നെ അപ്പന്റെ എന്താ പറയണ്ടേ, ഞങ്ങൾ ഇത്ര വരെ ജനിക്കാനും ഞങ്ങളെ ദൈവത്തെ കണ്ടുമുട്ടാനും അപ്പനും അമ്മയും കാരണമാണല്ലോ. ആ ഒരു സ്നേഹമാണ് അവിടെ കാണിച്ചു. കാരണം എൻ്റെ അപ്പനും അമ്മയ്ക്കും ഞാൻ എൻ്റെ മക്കൾക്ക് കുറവ് വെച്ചാലും എൻ്റെ അപ്പനും അമ്മയ്ക്കും ഞാൻ ഒന്നിനും കുറവ് വെക്കത്തില്ല. എത്ര കഷ്ടപ്പെട്ടാലും ഞാൻ എൻ്റെ അവന്റെ കാര്യങ്ങൾ ഞാൻ നോക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഒരു ഇത് കഴിഞ്ഞപ്പോഴാണ് രണ്ടാമത്തെ അനുജത്തിന് വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ആദ്യത്തെ അനുജത്തിന്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷം
പിറ്റേത്തെ വർഷം പിന്നെ 1 രൂപ ഞങ്ങൾക്ക് എടുക്കാനില്ലാത്ത സമയത്താണ് ഞാൻ ഇപ്പൊ താമസിക്കുന്ന ബാംഗ്ലൂരിലെ കെന്നലി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സൈറ്റ് എനിക്ക് ദൈവം തരുന്നത്. ഈ സൈറ്റിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്ഥലത്ത് വരുന്നത്. അപ്പം ഇവിടെ റോഡൊക്കെ താറിട്ടപ്പം പിന്നെ ഇവിടുത്തെ റെഡ്ഡീസ് പറഞ്ഞ് അവൾ ഒരു ദൈവ വൈതലാണ്, അതുകൊണ്ട് അവൾക്ക് ഒരു സൈറ്റ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ സൈറ്റ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് ഞങ്ങളുടെ സ്ഥലങ്ങളെല്ലാം വേഗം വിൽക്കും എന്ന് പറഞ്ഞു. അതൊരു അങ്കിളാന്ന്, പിന്നെ നമ്മുടെ ചർച്ചിൽ വരുന്ന ഒരു ബ്രദർ, ഒരു അങ്കിളും കൂടിയായിരുന്നു ഈ സ്ഥലത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി എന്നെ കൊണ്ടുവന്നത്. അപ്പൊ അവര് നിർബന്ധം, എന്റെ കയ്യിലാണെങ്കിൽ 1 രൂപ പോലും ഇല്ല, ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഇവരാണെങ്കിൽ രജിസ്ട്രേഷൻ ഓഫീസിൽ വരാൻ വേണ്ടിട്ട് പറഞ്ഞ് നിർബന്ധിക്കുന്നത്. അന്ന് ഫോൺ അധികം ഇല്ലാത്ത ഒരു സമയമായിരുന്നു. പക്ഷെ വേറൊരു ആന്റി, പിന്നെ സുസമന്റി എന്ന് പറയുന്ന ഒരു ആന്റിന്റെ അടുത്ത് വിളിച്ചേച്ച് പറഞ്ഞു, ബിന്ദു ഞാൻ ആ സമയങ്ങളിൽ ഓരോ വീടുകളിലും പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുമായിരുന്നു. അപ്പൊ ഞാൻ ഒറ്റ പ്രാവശ്യം പോയ ഒരു ആന്റി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ ഫേസ് എടുത്ത് കാണിക്കാൻ ഇടയായി തീർന്നു. അങ്ങനെ പിന്നെ ആന്റി ചോദിച്ചു, പിന്നെ ബിന്ദുവിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, ബിന്ദു രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി പോകുക, പക്ഷെ പൈസ ഒന്നും ഒത്തിട്ടില്ല എന്ന് പറഞ്ഞു. അന്നേരം എന്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, ബിന്ദു കടം വാങ്ങിച്ചിട്ട് കടക്കാർ വീട്ടിൽ വരാൻ ഇടവരരുത്. നമുക്ക് ബാംഗ്ലൂരിൽ വീട് എന്ന് പറയുന്ന ഒരു സാധനം സ്വപ്നം കാണാൻ പറ്റത്തില്ല. എനിക്ക് 6 മാസം ജോലി ഉണ്ടെങ്കിൽ 6 മാസം ജോലി കാണത്തില്ല. അതുകൊണ്ട് നീ എടുത്ത് ചാടി എന്തെങ്കിലും ചെയ്ത് വെച്ചിട്ട് അവസാനം ഇവിടെ കടക്കാർ വീട്ടിൽ വരാൻ പാടില്ല, ഞാൻ ഇതിന് ഉത്തരവാദിയല്ല എന്ന് പറഞ്ഞ് പപ്പയും കൈ ഒഴിഞ്ഞു. പക്ഷേ അതിനു മുമ്പേ എല്ലാം ദൈവാത്മാവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിന്റെ പേരിൽ ഞാന് നിനക്കും നിന്റെ ചർച്ചക്കാർക്കും ബുദ്ധിക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്ത വൻ കാര്യങ്ങൾ ഞാൻ നിനക്ക് വേണ്ടി ചെയ്യുമെന്ന്. പക്ഷെ അതെന്താണെന്നുള്ളത് എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷെ ഞാൻ രജിസ്ട്രേഷൻ ഓഫീസിൽ പോകുന്ന സമയത്ത് പപ്പയെ ഞാൻ ആവുന്നത് വിളിച്ചു. പപ്പ പറഞ്ഞു, ഞാൻ നിന്നോടല്ലേ ദൂത് പറഞ്ഞു, നീ പൊക്കോ, പിന്നെ നീ തന്നെ അത് രജിസ്ട്രേഷൻ ചെയ്തോളാൻ പറഞ്ഞു. കാരണം പപ്പക്ക് അന്നേരം അത്ര പോലും ഒരു നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുമോ എന്നുള്ളൊരു ചിന്ത, അത് എന്താ പറയാന്ന് വെച്ചാൽ മാനുഷികമാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിനകത്ത് എത്ര പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടാതെ കിടക്കുന്ന ഒരു സാഹചര്യത്തിന്റെ അകത്ത് നിൽക്കുമ്പോ, പിന്നെ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ അതൊന്നും ബുദ്ധിക്ക് പോലും ചിന്തിക്കാൻ പറ്റത്തില്ല. അതാണ് അതിൻ്റെ അകത്തുള്ള യാഥാർത്ഥ്യം. അത് കഴിഞ്ഞ് പിന്നെ സ്ഥലം രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞ് അതാണ് അപ്പൻ ചെയ്യാൻ പോകുന്ന ഒരു അനുഗ്രഹം എനിക്ക് തന്നത്. ആ വർഷം, ഇത് എഴുതുന്ന വർഷം, എല്ലാ പിന്നെ 35th നൈറ്റിനും ഞാൻ ദൈവത്തോട് ചോദിക്കും, ദൈവമേ ഇന്നത്തെ ദിവസത്തെ പിന്നെ ഈ വർഷത്തെ പിന്നെ പേരെന്താ എനിക്ക് തരുന്നെന്ന് ചോദിക്കും. അന്നേരം എന്നോട് പറഞ്ഞു, ഇന്ന് ഈ അന്നേരം ഞാൻ ഒരു ശബ്ദം കേൾക്കും, പിന്നെ എന്റെ അപ്പനായി, നിന്റെ അപ്പനാ ഞാൻ. അപ്പൊ ഒരു മക്കൾക്ക് ഒരു അപ്പൻ എന്താന്ന് ചെയ്തു കൊടുക്കുന്നത്, അതായിരുന്നു ആ വർഷം എനിക്ക് എന്റെ അപ്പൻ ചെയ്തു തന്നത്. അപ്പൊ ആ വസ്തു എനിക്ക് പിന്നെ എഴുതി തന്നു. അത് 12 വർഷം കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ എന്റെ ഇളയ അഞ്ചത്തിന് വിവാഹം കഴിഞ്ഞതിന് ശേഷം അവിടെ വിവാഹം കഴിച്ചു കൊടുത്ത്, വിവാഹം കഴിഞ്ഞതിന് ശേഷം പിന്നെ ചർച്ചിൽ 21 ദിവസം ഫാസ്റ്റിംഗ് പ്രയർ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ബജു കട്ടാക്കാട് ഫസ്റ്റ് പറഞ്ഞു, നീ ഇപ്പം വീടെടുത്താൽ നിന്റെ ലാൻഡ് ഞാൻ ബ്രേക്ക് ചെയ്യുന്നു, ഇപ്പൊ നീ വീടെടുത്തു കഴിഞ്ഞാൽ വീടെടുക്കും, ഇല്ല നിന്റെ ആയുസിൽ നിനക്ക് വീട് തരത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വെറുതെ, കർത്താവേ അതെന്താ അങ്ങനെ പറഞ്ഞത്? പറഞ്ഞ എന്റെ അവിശ്വാസം എന്റെ ഹൃദയത്തിനകത്ത് ഉണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് ഞാൻ ചെയ്ത് 3 കല്ലെടുത്ത് വെച്ചിട്ട് പിന്നെ ഒരു കുപ്പി വെളിച്ചെണ്ണ എടുത്ത് പിന്നെ പ്രാർത്ഥിപ്പിച്ചിട്ട് ഞാൻ അവിടെ കുഴിച്ചിട്ടിട്ട് പറഞ്ഞു, കർത്താവേ എന്റെ പിന്നെ എന്നോട് പറഞ്ഞ വാഗ്ദത്തം ഞാൻ ഇതാ പിന്നെ അടിസ്ഥാനം ഇടുന്നെന്ന് പറഞ്ഞിട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്ന് പറഞ്ഞിട്ട് 3 കല്ലെടുത്തത് ഞാൻ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. പക്ഷേ ഒരു കുപ്പി എണ്ണയും. പക്ഷേ എന്റെ കൂട്ടുകാരി എന്റെ കൂടെ ഉണ്ടായിരുന്നു. ആ കൂട്ടുകാരി പറഞ്ഞു, നിനക്ക് മാത്രം വീട് മതിയോ ബിന്ദു, എനിക്കും വീട് വേണ്ടേ എന്ന് ചോദിച്ചു. അങ്ങനെ എന്റെ അടുത്ത് തന്നെ പിന്നെ എന്റെ കൂട്ടുകാരി സ്ഥലം എടുത്തിരുന്നു. അങ്ങനെ ഒരു കല്ല് ഞാൻ പിന്നെ എന്റെ കൂട്ടുകാരി കൊടുത്തു, ഒരു കല്ല് ഞാനും എടുത്ത് രണ്ടുപേരും പിന്നെ ആ മണ്ണിനകത്ത് കുഴിച്ചിട്ട് എണ്ണ ഒഴിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നു. അതില് ഒരു കല്ല് മിച്ചം ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു കല്ല് ഞാൻ എന്റെ ഒരു വീടില്ലാത്ത ഒരു കൂട്ടുകാരിക്ക് കൊടുത്തു. അവൾ അത് പിന്നെ ബീറോന്റെ അകത്ത് വെച്ചു. ഇന്നും അത് ബീറോക്കകത്താ ഉള്ളെന്ന് തോന്നുന്നു. പക്ഷെ ആ പിന്നെ അത് ഇട്ട് കഴിഞ്ഞതിന്റെ ശേഷം ഞാനിത് എത്ര പൈസയാവും, ദൈവാത്മാവിനെ ഒരിക്കലും നമുക്ക് മറികടക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത് എത്ര പൈസയാകും എന്ന് പിന്നെ നോക്കാൻ വേണ്ടി ഞാൻ ഒരു എഞ്ചിനീയറിനെ വിളിച്ചു വെച്ചിട്ട് പിന്നെ ഒരു ആന്റി അതിൽ കോണ്ടാക്ട് ചെയ്ത് ഇപ്പൊ 16.5 ലക്ഷം രൂപ എന്ന് പറഞ്ഞു. ആ ലക്ഷം കേട്ടപാട് ഞാൻ പറഞ്ഞു, അയ്യോ നമ്മളെ കൊണ്ട് ഇത് പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ മുന്നോട്ട് വെച്ച കാല് ദൂതിന്റെ മുമ്പിൽ ഞാൻ പുറകോട്ട് വെച്ച്. അതാണ് ദൈവം പറഞ്ഞത്, പിന്നെ നിനക്ക് ഞാൻ ആയുസിൽ വീട് തരത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ അത് ചെയ്യത്തില്ല എന്നുള്ളത് ദൈവത്തിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാ, കാരണം എന്റെ സാഹചര്യം അതായിരുന്നു. അങ്ങനെ ഞാൻ ആ മുന്നോട്ട് മേടിച്ചിട്ട് ഈ പുള്ളി എന്ത് ചെയ്തു,
സ്റ്റാർട്ട് ചെയ്യാനാന്ന് കേട്ടിച്ചിട്ട് ഇവിടെ ലാൻഡ് എല്ലാം ക്ലീൻ ചെയ്ത് പിന്നെ വാനൊക്കെ എടുത്ത് പിന്നെ എന്നോട് പറഞ്ഞു, എന്നെ വിളിച്ചേച്ച് പറഞ്ഞു, പിന്നെ ബിന്ദു, പിന്നെ എന്നെ എല്ലാവരും ബിന്ദു എന്നാന്നേ വിളിക്കുന്നത്. എന്റെ പേര് ഷെറിൻ പി ഗോഡ്വിൻ എന്നാണ്, പിന്നെ ഞാൻ എല്ലാവരും അറിയപ്പെടുന്നത് വിളിക്കുന്നതൊക്കെ ബിന്ദു എന്നാ. അപ്പൊ ബിന്ദു, പിന്നെ നിങ്ങൾ എന്തോ ചെയ്യേണ്ടത്, ഞങ്ങൾ പൂജ ചെയ്യുന്നുണ്ട്, നിങ്ങളിൽ എന്തോ ചെയ്യുന്നത് വെച്ചാൽ അത് ചെയ്യാൻ പറഞ്ഞു. എന്തോന്ന് ചോദിച്ചപ്പം പറഞ്ഞ്, ഞാൻ എല്ലാ ലാൻഡുകളും വാനം എല്ലാം തോണ്ടി വെച്ചിട്ടുണ്ട്, അതിന് പ്രാർത്ഥിച്ചിട്ട് കല്ലിറക്കണം എന്ന് പറഞ്ഞു. ഞാനിത് കേട്ടപാട് ഞാനങ്ങ് വിറച്ചു പോയി. എന്താ ചെയ്യണ്ടേ, എങ്ങനെയെങ്കിൽ ഈ പുള്ളിക്ക് പൈസ കൊടുത്തു വെച്ചിട്ട് ഒഴിവാക്കണോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പാസ്റ്റങ്ങളെയും വിളിച്ച് സുൽ പാസ്റ്ററും പിന്നെ പാസ്റ്റാൻറ്റിയും മാത്രം എന്റെ ഈ ഏരിയയിൽ താമസിക്കുന്ന ദൈവമക്കളുവാ എന്റെ കല്ലിടലിന് വന്നത്. അന്നേരം പാസ്റ്റർ ഒന്ന് ചിന്തിച്ചാൽ മതി എന്റെ അവസ്ഥ ഏത് സിറ്റുവേഷനിൽ പോകുന്നത്. കാരണം എന്റെ ഭർത്താവില്ല, എന്റെ കുടുംബക്കാരില്ല, എന്റെ സഹോദരിമാരില്ല, ആരും എനിക്ക് ആ സമയങ്ങളിൽ ഉണ്ടായിട്ടില്ല. അപ്പം പാസ്റ്റിന് ഭയങ്കര വിഷമായിരുന്നു. ഇവളെങ്ങനെ ഈ വീട് കെട്ടു എന്നുള്ളൊരു ചോദ്യമായിരുന്നു. പക്ഷെ ഞാൻ നേരത്തിൽ എന്റെ ദൈവത്തിന്റെ വാക്കിന് മുമ്പിലാണ് ഞാൻ അത് ചെയ്തത്. അപ്പൊ ഞാൻ ഡാഡിയോട് പറഞ്ഞു, ഡാഡി, എന്റെ ഹസ്ബൻഡിന്റെ പപ്പയോട് ഞാൻ പറഞ്ഞു, ഡാഡി എനിക്ക് ഒരു 50,000 രൂപ വേണം ഡാഡി. പിന്നെ എന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞിട്ട് അവർക്ക് കൊടുത്തേച്ചിട്ട് കാലിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഇതായിരുന്നു എന്റെ മനസ്സിലുണ്ടായത്. ഡാഡി പറഞ്ഞു, എന്റെ കയ്യിൽ പൈസ ഇല്ല ബിന്ദു. ഞാൻ ആദ്യമായിട്ടാ ഡാഡിയോട് അങ്ങനെ പൈസ ഞാൻ ചോദിക്കുന്നത്. അന്ന് പിറ്റേത്തെ ദിവസം രാവിലെ ആയപ്പോ പിന്നെ ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അത് പിന്നെ ബിസിനസിന്റെ അകത്ത് തകർന്ന് തരിപ്പണായ മനുഷ്യനായിരുന്നു. ആ മനുഷ്യരെ പ്രാർത്ഥിച്ചു കേൾക്കുമ്പോ ആ രാത്രി പുള്ളിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. നീ ബിന്ദുവിന് എന്തെങ്കിലും ചെയ്യണം എന്ന് പറയുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ആ പിന്നെ ദൈവ മനുഷ്യനെ വിളിച്ചേച്ച് പറഞ്ഞു, ബിന്ദു നിനക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടോ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, ഒരു പ്രയാസമില്ല, ഞാൻ സുഖമായിട്ടിരിക്കുന്നു, ഞാൻ സന്തോഷമായിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാ നിന്റെ പേരും എനിക്ക് അഡ്രസ്സും വേണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ എന്റെ ഡാഡിന്റെ മുന്നിൽ വെച്ചിട്ടാ എനിക്ക് 50,000 രൂപ അവര് എനിക്ക് അക്കൗണ്ടിൽ ഇട്ട് തരുന്നത്. അതാണ് ആദ്യത്തെ എന്റെ ജീവിതത്തിന്റെ അകത്ത് അനുഗ്രഹത്തിന്റെ ഒന്നാമത്തെ ഇതിലോട്ട് വരുന്നത്. ആ പൈസ ഞാൻ ഈ സ്ഥലത്തിന് വേണ്ടി പിന്നെ ഞാൻ കൊടുക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഓരോരുത്തരോടും പിന്നെ ദൈവാത്മാവ് ഇടപെടാൻ തുടങ്ങി. പിന്നെ ബിന്ദു, നീ വീഡിയോ എടുക്കാൻ തുടങ്ങെന്ന് പറഞ്ഞ് എന്റെ കയ്യിൽ പൈസ, എനിക്കറിയത്തില്ല പിന്നെ ദൈവം എങ്ങനെയൊക്കെ ചെയ്ത് എന്ന് ചോദിച്ചാൽ എനിക്ക് എങ്ങനെ പറയാൻ എനിക്ക് അറിയത്തില്ല. പിന്നെ വീടിന്റെ ഇത് തുടങ്ങിയപ്പം എന്റെ പപ്പ പിന്നെ തുടങ്ങി മോൾഡിങ് വരെ എത്തിയപ്പം 2012 പിന്നെ അവസാനം 2013 പിന്നെ ആ ഒരു കാര്യം കൂടി പറയാനുണ്ട്. 2012 പിന്നെ ഇത് പറയാം, പിന്നെ 2000 പിന്നെ വീടിന്റെ മോൾഡിങ് എത്തുമ്പോഴാണ് പപ്പക്ക് വിശ്വാസം വന്നത് ദൈവത്താൽ കഴിയാത്ത ഒരു കാര്യമില്ല എന്നുള്ളത്. അന്ന് മുതല് ഞാൻ എന്തെങ്കിലും ഒരു നെഗറ്റീവ് പോയിന്റ് കഴിവെന്ന് പറയത്തില്ല, എന്തെങ്കിലും പറഞ്ഞ പോലെ ദൈവം എനിക്ക് ഇത്ര വരെയും ചെയ്തില്ല, പിന്നെ നീ എന്തിനാ അങ്ങനെ പറയുന്നേ എന്ന് വിശ്വാസം വർദ്ധിച്ചത് എന്റെ ജീവിതത്തിന്റെ അകത്ത് ഈ വീടിന്റെ പണിയോട് ആരംഭിച്ച് മോൾഡിങ് കെട്ടിയ സമയത്താണ്. ഈ വീട് പണി തുടങ്ങിയ സമയത്തായിരുന്നു പപ്പയ്ക്ക് ക്യാൻസർ വന്നത്. പിന്നെ ക്യാൻസറാന്ന് അറിയത്തില്ലായിരുന്നു. ആ സമയത്ത് ദൈവാത്മാവ് ഇങ്ങനെ പറഞ്ഞു, ഓരോ വർഷം എനിക്ക് ഓരോ പേര് തരുമായിരുന്നു. അപ്പൊ ആ വർഷം എന്നോട് 2012 അവസാനവും 2013 ആരംഭത്തിലും അപ്പൊ എന്നോട് പറഞ്ഞു, ഈ വർഷം ഞാൻ കേൾക്കുന്ന ശബ്ദം ഇന്ന് 3 മാസം വരെ നീ തീയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുമെന്ന് പറഞ്ഞു. അപ്പൊ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ എന്റെ പപ്പയോടും എന്റെ മമ്മിയോടും പിന്നെ എന്റെ മക്കളോടും എന്റെ ഹസ്ബൻഡിനോടും എല്ലാം ഞാൻ പറഞ്ഞു, എവിടെയെങ്കിലും ക്രമീകരണം ചെയ്യാനുണ്ടെങ്കിൽ ക്രമീകരണം ചെയ്തോളണം, തീയുടെ അനുഭവം വരുന്നുണ്ട്. പിന്നെ വെള്ളത്തിൽ വന്നാലും നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം, തീ വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ പറ്റത്തില്ല, വെന്തു പോകും. അപ്പം പിന്നെ അതുകൊണ്ട് പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ പെട്ടെന്ന് ചെയ്യുന്നത് ഉപവാസം പ്രഖ്യാപിച്ച് പ്രാർത്ഥനയ്ക്ക് ഇരിക്കാൻ തുടങ്ങി. ഉപവാസത്തിന്റെ 7ാമത്തെ ദിവസമായപ്പം പിന്നെ ദൈവാത്മാവ് പറഞ്ഞ് നിന്റെ ഹസ്ബൻഡിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ച് പിന്നെ വല്ല പ്രഷറോ ഷുഗറോ എന്തെങ്കിലും ചെക്ക് ചെയ്യാനായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ പപ്പയെ നിർബന്ധിച്ചില്ലേ പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു ഡോക്ടർ ഉണ്ടല്ലോ, ഡോക്ടർ ശശികല. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു, ഇന്ന് സർജൻ വരുന്നുണ്ട്, ഡോക്ടർ ആനന്ദ് വരുന്നുണ്ട്, അതുകൊണ്ട് പിന്നെ ബിന്ദു നമുക്ക് പിന്നെ ഒരു ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാ. ചിരിച്ചോണ്ട് പോയ ഞങ്ങളാ. പക്ഷേ അവിടെ ചെക്കപ്പ് എല്ലാം ചെയ്ത് കഴിഞ്ഞ് പിന്നെ ചെസ്റ്റിന്റെ പിന്നെ മധ്യഭാഗത്ത് വയറിന്റെയും ചെസ്റ്റിന്റെ അടുത്ത് ഇടക്കുള്ള ഭാഗത്ത് വെച്ച് തൊട്ടിട്ട് ചോദിച്ച്, ഇത് എത്ര നാളായി തുടങ്ങിയത്, ഇത് ക്യാൻസർ ആണെന്ന് പറഞ്ഞു. അപ്പത്തേക്ക് ഞങ്ങളല്ല തിരിച്ചു വരുമ്പോ വാവിട്ട് നിലവിളിച്ച് കരയാൻ തുടങ്ങി. ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര കരച്ചിൽ. ഞങ്ങൾ ഈ കരച്ചിൽ കണ്ടിട്ട് ഡോക്ടറിന് ഭയങ്കര സങ്കടമായിപ്പോയി. അപ്പൊ ഡോക്ടർ പറഞ്ഞ് പിന്നെ പേടിക്കുന്നത് വേണ്ടതാ, നമുക്ക് ടെസ്റ്റ് ചെയ്യാം എന്തെന്ന് പറഞ്ഞു. അങ്ങനെ ടെസ്റ്റിലെല്ലാം നോക്കുമ്പോ പിന്നെ ഈ മുഴ വയറ്റിലിരിക്കുന്ന മുഴ
ഏറ്റവും വലുതായിട്ടാ ഉള്ളത്. വേറെ അവയവങ്ങളൊന്നും കാണാൻ, കാരണം കുടൽമാലന്റെയും ഇടക്ക് പിണഞ്ഞു കിടക്കുന്നത് കാരണം കൊണ്ട് പിന്നെ വയറങ്ങനെ പൊങ്ങിയിട്ടില്ലായിരുന്നു. പിന്നെ അങ്ങനെ പിന്നെ നമുക്ക് ആരോഗ്യമുള്ളപ്പോഴില്ലേ ഒരിക്കലും നമ്മുടെ പിന്നെ ദൈവം ആരെന്നോ ദൈവത്തെ സ്തുതിക്കണമെന്നോ ഒന്നും പലപ്പോഴും നമുക്ക് തോന്നത്തില്ല. പക്ഷെ ആരോഗ്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാലല്ലേ, ഒന്ന് നമ്മുടെ സമാധാനം നഷ്ടപ്പെടും, രണ്ട് നമ്മുടെ പണം നഷ്ടപ്പെടും, മൂന്ന് നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടും. ഇത് മൂന്ന് നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് നഷ്ടപ്പെടും. കിട്ടുന്ന സമയം നമ്മൾ പ്രാർത്ഥനയ്ക്ക് മുട്ടുമടക്കി കഴിഞ്ഞാല് അതെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് പിന്നീട് നമുക്കത് ഒരു അസറ്റാണ്. കാരണം എന്റെ ജീവിതത്തിന്റെ അനുഭവത്തോട് ഞാൻ പറയുന്നത്, പപ്പ പിന്നെ കൊണ്ടുപോയി ഞങ്ങൾ കിഡ്ബായ് ഹോസ്പിറ്റലില് കയറി ഇറങ്ങി കയ്യിലുള്ള പൈസ മുഴുവനും പിന്നെ തീർന്ന് ഞങ്ങൾക്ക് ഇനി പോകാൻ ഇനി മാർഗമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാവരും പിന്നെ സംസാരമായി ഞാന് എന്റെ ഹസ്ബൻഡിനെ കൊല്ലാനിരിക്കുക, അതുകൊണ്ട് ട്രീറ്റ്മെന്റ് എടുക്കാത്തതാണെന്ന്. അപ്പൊ ഡോക്ടർമാർ നോക്കി വെച്ച് പറഞ്ഞു, ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇത് പൊട്ടി മരിക്കുക അല്ലാതെ വേറെ ഒരു ഇതില്ല, എത്ര കാലം ജീവിക്കുന്നോ അത്ര കാലം ജീവിക്കട്ടെ എന്ന് പറഞ്ഞു വെച്ചിട്ട് പിന്നെ മുന്നോട്ട് പോകാനേ പറ്റത്തുള്ളൂ. അങ്ങനെ കിഡ്ബായ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അപ്പത്തേക്കും പിന്നെ കുടുംബങ്ങളെല്ലാം എഴുന്നേറ്റു, നീ ഭർത്താവിനെ കൊല്ലാനിരിക്കുവായിരുന്നു, അതുകൊണ്ടാണ് എന്നുള്ള സംസാരങ്ങളെല്ലാം ഉയരാൻ തുടങ്ങിയപ്പോ ഇതൊന്നും ഞാൻ അറിയുന്നില്ല. ഞാൻ മാനസിക നില തെറ്റിയതുപോലെ ഞാൻ ദൈവത്തോട്, ഒരു കർത്താവെ ഒരു സൗഖ്യം കൊടുക്കണം, ഞാൻ അനേകരുടെ ജീവിതത്തിന്റെ അകത്ത് ഇടിവിൽ നിന്നിട്ടുണ്ട് കർത്താവെ, എന്നോട് നീ കരുണ കാണിക്കണം കർത്താവെ. ഞാൻ എല്ലാ സ്റ്റേജുകളിൽ കയറുമ്പോൾ ഞാൻ എന്റെ ദൈവം അത്ഭുത മന്ത്രി എന്നാ പറയുന്നത്. ഇന്ന് നീ എന്റെ അത്ഭുത മന്ത്രിയായിട്ട് എന്റെ ദൈവം എനിക്ക് വെളിപ്പെടണേന്നാ എന്റെ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാം എന്റെ പ്രാർത്ഥന ഉണ്ടായത്. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം ഡാഡി എന്നോട് വന്നിട്ട് പറഞ്ഞ്, പിന്നെ ബിന്ദു നമുക്ക് കേരളത്തിൽ പിന്നെ ഈ എക്സ്റേന്റെ ഇതെല്ലാം കൊണ്ടുപോയി കാണിക്കാം, പിന്നെ അവിടുന്ന് ഡോക്ടർ എന്താ പറയുന്നത് വെച്ചിട്ട് അങ്ങനെ പോകാന്ന് പറഞ്ഞു. അങ്ങനെ ഡാഡി ആ എക്സ്റേന്റെ പിന്നെ ബുധനാഴ്ച 2-1 പറഞ്ഞു വെച്ചിട്ടാണ് ബുധനാഴ്ചത്തേക്ക് ഓപ്പറേഷൻ ഫിക്സ് ചെയ്ത് തിങ്കളാഴ്ച ആകുമ്പോൾ ഡാഡി പിന്നെ ഈ എക്സ്റേന്റെ റിപ്പോർട്ടും കൊണ്ട് നാട്ടില് പിന്നെ കൊണ്ടുപോയി കാണിച്ചു വെച്ചിട്ട് അന്ന് എന്നെ തിരിച്ച് ബുധനാഴ്ച തിരിച്ചെത്താ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഗ്യാരണ്ടിയിലായിരുന്നു ഇവിടുന്ന് പോയത്. പക്ഷെ അവിടെ എത്തിയപ്പോ പറഞ്ഞ്, ബിന്ദു പിന്നെ ഗോഡിനെയും കൊണ്ട് നീ കേരളത്തിലോട്ട് വാ, ഇവിടെ നമുക്ക് 10,000 രൂപയാകത്തുള്ളൂ, പിന്നെ അതുകൊണ്ട് നമുക്ക് എല്ലാരും കൂടി ഷെയർ ചെയ്തിട്ട് എടുക്കാം, അതുകൊണ്ട് നീ ഭാരപ്പെടണ്ട എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ ആ ഒരു ഇതിന്റെ അകത്ത് പിന്നെ ഇവിടുന്നെല്ലാം വിട്ട് ഇവിടുത്തെ ഡോക്ടർ ആനന്ദ്, ആ ദൈവ മനുഷ്യനെ എനിക്ക് ഒരു വാക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ജാതിയായ ഒരു മനുഷ്യൻ എനിക്കൊരു ലെറ്റർ തന്നിട്ട് പറഞ്ഞു, ഇത് എന്റെ പെങ്ങളെ ഭർത്താവിന് പിന്നെ ക്യാൻസർ ആണ്, അതുകൊണ്ട് OT റൂമിൽ കയറുന്ന സമയത്ത് എനിക്കും അതിനുള്ള കയറാനുള്ള അനുമതി തരണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ആ കിഡ്ബായ് ഹോസ്പിറ്റലിലെ വലിയ പിന്നെ ഡോക്ടറെ കൊണ്ടുപോയി കൊടുത്തപ്പോ എന്നോട് പറഞ്ഞു, നിന്റെ പേര് ഷെറിൻ, ആ ഡോക്ടറുടെ പേര് ആനന്ദ്, അതെങ്ങനെ മാച്ചാകുന്നത്, അത് ഒരു ഹിന്ദു ആണല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് പറയാൻ പറ്റത്തില്ല, ഇത് എന്റെ ആങ്ങളെയല്ല, ഇത് എനിക്ക് വേണ്ടി ഞാൻ പറയാതെ എന്റെ ആങ്ങളെയാ, എന്റെ സഹോദരനാ എന്ന് പറഞ്ഞു. പക്ഷെ ഇന്നും ആ ഒരു ഇത് ദൈവം പിന്നെ നടത്തുന്നു. അത് കഴിഞ്ഞ് കേരളത്തിലോട്ട് പോയി കഴിഞ്ഞപ്പം പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞു. പിന്നെ 2013 പിന്നെ ഫെബ്രുവരി 15-ാം തീയതി ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 7 ദിവസമായിട്ടും ഒരു സിംറ്റംസും കാണാഞ്ഞിട്ട് ഇന്നും കൂടി നോക്കാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് എല്ലാവരും പിന്നെ എന്താ പറയണ്ട, എന്നെ സത്യം പറഞ്ഞ അന്ന് എന്റെ ദൈവം ക്രൂശിൽ എന്തി കഴിഞ്ഞാലുള്ള പ്രാണവേദന സഹിക്കുമെന്ന് പറയത്തില്ല, അതുപോലെ അനുഭവിച്ച ഒരു ദിവസമായിരുന്നു എന്റെ ജീവിതത്തിന്റെ അകത്ത്. കാരണം ഒരു വയറ്റില് പിന്നെ ഒരു മുഴ വളരുന്നത് ഭാര്യ എങ്ങനെ അറിയാനോ, പുറത്തെവിടെയും കാണുവാണെങ്കിൽ നമുക്കത് പറയാം, പക്ഷെ അകത്ത് വളരുന്ന സാധനം എങ്ങനെ കാണാനാ, നീ എന്തുകൊണ്ടില്ല, അപ്പൊ നീ നല്ല ഭാര്യയല്ല, പിന്നെ നീ നല്ല പിന്നെ ഇതല്ല, നീ പിന്നെ കൊല്ലാനിരുന്നതാ, അങ്ങനെയുള്ള സംസാരങ്ങളും പിന്നെ എനിക്കത് പറഞ്ഞറിയിക്കാൻ എനിക്ക് അറിയത്തില്ല. അതുപോലെ തീച്ചൂളയുടെ അനുഭവത്തിലൂടെ പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് അന്ന് രാത്രി ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ ഓപ്പറേഷൻ കഴിഞ്ഞ് 7 ദിവസമായിട്ടും ഒരു വിടുതൽ അതിന്റെ അകത്ത് നടന്നിട്ടില്ല. കാരണം ഓപ്പറേഷൻ കഴിഞ്ഞ് അതിൻ്റെതായ ഒരു സിംറ്റംസ് കാണിക്കും, അന്നേരം അത് സക്സസ് ആയി എന്നുള്ളത് പറയുന്നത്. അന്നേരം പിന്നെ ഞാൻ അന്ന് രാത്രി ദൈവസന്നിധിയിൽ ഇരുന്നിട്ട് കരഞ്ഞേച്ച് പറഞ്ഞു, കർത്താവേ ഞാൻ ഇന്ന് നിന്റെ മോളായിട്ടല്ല വരുന്നത്, എപ്പോഴും ഞാൻ പ്രാർത്ഥനാ റൂമിലെത്തിയിട്ട് നിന്റെ മോള് വന്നിട്ടുണ്ട്, അപ്പാ നീ ഇറങ്ങി വരണേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ അന്ന് ഞാൻ പറഞ്ഞത്, നിന്റെ മോളല്ല കർത്താവേ, റോഡിലിരിക്കുന്ന പിച്ചക്കാർത്തിയാ ഞാന്, പിച്ചക്കാർക്ക് 1 രൂപ തുണ്ടിട്ട് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ നീ എന്റെ പിന്നെ ഗോഡേറ്റിനെ എനിക്ക് തിരിച്ചു മടക്കി തന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു.
അന്ന് ഞാൻ ഈ ചുരിദാറിന്റെ ഷോൾ ഇങ്ങനെ നിവർത്തി വെച്ചേച്ചിട്ട് ഇങ്ങനെ വെച്ചേച്ച് പറഞ്ഞ് അപ്പ ഇതിനകത്ത് എനിക്ക് ജീവൻ ഇട്ട് തരണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വാവിട്ട് കരഞ്ഞത്. എന്റെ ജീവിതത്തിനകത്ത് ഇന്ന് വരെയും ഞാൻ അതെന്റെ ജീവിതത്തിലേക്ക് മറക്കാൻ പറ്റാത്ത ഒരു വേദനയാണ്. എന്റെ ദൈവത്തോട് അത്രയും ക്രൂരമായിട്ട് ഒരു ഇടപെട്ട ഒരു ദിവസം ഉണ്ടെങ്കിൽ അത് അന്നത്തെ ദിവസമാണ്. അന്നത്തെ ദിവസമായിരുന്നു എന്റെ ജീവിതത്തിന് അത്രയും ഞാൻ ക്രൂരമായിട്ട് ഭിക്ഷക്കാർക്ക് ഇട്ട് കൊടുക്കുന്ന 1 രൂപ തുണ്ട് എനിക്ക് ഇട്ടതാ, എന്റെ ജീവൻ ഇട്ടതാ എന്ന് പറഞ്ഞു. അന്ന് രാത്രി എന്നെ ആരോ സ്പർശിക്കുന്നത് ഞാൻ നോക്കുമ്പോ എന്റെ റൂമിൽ ആരുമില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി എന്റെ ദൈവം ഇറങ്ങി വന്ന് അത്ഭുതം ചെയ്തിരിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം ആരും എന്നെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ട് നീ പോകണ്ട എന്നുള്ളൊരു സംസാരമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ഭർത്താവിനെ നോക്കണ്ട എന്റെ കടമയാണ്, അപ്പൊ ഞാനത് പോയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു വെച്ചിട്ട് ഞാൻ പിന്നെ ഹോസ്പിറ്റലിലോട്ട് എന്റെ നിർബന്ധത്താല ഞാൻ അവിടുന്ന് പോയത്. എനിക്ക് വീസിങ്ങിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു, തുമ്മലുണ്ടായിരുന്നു, ആ ഒരു കാരണം കൊണ്ട് ഇൻഫെക്ഷൻ ആകുമോ എന്നൊക്കെ പറഞ്ഞിട്ടാ. അങ്ങനെ ഞാന് പിന്നെ ഹോസ്പിറ്റലിലോട്ട് പോയി കഴിഞ്ഞപ്പം പിന്നെ അന്ന് ഞാൻ പിന്നെ ഞാൻ അവിടെ ഒറ്റക്കായിരുന്നു. എന്റെ പപ്പനെ എഴുന്നേൽപ്പിക്കാനും ഒക്കെ ഉണ്ടായി. അപ്പൊ ഡോക്ടർ അന്ന് വന്നിട്ട് പറയാ എന്ത് വേണമെങ്കിലും കൊടുത്തോ, പിന്നെ ഓപ്പറേഷൻ സക്സസ് ആണെന്ന് പറഞ്ഞു. അന്നേരം പിന്നെ എന്താ ഡോക്ടറെ കഴിക്കാൻ കൊടുക്കേണ്ടത് പറഞ്ഞ പുള്ളിക്ക് എന്താ ഇഷ്ടമുള്ളത് പറഞ്ഞു. ചക്കയും കപ്പയും ഒഴിച്ച് വേറെ എല്ലാം കൊടുത്തോളാൻ പറഞ്ഞു. അന്നേരം പപ്പ പറഞ്ഞു, അന്നേരം ആ ദിവസങ്ങളിലെല്ലാം വിശന്നിട്ട് എന്നോട് പറഞ്ഞു എനിക്ക് എന്തെങ്കിലും താന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർ പറയാതെ നമുക്കൊന്നും കൊടുക്കാനും പറ്റത്തില്ലല്ലോ. ബീഫ് കറിയും എനിക്ക് പൊറോട്ടയും മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോ പിന്നെ 7-8 ദിവസമായ മനുഷ്യന് കൊടുത്ത ബീഫ് കറിയും പൊറോട്ടയായിരുന്നു. സാധാരണ കഞ്ഞി കൊടുത്തേച്ചിട്ട് മാത്രം കൊടുക്കാനാ ഞാൻ എല്ലായിടത്തും കേട്ടിട്ടുള്ളത്. പക്ഷെ ഡോക്ടറിനോട് പറഞ്ഞു എല്ലാം കൊടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ അത് കൊടുത്ത് അത് കഴിഞ്ഞിട്ട് പറഞ്ഞു 1 വർഷേ ജീവിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. ആ 1 വർഷം പിന്നെ 1 വർഷേ ജീവിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞില്ല ഡോക്ടറെ, ഇത്ര ജീവൻ തന്ന എന്റെ ദൈവത്തിന് പിന്നെ ഇനിയും ജീവൻ തരാമല്ലോ. അപ്പൊ എനിക്ക് 1 വർഷം കിട്ടിയ സന്തോഷം ആരോട് അറിയിക്കണം എന്നറിയത്തില്ല. പക്ഷെ അതിനു മുമ്പേ പിന്നെ ആ സമയങ്ങളില് പിന്നെ ഒരു നല്ല എമൗണ്ട് ആയി ഹോസ്പിറ്റലിൽ. അപ്പൊ എന്നെ കൊണ്ട് കെട്ടാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. കാരണം എന്റെ മോള് 12th, എന്റെ മോന് 10th, ഇതെല്ലാം പിന്നെ ഒരു എന്താ പറയുക ഒരു പിന്നെ ഒരു ഡെസ്റ്റിനിലേക്ക് തിരിയേണ്ട ഒരു ടൈമിലാണ് എന്റെ ജീവിതത്തിനകത്ത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നത്. അപ്പം പിന്നെ അവിടെ എത്തിയപ്പോ എന്നോട് പറഞ്ഞു നീ എന്നെ എന്താ കടം വാങ്ങിക്കോ എന്താ വേണമെങ്കിൽ ചെയ്തോ, എന്താ അതൊന്നും ആയിരിക്കില്ല, ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല, വാട്ട് ഡു എന്ന് ചോദിച്ചു. അപ്പൊ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എല്ലാവരും എന്നെ കൈവിട്ടതുപോലെയായി. ഞാൻ ആരോട് ചോദിക്കണം? എനിക്ക് ആരും ചോദിക്കാനില്ല. അഥവാ ഞാൻ വാങ്ങിച്ചാല് ഞാൻ എന്ത് കണ്ടിട്ട് കൊടുക്കും? പാസ്റ്ററുകൾ എപ്പോഴും ഞങ്ങളോട് ഒരു കാര്യം നമുക്ക് ആ സമയങ്ങളിൽ പഠിപ്പിക്കുമായിരുന്നു. നമുക്ക് 1 രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ 10 രൂപ നമ്മളെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ 1 രൂപ നിങ്ങൾ ദശാംശം മാറ്റി വെച്ച് 9 രൂപ എടുത്തിട്ട് വെക്കണം. 9 രൂപയെന്ന് അതിന്റെ അകത്ത് നിങ്ങൾ ജീവിക്കാൻ പഠിക്കണം, കടം വാങ്ങിക്കരുത് എന്ന് എന്റെ പാസ്റ്ററുകൾ പറയുമായിരുന്നു. അത് ഞാൻ അതുപോലെ എന്റെ ഇതിനകത്ത് 1 രൂപ ഞാൻ എന്റെ ദശാംശം ഞാൻ അവിടെ മാറ്റി വെക്കും. പിന്നെ ഞാൻ 1 രൂപ പിന്നെ അത്യാവശ്യം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എടുക്കാൻ അത് മാറ്റി വെക്കും. പിന്നെ 8 രൂപ കൊണ്ടാ എന്റെ ജീവിതം ഉള്ളത്. അതെല്ലാം അതിന്റെ അകത്ത് ഒതുക്കും ഞാൻ. അങ്ങനെയായിരുന്നു. അപ്പൊ ഞാൻ നോക്കുമ്പോ എനിക്ക് ജോലിയില്ല, എന്റെ മക്കൾ 2 പഠിക്കുകയെന്ന്, എന്റെ അപ്പനും അമ്മയും പ്രായമായി, എന്റെ അപ്പന്റെ പെൻഷൻ കൊണ്ടാ എന്റെ വീട് കഴിയുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷന്റെ അകത്തുനിന്ന് ഞാൻ ഈ 1 ലക്ഷം രൂപ പിന്നെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ കൊടുക്കും? അങ്ങനെ ഒരു ചിന്ത എന്നെ വല്ലാതെ ഭരിക്കാൻ തുടങ്ങി. അപ്പൊ എനിക്ക് എന്റെ മുന്നിൽ മരണം മാത്രമേ ഉള്ളൂ. അപ്പം പിന്നെ ഹോസ്പിറ്റലാണെങ്കിൽ നേഴ്സുമാർ എന്നെ പുറത്തു വിടത്തില്ല. എന്താ കാര്യം എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ബാംഗ്ലൂർ പോയിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ട് ഞാൻ പൈസ അടക്കാം എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു ഇല്ല, ബാംഗ്ലൂർ പോകാൻ പറ്റത്തില്ല, പിന്നെ ഞാന് പപ്പയെ വിട്ടേച്ച് പോവുക എന്നുള്ളൊരു സംസാരം അവിടെ പിന്നെ ഹോസ്പിറ്റലിലും ഒരു പ്രചരണം പോലെ ആക്കി. അപ്പൊ അതൊക്കെ കേട്ടപ്പോ എനിക്ക് എന്തിനാ ഞാൻ ജീവിക്കുന്നത്, എന്തിനാ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് എന്നുള്ള ചിന്ത വന്നിട്ട് ഞാൻ ഒരു തീരുമാനം എടുത്ത് 7 നില മണ്ടയില ഉണ്ടായിരുന്നു എന്റെ പപ്പ പിന്നെ ഓപ്പറേഷൻ ചെയ്ത് കിടക്കുന്നത്, അല്ല ഹസ്ബൻഡ് കിടക്കുന്നത്. അപ്പൊ ഞാൻ വെച്ചാൽ അവിടുന്ന് ആത്മഹത്യം ചെയ്യാം, അത് മാത്രമേ ഉള്ളൂ എന്റെ മുമ്പില് എന്ന് പറഞ്ഞിട്ട് അതിന് മുമ്പേ ഞാൻ പാസ്റ്റാൻഡി ഒന്ന് വിളിച്ചേച്ച് പറഞ്ഞു, ആന്റി ഈ ഇത്രയും പൈസ ഞാൻ എങ്ങനെ കെട്ടാൻ, എനിക്ക് അറിയത്തില്ല ആന്റി, ഞാൻ ജീവിച്ചിരിക്കത്തില്ല ആന്റി, എന്റെ ബാധ്യതയായിട്ട് കടക്കാരന്റെ വീട്ടിൽ വരാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഞാൻ ആന്റിയോട് പറഞ്ഞ് ഞാൻ കരയാനിടയായി തീർന്നു. ഞാൻ ഫോൺ വെച്ച് പാസ്റ്റാൻഡി പിന്നെ അതുപോലെ സഭ ചേർന്ന് സഭ എനിക്ക് വേണ്ടി പിന്നെ ആ പൈസ അടച്ചു. അങ്ങനെയാ ഞാൻ ആ ഹോസ്പിറ്റലിൽ തിരിച്ച് ഞാൻ പിന്നെ എന്റെ മൂത്ത ചേച്ചിന്റെ പിന്നെ ഗോഡിയേട്ടന്റെ പിന്നെ മൂത്ത ചേച്ചിന്റെ വീട്ടിലായിരുന്നു
അവിടെ കൊണ്ടുവിട്ട് ഞാൻ പിന്നെ ബാംഗ്ലൂരിലോട്ട് തിരിച്ചു വന്നു. ഞാൻ സമനില ഫുൾ എന്റെ തെറ്റിയ ഒരു സാഹചര്യത്തിലൂടെയായിരുന്നു ഞാൻ അവിടെ ഉണ്ടായത്. അങ്ങനെ ഞാന് പിന്നെ ആ വരുന്ന ട്രെയിന് പിന്നെ അപ്പൊ ഒരു കാര്യം എനിക്ക് അതിനകത്തുനിന്ന് മനസ്സിലായതെന്ന് പറഞ്ഞാല്, ഒരു വിളിയുള്ള വ്യക്തി ആ വ്യക്തി ഒരിക്കലും തിരിച്ചറിയത്തില്ല എന്റെ മേലും എന്ത് വിളിയുണ്ട്, ദൈവത്തിന് ഒരു ഉദ്ദേശമുള്ളത് പലപ്പോഴും നമ്മൾ തിരിച്ചറിയത്തില്ല. പക്ഷെ നമ്മളെയും കാട്ടി പിശാചിന് ശരിക്കും അറിയാന്നുള്ളത് അന്ന് എന്റെ ജീവിതത്തിൽ എനിക്ക് തിരിച്ചറിയാൻ ഇടയായി തീർന്നു. ഞാൻ കയറിയ കണ്ണൂർ ട്രെയിന് പിന്നെ ബോഗി കത്തിയച്ചിട്ട് കാട്ടിലായിരുന്നു. ഞാൻ രാവിലെ ആഹാരം കഴിച്ചില്ല, ഉച്ചക്ക് കഴിച്ചില്ല, പിറ്റേന്നില്ല. ഞാൻ വിചാരിച്ചു വണ്ടിയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കാന്ന് വിചാരിച്ചിട്ട് വണ്ടിയിൽ ഒരു ബോട്ടിൽ വെള്ളമില്ല. കാരണം കാട്ടിന്റെ അകത്ത് അകപ്പെട്ട് ബോഗി കത്തിയത് കാരണം കൊണ്ട് ആ ബോഗി ചേഞ്ച് ചെയ്യാൻ വേണ്ടിട്ട്. പക്ഷേ ഒരു പോറൽ പോലും ഏൽക്കാതെ എന്റെ ദൈവം അവിടുന്ന് രക്ഷപ്പെട്ട് തിരിച്ച് ഞാൻ ബാംഗ്ലൂരിലോട്ട് തിരിച്ചു വന്നു. അത് കഴിഞ്ഞപ്പോഴാന്ന് ഒരു വർഷം പിന്നെ നിൽക്കുന്നു പറഞ്ഞപ്പം ആ ഒരു വർഷം തീരാനാവുമ്പം ഞങ്ങള് രണ്ടുപേരും ചർച്ചിലെ പ്രാർത്ഥനയും കഴിഞ്ഞ് വന്നപ്പോ ഞങ്ങൾ വൈകുന്നേരം രണ്ടുപേരും കാപ്പി ഇട്ട് കുടിക്കും. അപ്പൊ അന്ന് എന്നോട് പറഞ്ഞു, ബിന്ദു എനിക്ക് ഇന്ന് കാപ്പി വേണ്ടാന്ന് പറഞ്ഞു. എനിക്ക് അറിയത്തില്ല എന്താ കാര്യമെന്ന്. അപ്പൊ നാളെ അന്ന് വൈകുന്നേരം എനിക്ക് മീറ്റിംഗ് ഉള്ളത് കാരണം കൊണ്ട് കൊല്ലത്ത് മീറ്റിംഗ് ഉണ്ടായിരുന്നു, വടകര മീറ്റിംഗ് ഉണ്ടായിരുന്നു, വയനാട് ഉണ്ടായിരുന്നു. ഈ വയനാട് കഴിഞ്ഞിട്ട് ഞാൻ കൊല്ലത്തോട്ട് പോകും. കൊല്ലത്ത് കഴിഞ്ഞിട്ട് പിന്നെ വടകരയിലോട്ട് വരുമായിരുന്നു. അങ്ങനെ ആ പിന്നെ മീറ്റിംഗിൽ നിൽക്കുന്ന സമയത്ത് പിന്നെ ഞാൻ പപ്പ അപ്പോഴത്തേക്കും അരക്ക് കീഴെ തളർന്ന പോലെ ആയിപ്പോയി. നടക്കാൻ പറ്റുന്നില്ല, എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നില്ല. കാരണം ഒരു വർഷം ആകുമ്പോഴത്തേക്ക് പോകുന്നല്ലേ ഡോക്ടർമാർ പിന്നെ പറഞ്ഞത്. അപ്പൊ അത് കഴിഞ്ഞപ്പോ എന്റെ അമ്മ വിളിച്ചിട്ട് ഞാൻ പോകുന്നവരെയും പപ്പ കട്ടിലിന്റെ അകത്തുനിന്ന് എഴുന്നേറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, പപ്പ പോകുക, എന്താ എഴുന്നേൽക്കാത്തെന്ന് വെച്ച്. അല്ല ഞാൻ രാത്രി ശരിക്കും ഉറങ്ങിയിട്ടില്ല, നീ പോ. ഓ എന്നെ നീ നോക്കിയിരിക്കണ്ട, ഞാൻ ജീവിച്ചാലും ദൈവത്തിന്റെ കയ്യില, ഞാൻ മരിച്ചാലും ദൈവത്തിന്റെ കയ്യില, അതുകൊണ്ട് നീ എന്നെ നോക്കണ്ട, നീ പോ എന്ന് പറഞ്ഞു. കർത്താവിന്റെ വേല മാത്രം നീ പിന്നെ മടിയോടെ നീ കാണരുത്, നീ പൊക്കോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പ്രത്യേകിച്ച് ഒന്നും കണ്ടില്ല, ഞാൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോ പിന്നെ കൊല്ലത്തെ മീറ്റിംഗ് കഴിഞ്ഞ് അല്ല വയനാട്ടിലെ മീറ്റിംഗ് കഴിഞ്ഞ് കൊല്ലത്ത് കഴിഞ്ഞ് വെച്ചിട്ട് കൊല്ലത്ത് ഞാൻ തിരിച്ച് പിന്നെ കൊല്ലത്തിലോട്ട് എത്തിക്കഴിഞ്ഞപ്പോ കൊല്ലത്ത് നിന്ന് റണ്ണിങ് ആകുമ്പോ അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ അറിയോ ബിന്ദു, ബോഡിക്ക് തീരെ സുഖമില്ല, പനി തുടങ്ങി, എഴഞ്ഞാ നടക്കുന്നത്. എഴഞ്ഞാ കട്ടിലിനകത്ത് കമിഴ്ന്ന് വീണേച്ചിട്ട് എഴഞ്ഞിട്ടാ ബാത്റൂമിൽ പോകുന്നത്. അപ്പം പിന്നെ നീ പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചപ്പം പറഞ്ഞു, ബിന്ദു എനിക്ക് ഒരു കുഴപ്പമില്ല, അമ്മ വെറുതെ പറഞ്ഞതാ, മോളുണ്ട്, മോനുണ്ട്, അമ്മയുണ്ട്, എല്ലാരും ഇവിടെ ഉണ്ട്, നീ ദൈവത്തിന്റെ വേല എടുത്ത് നീ വന്നിട്ട് എന്ത് ചെയ്യാനാ, നിനക്ക് എന്നെ സൗഖ്യമാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച് ഞാൻ അന്നേരം മുതൽ കരയാൻ തുടങ്ങി. എന്റെ സമനില മുഴുവൻ തെറ്റിയ പോലെയായി. അപ്പൊ ഞാൻ ഒരു വർഷം എന്നുള്ള ഡോക്ടർമാരുടെ വാക്കുകളും എല്ലാം എന്റെ ഹൃദയത്തിനകത്ത് ഇങ്ങനെ പിന്നെ എന്താ പറയണ്ട ഇന്ന് കറങ്ങാൻ തുടങ്ങി. അപ്പം ഞാൻ എന്ത് ചെയ്ത് പിന്നെ വണ്ടിയിൽ ഇരിക്കുമ്പോ പറയാ, അപ്പൊ വിശ്വാസത്താൽ ഞാൻ പറയാ, ജീവിക്കും, മരിക്കയില്ല, ജീവനോടിരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ കുറിച്ച് വർണ്ണിക്കോ. കാരണം എന്റെ ഹസ്ബൻഡിന്റെ പപ്പയോട് ഒരു ദിവസം ഞാൻ പൈസ എനിക്ക് ഷെയർ എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം ഒരു വഴക്കിട്ടിട്ട് ഞാൻ കണ്ടിട്ടില്ല. തന്നിട്ടില്ലെങ്കിൽ തന്നിട്ടില്ല, ഇല്ലെങ്കിൽ ഇല്ല, ആ ഒരു രീതിയിലായിരുന്നു പിന്നെ എന്റെ ഹസ്ബൻഡ് പപ്പയോട് ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവേ മക്കളെ കാണാൻ എന്റെ പപ്പക്ക് അവകാശമുണ്ട് കർത്താവേ. ഒരു മനുഷ്യന്റെ പിടിച്ചു പറിക്കാൻ പോയിട്ടില്ല, ഒരിടത്ത് എനിക്ക് താന്ന് പറഞ്ഞിട്ട് പോയിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല കർത്താവേ. പപ്പ നന്മ കണ്ടേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് പിന്നെ ഞാൻ ആ ട്രെയിനിന്റെ അകത്ത് ഇരിക്കുമ്പോ 27 വയസ്സുള്ള ഒരു വ്യക്തി എന്നോട് വന്നിട്ട്, സഹോദരി എന്നോട് പറയാ, ഞാൻ 27ാമത്തെ വയസ്സിലെ വിധവയായി പിന്നെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കഥ പറയാൻ തുടങ്ങി. ഒരു പരിചയമില്ലാത്ത വ്യക്തി. ഞാൻ വിശ്വാസത്തിന്റെ പദങ്ങൾ ഇങ്ങനെ വിളിച്ച് പറയുമ്പോഴാ ഈ വ്യക്തി എന്നോട് ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, നീ വിധവയാണെങ്കിൽ ഞാൻ എന്ത് വേണം, എന്റെ മനസ്സിൽ പോരുക. അവസാനം ഞാൻ എന്ത് ചെയ്ത്, സിസ്റ്റർ എവിടെ താമസിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ കോഴിക്കോടാ, ഞാൻ ഒരു പാസ്റ്റർ നമ്പർ തരാം, നോബിൾ പി തോമസിന്റെ നമ്പർ തരാം, ആ ചർച്ചിൽ സിസ്റ്റർ പോണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഈ ജനലിന്റെ അകത്ത് വാവിട്ട് കരയുവാന്ന്. കാരണം പിന്നെ എന്ത് ചെയ്യണം കർത്താവ് ഞാൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ എനിക്ക് കൺട്രോൾ ഇല്ലാണ്ട് ഞാൻ ട്രെയിനിന്റെ അകത്ത് ഇരുന്ന് കരയായിരുന്നു. അന്നേരം ഉണ്ട് ഒരിക്കൽ ഒരു 10 മണിയാകുമ്പോൾ ഒരു കോള് വന്ന് വെച്ചിട്ട് പറഞ്ഞു, ഞാൻ പിന്നെ നേപ്പാളിൽ നിന്ന് വിളിക്കുന്ന ഇന്ന പിന്നെ ഒരു സഹോദരിയാണ് നമ്പർ കൊടുത്ത, നേപ്പാളിൽ നിന്ന് വിളിക്കുക, ആ പാസിനെ എനിക്ക് അറിയത്തില്ല, ഇന്ന് രാത്രി 10 മണിയാകുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ഇരിക്കും, നമുക്ക് ഒരുമിച്ച് ഇരിക്കാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ ഞാൻ വടകരയിൽ പോയിക്കൊണ്ടിരിക്കുക, ഞാൻ 9 മണിയാകുമ്പോഴത്തേക്ക് അവിടെ എത്തും, 10 മണിയാകുമ്പോൾ ഇരിക്കാന്ന് പറഞ്ഞു. ആ ഒരു പ്രാർത്ഥന ഒരു എത്ര സമയം പോയിന്ന് എനിക്കറിയത്തില്ല. അത്രയും സമയം പിന്നെ ഇരിക്കുന്ന സമയത്ത് എന്നെ ആരോ സ്പർശിക്കുന്നത്, എന്നെ ഒരു വെളിപ്പാട് ദൈവം എടുത്ത് കാണിച്ചു. കൈക്കകത്ത് വയറിന്റെ അകത്ത് പോയിട്ട് എന്തൊക്കെയോ പിടിച്ചു പറിച്ച് ദൂരെ കളയുന്ന ഒരു കാഴ്ച കണ്ടു.
ഞാൻ ഒത്തിരി ദൈവത്തെ സ്തുതിച്ചു. കർത്താവ് എന്റെ ഗോഡേറ്റിന് ദൈവം വിടുതൽ തന്നതിനായി സ്തോത്രം സ്തോത്രം. അന്നത്തെ മീറ്റിംഗില് ഞാൻ ഇന്ന് വരെ അനുഭവിക്കാത്ത ഒരു അസാധാരണ ദൈവ സാന്നിധ്യം ഞാൻ ആ മീറ്റിംഗിനകത്ത് കാണാൻ ഇടയായി തീർന്നു. ആ മീറ്റിംഗിന്റെ അകത്ത് ഇന്ന് ആ സഹോദരി ഇല്ല. അന്ന് ബ്ലഡ് ക്യാൻസർ ആയ ആ സഹോദരി ദൈവം സൗഖ്യം കൊടുത്തു. പക്ഷെ ഇന്ന് ഭൂമിക്കകത്തില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവത്തിന്റെ പ്രമാണത്തിനകത്ത് ഇത് പോകാൻ പറ്റത്തില്ലല്ലോ. ഇന്ന് ഭൂമിക്കകത്തില്ല ആ സഹോദരി. അങ്ങനെ ഞാന് വീട്ടിൽ തിരിച്ച് വടകരയിലെ മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചു വരുമ്പോ പനിച്ച് വരച്ച് ഞാൻ കണ്ട വെളിപ്പാടും ഞാൻ വീട്ടിലെ സിറ്റുവേഷനും എല്ലാം ഡിഫറെന്റ് ആയിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു, കർത്താവേ എന്നോട് പറഞ്ഞ വാക്ക് എന്തിയാ കർത്താവേ, നീ എന്നോട് പറഞ്ഞതല്ലേ, എന്തിയാ കർത്താവേ എന്നൊരു ചോദ്യമായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് വെച്ചിട്ട് ഞാൻ എപ്പോഴും ഈ എല്ലാ മാസവും ട്രീറ്റ്മെന്റിന് പോകണം. മാസം ആ മാസം ട്രീറ്റ്മെന്റിന് പോകുന്ന സമയത്ത് ട്രെയിനിന് പപ്പക്ക് ബുക്ക് ചെയ്യും. ഞാൻ ലേഡീസ് കമ്പാർട്ട്മെന്റിലാണ് ഇരുന്നിട്ടാ ഞാൻ പോവുക. അപ്പൊ ആ ദിവസം മാത്രം ഞാൻ എന്ത് ചെയ്ത് ലേഡീസ് കമ്പാർട്ട്മെന്റിൽ ബുക്ക് ചെയ്യാതെ ഞങ്ങൾ ഒരുമിച്ച് ബുക്ക് ചെയ്തിട്ടാ പോകുന്നത്. എനിക്കിത് എന്താ ചെയ്യുന്നതെന്ന് അറിയത്തില്ലായിരുന്നു. പക്ഷേ ആ ബുക്കിങ് ഞാൻ പല പ്രാവശ്യം ഈ പപ്പക്ക് ഈ സിറ്റുവേഷൻ വന്നപ്പോ ക്യാൻസൽ ചെയ്യാൻ നോക്കിയിട്ട് ക്യാൻസൽ ആയിട്ടില്ല. ക്യാൻസൽ ആവാതെ അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ ഏരിയയിലുള്ള അങ്കിളിനെ വിളിച്ചു പറഞ്ഞു, അങ്കിളെ ഡോക്ടറെ അടുത്ത് വരുന്നില്ല, എങ്ങനെയെങ്കിലും എനിക്ക് കണ്ണൂരിൽ എത്തണം എന്ന് പറഞ്ഞ്. ഈ നടക്കാൻ വയ്യാത്ത പപ്പയും കൊണ്ട് ഞാൻ എങ്ങനെ പോകാനാ? അപ്പൊ ഞാൻ ഒത്തിരി വിഷമിച്ച് ഒത്തിരി ഞാൻ കരഞ്ഞ ഒരു സന്ദർഭങ്ങളൊക്കെ ആയിരുന്നു ആ സമയങ്ങളിലെല്ലാം. ഒരു ഭാഗത്ത് ഒരു പെട്ടി, ഒരു ഭാഗത്ത് എന്റെ പപ്പ. അപ്പൊ ഞാൻ പറഞ്ഞു, അകത്ത് കയറി വെച്ച് പറഞ്ഞു, സാറേ ഞാൻ ബുക്ക് ചെയ്ത ടിക്കറ്റ് ക്യാൻസൽ ആയിട്ടുണ്ടോ, ക്യാൻസൽ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്, ഇന്ന് ഇതാന്ന് പറഞ്ഞു. അന്നേരം TTR എന്നോട് പറഞ്ഞു, ഇല്ല ടിക്കറ്റ് ക്യാൻസൽ ആയിട്ടില്ല എന്ന് പറയാനിടയെത്തിരുന്നു. അവിടെയും എന്റെ ജീവിതത്തിനകത്ത് അത്ഭുതം കാണാനിടയെത്തിരുന്നു. അവിടുന്ന് 1 മണിക്കൂർ യാത്രയുണ്ട് പരിയാരം മെഡിക്കൽ കോളേജിലോട്ട് പോകാൻ വേണ്ടിട്ട്. കണ്ണൂരിൽ 1 മണിക്കൂർ 3/4 മണിക്കൂറോളം ഉണ്ട് തോന്നുന്നു പരിയാരം മെഡിക്കൽ കോളേജിൽ. എങ്ങനെ എത്തിച്ചെന്ന് എനിക്കറിയത്തില്ല. കാരണം പപ്പക്ക് ഈ അസുഖം വന്ന സമയത്ത് കുടുംബമെല്ലാം ഞങ്ങളെ തള്ളി. കാരണം എന്ന് പറഞ്ഞാല് എല്ലാവർക്കും ബാധ്യത ഏറ്റെടുക്കുമെന്ന്. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരാൾ പ്രസംഗിക്കുന്നത് കേട്ടതാണ് ഞാനിപ്പം പറയാൻ കാരണം. ബാധ്യത ഏറ്റെടുക്കോ എന്നുള്ളൊരു ഭയം കൊണ്ട് ആരും മക്കൾ കുടിച്ചോ കഴിച്ചോ ഒന്നും ആരും എന്നോട് ചോദിക്കാൻ എനിക്ക് ആരും ഉണ്ടായിട്ടില്ല. ആ ഒരു സിറ്റുവേഷന്റെ അകത്തൂടെ ഞാൻ ആ സമയങ്ങളിലോട്ട് കടന്നുപോയി. അങ്ങനെ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഡോക്ടർ സുധാകരൻ എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ല നിന്റെ ദൈവം എന്തിയേ ദൈവം ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല ഡോക്ടറെ, എന്റെ ദൈവം ജീവിക്കുന്ന ദൈവ, എന്റെ ദൈവം ജീവനുള്ള ദൈവ. ഇതൊക്കെ പറയുമ്പോഴും എന്റെ അകത്ത് കരച്ചലോട് കരച്ചല. അപ്പൊ ഞാൻ പറയേണ്ടവരോട് ഞാൻ പറഞ്ഞ് ഞാൻ പേര് പറയത്തില്ല എന്ന് പറഞ്ഞ് ഒന്ന് ഗോഡേറ്റെ വിളിച്ചിട്ട് ഹോസ്പിറ്റലിലോട്ട് ഒന്ന് പോകാൻ പറ എന്ന് പറഞ്ഞപ്പോ അത് ക്യാൻസറിന്റെ ലാസ്റ്റ് സ്റ്റേജാ ബിന്ദു, അതൊന്നും ഓർത്തില്ല, 1 മാസേ ജീവിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ദിവസം കണക്കൂട്ടുക, 27, 28, 24, 23, 22, 22, 1, 20, 19. ഞാൻ മെന്റലി ഡിപ്രഷനിലോട്ട് പോവുകയെന്ന്. കാരണം ഒരു ഭാര്യ ഭർത്താവ് ജീവിതത്തിന്റെ അകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ നമ്മളെ വിട്ട് പിരിയാന്ന് പറയുന്ന ഒരു സന്ദർഭം അതൊരു ഭയങ്കര കഠിനമാണ്. എന്ന് പറഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ നമ്മളെ ഹസ്ബൻഡ് നഷ്ടപ്പെടുക എന്ന് പറയുന്നത് സഹിക്കാൻ പോലും പറ്റാത്ത ഒരു വേദനയാണ്. അതെന്റെ ജീവിതത്തിന്റെ അകത്ത് ഞാൻ അതന്ന് മനസ്സിലാക്കാൻ ഇടയായി തീർന്നു. കാരണം നമ്മളെ കൂടെ ഉള്ളപ്പോ അതെന്താ വില എന്ന് ആർക്കും അറിയത്തില്ല. പക്ഷെ അന്ന് ഞാൻ മനസ്സിലാക്കി, കർത്താവേ ഈ പപ്പ ഉണ്ടായിട്ട് പോലും ഇങ്ങനെയാകുമ്പോ പപ്പ നമ്മളെ കയ്യിൽ നഷ്ടപ്പെടും, നമ്മളെ അവസ്ഥ എന്തായിരിക്കും എന്നൊരു ചിന്ത എന്നെ വല്ലാതെ ഭരിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞപ്പോ 1 മാസമേ ഉണ്ടോ വിളിക്കുന്നു പറഞ്ഞു. ഒരു ദിവസം പോലും വിളിച്ചിട്ടില്ല. മനസ്സിലായ? വിളിച്ചിട്ട് വന്ന് നീ ഹോസ്പിറ്റലിൽ പോ എന്ന് പറഞ്ഞ് ദൈവം ചെയ്യോ, നമ്മളെ കൂടെ പ്രാർത്ഥിക്കാൻ ഉണ്ടെന്ന് പറയാന് എന്നോട് ആ ഒരു ആശ്വാസത്തിന്റെ പദം പറയാൻ ഞങ്ങൾ കൂടെ ഉണ്ട്. എനിക്ക് ആരുടെ പണം വേണ്ട, പക്ഷെ എനിക്ക് വേണ്ടത് ഒരു ആശ്വാസത്തിന്റെ വാക്കായിരുന്നു, ഞങ്ങൾ കൂടെ ഉണ്ടെന്നുള്ളത്. അങ്ങനെ ഞാന് ഹോസ്പിറ്റലിലോട്ട് പോയി. ഹോസ്പിറ്റലിലോട്ട് പോയി ഡോക്ടർ ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞില്ല ഡോക്ടറെ, ഒരു കാര്യം എനിക്ക് ചെയ്യണം, സ്കാനിങ് എടുക്കുമ്പോഴും ബ്ലഡ് എല്ലാം എടുക്കുമ്പോഴും എന്നെ അകത്തോട്ട് കയറ്റി വിടണം എന്ന് മാത്രം റിക്വസ്റ്റ് ചെയ്തു. അതിനെന്താ നീ വന്നോ എന്ന് പറഞ്ഞു. അങ്ങനെ സ്കാനിങ് എടുക്കുന്ന സമയത്ത് ഞാൻ അന്യഭാഷയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ, എന്നോട് അപ്പം പറഞ്ഞതാണ് വടകരയെ വെച്ചിട്ട് ആ വയറിന്റെ അകത്തുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എക്സ്ട്രാ ഗ്രോത്തിൽ എടുത്ത് കളയുമെന്ന്. അത് സംഭവിച്ചേ പറ്റത്തുള്ളൂ. ഒരു പിശാച് ഇതിന്റെ അകത്ത്
വാദിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അന്യഭാഷ ഇരുന്ന് നീ എന്തോ പറയുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ എന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുവാന്ന് പറഞ്ഞു. നീ പ്രാർത്ഥിച്ച ഇത് കണ്ട ബബിൾ ബബിൾ പോലെ കിടക്കുന്നത് നീ കണ്ട എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല ഡോക്ടറെ, അതേ കഴിഞ്ഞ ദിവസം രാത്രി ദൈവം എല്ലാം അത് പറിച്ച് ദൂരെ കളഞ്ഞു മാസ്റ്റർ ഡോക്ടറെ എന്ന് പറഞ്ഞു. നോക്കാം റിപ്പോർട്ട് വരുമല്ലോ അന്നേരം കാണാം എന്ന് പറഞ്ഞു. അങ്ങനെ ബ്ലഡ് എടുത്തു എല്ലാം കഴിഞ്ഞ് വെച്ചിട്ട് ഞങ്ങള് ക്യാൻസർ വാർഡിന്റെ 4th സ്റ്റേജ് മരിക്കാൻ കിടക്കുന്ന ആ വാർഡിന്റെ അകത്ത് ആ പുള്ളിയെ കൊണ്ട് അഡ്മിറ്റ് ചെയ്തത്. അതിന്റെ അകത്ത് അപ്പുറത്തും ഇപ്പുറത്തും മരണം കണ്ടു വെച്ചിട്ട് പുള്ളി ഈ ചുമരിന്റെ ഇപ്പുറത്തോട്ട് തിരിയത്ത് പോലും ഇല്ല. ആ സമയത്തും ഞാൻ അവിടെയുള്ളവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അത് എവിടുന്ന് ആ ധൈര്യം കിട്ടിയെന്ന് ചോദിച്ചാൽ എനിക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. കാരണം ഒരു വശത്ത് മാനസിക തകർച്ച, ഒരു വശത്ത് കൂടെ ആരും ഇല്ല. അങ്ങനത്തെ ഒരു വല്ലാത്ത സിറ്റുവേഷന്റെ അകത്ത് ഞാൻ ആ സമയം കടന്നുപോയി. അത് കഴിഞ്ഞ് റിപ്പോർട്ട് വന്നപ്പോ സകല റിപ്പോർട്ടുകൾ നോർമൽ ആയിട്ട് വന്നത്. അന്നേരം ഡോക്ടർ പറഞ്ഞ് ബിന്ദു ഞാൻ അന്നേരം നിന്നെ നോട്ട് ചെയ്തിട്ട് നീ ഒരു സാധാരണക്കാരിയല്ല എന്ന് പറഞ്ഞ്, വിദ്യാഭ്യാസം ഇല്ലാത്ത എന്നെ 12th വരെ പഠിച്ച എന്നെ അത്രയും ഡോക്ടർമാരെ ഇടയിൽ വെച്ചിട്ട് പുള്ളി അങ്ങ് പരിചയപ്പെടുത്താൻ തുടങ്ങി. ഞാൻ പറഞ്ഞു കർത്താവേ ഇത് എന്റെ ദൈവം ജീവനുള്ള ദൈവമാ എന്ന് പറഞ്ഞ് അവരോട് സുവിശേഷം പറയാൻ എന്റെ ദൈവം ഇടയാക്കി. അത് കഴിഞ്ഞ് ആ ഡോക്ടർ ഇതേ രോഗം വന്നിട്ട് മരിച്ചു. ഇന്ന് 11 വർഷമായി എന്റെ ജീവിതത്തിന്റെ അകത്ത്. എങ്ങനെ എനിക്ക് അത്ഭുതം പറയേണ്ടത് എനിക്കറിയത്തില്ല. 11 വർഷമായി, 11 വർഷവും മരുന്നില്ല, ഒന്നുമില്ലാതെ മരണം വരെ മരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞു. എക്സ്ട്രാ ഗ്രോത്ത് ഉണ്ടാവും എന്ന് പറഞ്ഞു. പക്ഷെ ദൈവകൃപയാൽ വണ്ടി എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. വണ്ടി എടുത്ത് ദേവദാസന്മാരെ കൊണ്ടുപോകാനും വരാനും എല്ലാം ദൈവം സഹായിച്ച് എല്ലാ കാര്യങ്ങളും എന്റെ ദൈവം ഇന്ന് വരെയും ചെയ്തു. മക്കളുടെ കാര്യം എന്നെ കേൾക്കുന്ന ആരെങ്കിലും വേദനിച്ച് തകർന്ന് ഇനി ഇല്ല ആശക്ക് വകയില്ല എന്ന് പറഞ്ഞാൽ ഞാനൊരു സാക്ഷിയാന്ന്. ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്, ജീവനുള്ള ഒരു ദൈവമുണ്ട്. അത് സത്യം തന്നെയാ. എല്ലാരും വിചാരിച്ച് മക്കളുടെ വിദ്യാഭ്യാസം തകർന്നെന്ന്. മോള് പഠിച്ച് മോളെ വിദ്യാഭ്യാസം 12th ഇതാക്കുമ്പോ പപ്പക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്ന കാരണം കൊണ്ട് മോളും മോനും കൂടി ഒരു പ്ലാൻ ഇട്ടു എന്ന് പറഞ്ഞാ എക്സാമിനെ തോക്കണം. തോറ്റു കഴിഞ്ഞാൽ അമ്മ ഞങ്ങളെ ജോലിക്ക് വിടും. അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്ക് എക്സാം എഴുതണ്ട, എക്സാം എഴുതാതിരിക്കാൻ പോകാൻ പറ്റത്തില്ല, ടീച്ചർമാർ വിളിക്കും. അതുകൊണ്ട് ആങ്ങളും പങ്ങളും കൂടി ചേർന്നിട്ട് പറഞ്ഞ പേപ്പറുകളിൽ എന്തെങ്കിലും എല്ലാം എഴുതിയിട്ട് അങ്ങ് വിടുവാന്ന്. എന്റെ മോള് അതുപോലെ വിശ്വസിച്ചിട്ട് പേപ്പറിൽ ഒന്നും എഴുതാതെ 12th എക്സാമിൽ എന്റെ മോള് ഫെയിലായി. എന്റെ മോന് ഞാൻ മോള് ഫെയിലായപ്പോ വാവിട്ട് കരഞ്ഞു. ഇത്രയും ശോധനയുടെ നടുക്കില് കർത്താവേ എന്റെ മക്കൾക്ക് ഒരു നന്മയില്ല കർത്താവേ എന്ന് പറഞ്ഞിട്ട് അവരെ നീ കൈവിട്ടോ എന്ന് ചോദിച്ച് ഞാൻ വാവിട്ടങ്ങ് കരയാൻ തുടങ്ങി. ആ കരച്ചിൽ കേട്ടപ്പോ എന്റെ മോൻ അങ്ങ് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. അവന് 21 ദിവസം ചർച്ചിന്റെ പ്രയർ ടവർ ഉണ്ട്. ആ പ്രയർ ടവറിന്റെ അകത്ത് 21 ദിവസം ഇരുന്നിട്ട് രാവും പകലും വീട്ടിൽ വരത്തില്ല. പകലും അതിൻ്റെ അകത്ത് ഇരുന്നിട്ട് പറഞ്ഞു വിശപ്പായിരിക്കും, എന്റെ അമ്മയെ സന്തോഷിപ്പിക്കണം, എന്റെ അമ്മ അങ്ങനെ ഒത്തിരി കഷ്ടപ്പെട്ടതാ, എന്റെ അമ്മയെ സന്തോഷിപ്പിക്കണം എന്ന് പറഞ്ഞു വെച്ചിട്ട് ആ ഡേ നൈറ്റും അതിന്റെ അകത്ത് ഇരിക്കല. അന്നേരം ഞാൻ ചോദിച്ചു മോനെ നീ എന്തിനാ അങ്ങനെ ഇരിക്കുന്നത്, വീട്ടിലോട്ട് വാ എന്ന് പറയുമ്പോ ഇല്ല മമ്മ എനിക്കൊരു പ്രാർത്ഥന വിഷയമുണ്ട്, അതെന്താന്നുള്ളത് അവൻ പറയുന്നുമില്ല. അവസാനം 21ാമത്തെ ദിവസം ആയപ്പോ അവനൊരു ശബ്ദം കേട്ട് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. അപ്പൊ എന്നെ കെട്ടിപ്പിടിച്ചു, റിസൾട്ട് വന്നിട്ടില്ല, അപ്പൊ എന്നെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു മമ്മി ഞാൻ പാസ്സായിട്ടുണ്ട് കേട്ടാ എന്ന് പറഞ്ഞു. ചേച്ചി എന്താ, ഞാൻ ദൈവശബ്ദം കേട്ടമ്മ എന്ന് പറഞ്ഞു. മമ്മി എനിക്ക് അറിയരുത് കേട്ടാ എന്ന് പറഞ്ഞു എന്നെ കെട്ടിപ്പിടിച്ച്. അത് കഴിഞ്ഞ ചേച്ചി അവനെ റിസൾട്ട് നോക്കുമ്പോ ഫസ്റ്റ് ക്ലാസ്സിന് കുറച്ച് മാർക്ക് മാത്രം പരീക്ഷ എഴുതാത്ത കുഞ്ഞിന് ഫസ്റ്റ് ക്ലാസ് കൊടുക്കുമെന്ന് പറഞ്ഞാല് അത് ദൈവത്തിന്റെ കരുണ തന്നെയാ. കാരണം എന്തൊക്കെയാ എഴുതിയിട്ടതാ, ദൈവം അവനെ പാസ്സാക്കിപ്പിച്ചത്. അത് എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇത് കഴിഞ്ഞ് അപ്പൊ എന്നോട് പറഞ്ഞു മമ്മി ഞാൻ കെട്ടിച്ചിട്ട് എവിടെയെങ്കിലും പോകും, പക്ഷെ മോനാണ് നോക്കേണ്ടത്, അതുകൊണ്ട് മമ്മി അവനെ പഠിപ്പിക്കാം, ഞാൻ ജോലിക്ക് പോകാന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ മോള് ജോലിക്ക് പോയി വെച്ചിട്ട് അവനെ പഠിപ്പിക്കാൻ വേണ്ടി പോകുമ്പോ നോക്കുമ്പോ ഫീസെല്ലാം നോക്കി വെച്ചിട്ട് ഒന്നും കൊണ്ട് നമുക്ക് അടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ അന്നേരം എന്റെ മൂത്ത ചേച്ചിന്റെ മോൻ പറഞ്ഞ് NTTF-ന്റെ അകത്ത് വിടാ, അവിടെ പോയി അവന് പഠിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ പോയപാട് ഇവൻ അത് കണ്ടപാട് അവൻ എന്നോട് പറഞ്ഞു മമ്മി എന്റെ വാഗ്ദത്തം ഇതല്ല മമ്മി, ഇതെന്റെ വാഗ്ദത്തം അല്ല. ഞാൻ പറഞ്ഞു മോനെ ഈ ഒരു വർഷം മോൻ ക്ഷമിക്കും മോനെ, ഇതിവിടെ പഠിക്ക്, അത് കഴിഞ്ഞിട്ട് അടുത്ത വർഷം മമ്മി മോനെ ഫസ്റ്റ് PUC-ക്ക് കൊണ്ടുപോയി ചേർക്കാം, ഈ ഒരു വർഷം ആകുമ്പോഴത്തേക്ക് പപ്പന്റെ ട്രീറ്റ്മെന്റ് എല്ലാം തീരും, ഒരുവിധ ശാന്തത വരും, അപ്പൊ മമ്മി ജോലിക്ക് പോയിട്ട് മോനെ പഠിപ്പിച്ചോളാന്ന് പറഞ്ഞു. അല്ല മമ്മി ഇതെന്റെ വാഗ്ദത്തം അല്ല. കൗൺസിലിംഗ് ചെയ്യാൻ പോയപ്പോ
കൗൺസിലറോട് പറഞ്ഞു ഇതെന്റെ വാഗ്ദത്തം അല്ല എന്ന് പറഞ്ഞു. അപ്പം അവര് എന്നെ വിളിച്ചേച്ച് പറഞ്ഞു കുഞ്ഞിന് ഒട്ടും ഇഷ്ടമില്ല ഇത്, അതുകൊണ്ട് ഞങ്ങൾ ഇത് എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവനെ അടിച്ചിട്ടില്ലാന്നേ ഉള്ളൂ, അത്രയും ഞാൻ അവനെ വഴക്ക് പറഞ്ഞിട്ടാണ് വീട്ടിൽ കയറി വന്നത്. നീ എന്ത് കണ്ടിട്ടാടാ ഇവനെ ഇങ്ങനെ ഇതാക്കുന്നതെന്ന് പറഞ്ഞിട്ട്, ഇല്ല മമ്മി ഇതെന്റെ വാഗ്ദത്തല്ല എന്ന് പറഞ്ഞു. അവൻ ആ പ്രാർത്ഥന റൂമിന്റെ അകത്ത് ഇരുന്നിട്ട് ദൈവത്തോട് കരയാൻ തുടങ്ങി. അത് കഴിഞ്ഞ ചേച്ചി പിന്നെ അവന് വേണ്ടി സെന്റ് ജർമൻസ് സ്കൂൾ ഓപ്പൺ ചെയ്തെന്ന് ഞാൻ പറയൂ. ഇവിടെയുള്ള ആ അങ്കിള് വന്നിട്ട് പറഞ്ഞു ബിന്ദു ഒരു പിന്നെ കോളേജ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, നീ ഒന്ന് പോയി ചോദിച്ചു നോക്കെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ കോളേജിലോട്ട് പോയി ചോദിച്ചപ്പം പറഞ്ഞ് പിന്നെ എടുക്കുന്നുണ്ടെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു സാർ എന്റെ ഹസ്ബൻഡിന് ഇതുപോലെ ക്യാൻസർ ആണ്, അതുകൊണ്ട് പിന്നെ എന്റെ മോനെ പഠിപ്പിക്കാനോ. അന്നേരം പറഞ്ഞ് മാസം എന്തെങ്കിലും വെച്ച് തന്നാ മതി, കുഞ്ഞ് പഠിക്കട്ടെ എന്ന് പറഞ്ഞ്. അങ്ങനെ അവന് വേണ്ടി ദൈവം കോളേജ് ഓപ്പൺ ചെയ്ത് തരാനിടയെ. അങ്ങനെ ഫസ്റ്റ് PUC-യും സെക്കൻഡ് PUC-യും അവിടെ പഠിക്കാനിടയായി തീർന്നു. ആ പഠിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളെ വഴിതെറ്റിക്കാൻ വേണ്ടി ശത്രു വെല്ലുവിളിച്ച മേഖലയുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് വെച്ച് പറഞ്ഞ് ഒരു കുഞ്ഞ് മോനോട് പഠിച്ച് എടാ നീ പിന്നെ മൊബൈലിൽ ഇതാടാ നമുക്ക് പിന്നെ ഞാനിന്ന് ഫോൺ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു എനിക്ക് ഫോൺ ഇല്ല എന്ന് പറഞ്ഞു. നീ എന്തോ പിന്നെ അപ്പനും അമ്മനോടും പിന്നെ വാശി പിടിച്ചിട്ട് വാങ്ങിച്ചിട്ട് വരണം, മൊബൈൽ വേണം, ഈ കാലത്ത് മൊബൈൽ ഇല്ലാതെ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് വെച്ച്. രണ്ടാമത്തെ പ്രാവശ്യം പറഞ്ഞു വാ നമുക്ക് കോളേജിൽ ബങ്ക് അടിച്ചിട്ട് പോകാന്ന് പറഞ്ഞു. അപ്പൊ അവൻ സൈക്കിളിലാണ് പോകുന്നത്. അന്നേരം അവൻ പറഞ്ഞു ഇല്ല ഞാൻ ബങ്കടിക്കാൻ വന്നില്ല, ഞാൻ പഠിക്കാൻ വന്നതാ എന്ന് പറഞ്ഞു. നിന്നെ കൊണ്ട് ബങ്ക് അടിപ്പിക്കൂടാ, നീ ബങ്കടിക്കാൻ വാ എന്ന് പറഞ്ഞു. അന്നേരം അവൻ പറഞ്ഞു ഇല്ല ഞാൻ ചെയ്യത്തില്ല, അപ്പൊ എന്റെ കയ്യിലും ബൈക്കില്ല എന്ന് പറഞ്ഞു. നീ എന്തോ ഒരു ജീവിതാടാ നിന്റേത്, നീ ഒരു കോളേജ് പഠിക്കുന്നവനാ, എനിക്ക് പിന്നെ പിന്നെ ബൈക്കില്ലാതെ എങ്ങനെയാടാ നീ കോളേജിൽ വരുന്നത് എന്നൊക്കെ പറഞ്ഞ് ആ രീതികളിൽ അവനെ ഇത് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അവൻ എന്നോട് വന്നിട്ട് പറഞ്ഞു മമ്മി എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞു. ഇപ്പൊ പപ്പയും മമ്മിയും എന്റെ എല്ലാ കുടുംബങ്ങളും എല്ലാം ഉള്ളത് കാരണം കൊണ്ട് അപ്പൊ എന്നോട് പറഞ്ഞു മമ്മി പുറത്തു പോകണമെന്ന് പറഞ്ഞു. അപ്പൊ ഒരു കാര്യം പറയാനുണ്ടെന്ന്. അപ്പൊ ഞാൻ എന്തെങ്കിലും കാര്യമോ ഉപദേശിക്കാനുണ്ടെങ്കിൽ എന്റെ വീട്ടിൽ വെച്ചിട്ട് എല്ലാവരും മുന്നിൽ വെച്ചിട്ട് എന്റെ മക്കളോട് ഞാൻ പറയത്തില്ല. മക്കളെ ഞാൻ പുറത്ത് കൊണ്ടുപോയിച്ചിട്ട് ഓരോരുത്തർ തനിയെ കിട്ടുമ്പോഴാ എന്റെ ആശയങ്ങളും അവരാശയങ്ങളും കൂടി ഇത് ചെയ്യുന്നത്. കാരണം പിന്നെ അങ്ങനെ പറയുമ്പോ എന്നോട് പറഞ്ഞു ഇന്ന മാതിരി കാര്യങ്ങൾ, മോനെ പപ്പക്ക് ജോലി ഉണ്ടാ? ഇല്ല. മമ്മിക്ക് ജോലി ഉണ്ടാ? ഇല്ല. ദൈവമല്ലേ നടത്തുന്നത്? ആന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്റെ മോന് അവരോട് ചെന്നിട്ട് പറയണം നിങ്ങൾക്ക് അത്രക്കും എന്നെ കുറിച്ച് വിഷമം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ബൈക്ക് എടുത്ത് ഒരു മൊബൈൽ വാങ്ങിച്ചു തരാൻ പറയാൻ പറഞ്ഞു. അത്രയും പറഞ്ഞാൽ മതി മോനെ, ബാക്കി കാര്യം. ഈ വിഷയത്തിന്റെ അകത്ത് എന്റെ മോൻ അടി വാങ്ങിച്ചിട്ടുണ്ട്. കാരണം വീട്ടിൽ നിന്ന് വഴക്കിട്ടിട്ട് പിന്നെ ബൈക്കും മൊബൈലും വാങ്ങിച്ചിട്ട് വരണം. അവസാനത്തെ ദിവസം പറഞ്ഞു പിന്നെ പൈസ കൊണ്ടുപോടാ നമുക്ക് ട്രീറ്റ് തരണം എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു എന്റെ പമ്മി എനിക്ക് 10 രൂപയല്ലാണ്ട് അതിൽ കൂടുതൽ തരത്തില്ല എന്ന് പറഞ്ഞു. അന്നേരം പിന്നെ എന്തോ ഒരു ജീവിതാടാ നിന്റെ ജീവിതം എന്ന് പറയാനിടയെ തരുന്നത്. അന്നേരം പറഞ്ഞു എന്റെ പപ്പക്ക് വയ്യാത്തൊരു പപ്പിയാ, മമ്മിയാ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അവിടുന്ന് കഴിഞ്ഞപ്പോ എന്നോട് വന്നിട്ട് പറഞ്ഞു അന്ന് അവനെ ഒത്തിരി അടിച്ചു. ഈ 3 ദിവസം 3 പ്രാവശ്യം മോനെ ഒത്തിരി അടിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു മമ്മിയെ പോയി പ്രിൻസിപ്പൽ എടുത്ത് കംപ്ലൈന്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ കംപ്ലൈന്റ് ചെയ്യത്തില്ല മോനെ, എനിക്ക് കംപ്ലൈന്റ് ചെയ്യുന്ന ഒരു രാജാവിന്റെ സന്നിധി ഉണ്ട്, അവന്റെ സന്നിധിയിലേക്ക് ഞാൻ കംപ്ലൈന്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ ദൈവത്തോട് പറഞ്ഞു കർത്താവേ എനിക്ക് അവരോട് വഴക്കുപിടിക്കാനോ ഒന്നിനും എനിക്ക് പറ്റത്തില്ല, എന്റെ മോനെ നീ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. അത്ര അവൻ വാഗ്ദത്ത സന്തതിയാ, അതുകൊണ്ട് അവനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ദൈവസന്നിധിയിലെ ഇരുന്ന് പിന്നെ ഇരുന്ന് ആ ഒരു കുറച്ച് ദിവസം പെട്ടെന്ന് എന്റെ കുഞ്ഞിനൊരു പനി വന്ന് കോളേജിൽ പോയില്ല. അന്നത്തെ ദിവസം ഈ 5 ചെറുപ്പക്കാരും അതിനകത്ത് ഒരു പെങ്കൊച്ചിന്റെ ഒരു നിസാര വാക്ക് കേട്ട് വെച്ചിട്ട് കുട്ടിച്ച് വന്ന് വെച്ചിട്ട് ടീച്ചർമാരെ അടിച്ചു, കൈയും കാലും ഒടിച്ചു, പിന്നെ അവിടുത്തെ സ്റ്റുഡന്റിന്റെ കൈയും കാലും ഒടിച്ചു. പിന്നെ സ്റ്റുഡന്റിന്റെ കൈയും കാലും ഒടിച്ചപ്പോ അച്ഛന്റെ അടുത്തെത്തി അച്ഛന്റെ അടുത്തെത്തി അച്ഛനും കിട്ടി അടി. അന്നേരം അതിനു മുമ്പേ എന്റെ മോൻ അച്ഛൻ്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്യാൻ പോയപ്പോ അച്ഛൻ എന്താ പറഞ്ഞ ഇമ്മാനുവലെ ഇങ്ങനെയൊക്കെയാണ് ഇമ്മാനുവലെ, ഇതല്ലോ അതെല്ലാം കണ്ടില്ല കേട്ടില്ല എന്നൊന്ന് പോകണമെന്ന്. അപ്പൊ അവൻ അവിടെയും പരാതി പറഞ്ഞപ്പോ അവിടെയും അവന് ഇതില്ല. അപ്പൊ ഞാൻ പറഞ്ഞ് അവൻ ഒത്തിരി അങ്ങ് എന്നോടും വെറുപ്പായിരുന്നു. ഒരു സ്വന്തം മോനെ അടിച്ചു കഴിഞ്ഞാൽ ഒരു അമ്മ പോയി ചോദിക്കത്തില്ലേ എന്നൊരു ചോദ്യം അവന്റെ ഹൃദയത്തിനകത്ത് ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു മാസം കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞ ആ 2 മാസത്തിലെ മോനെ അതിന്റെ റിസൾട്ട് നീ കാണുമെന്ന് പറഞ്ഞു. ഇത്ര മാത്രമേ ഞാൻ പറഞ്ഞു, വേറെ ഒന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ ആ സബ്ജക്ട് വിടുകയും ചെയ്തു. പക്ഷെ 2 മാസം തീരുന്നതിന് മുമ്പേ ഇങ്ങനെ സംഭവം നടന്നപ്പോ ആ 5 കുഞ്ഞുങ്ങളുടെ എഡ്യൂക്കേഷന്റെ അകത്ത് ഒരിക്കലും എവിടെ പോയി ജോലി എടുക്കാനും പറ്റത്തില്ല, പഠിക്കാനും പറ്റാത്ത നിലയിൽ റെഡ് മാർക്ക് അച്ഛൻ ഇട്ടു. കാരണം അച്ഛനും അടി കിട്ടിയതില്ല, ആ വൈരാഗ്യം അങ്ങ് തീർത്തു.
അത് കഴിഞ്ഞപ്പോ എന്റെ മോനെ കാണാൻ ഈ 5 പേരും വന്നിട്ട് പറഞ്ഞു, നിന്നെ അടിച്ചതിന്റെ ശിക്ഷയാ മോനെ എനിക്കിത് കിട്ടിയിട്ടുള്ളത്. മാനുവൽ, നിനക്ക് ദേഷ്യം ഉണ്ടോന്ന് വെച്ചു. ഇല്ല, എനിക്ക് ദേഷ്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാ എന്റെ മോനെ അവിടുന്ന് ആ കോളേജിൽ നിന്ന് പഠിക്കുന്നത്. എന്തിനാണ് നമ്മളെല്ലാവരും എന്റെ പപ്പക്ക് ഇങ്ങനെയാന്ന് എന്ന് പറഞ്ഞ് അവൻ ആ സങ്കടത്തോടെ അത് പറഞ്ഞു. അങ്ങനെ അവിടെ ദൈവം ഒരു അത്ഭുതം ചെയ്യാനിടയിൽ നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണെന്നുള്ളത്. അങ്ങനെ PUC കഴിഞ്ഞപ്പോ പിന്നെ BCom പോകണം. BCom മോള് തന്നെ ട്യൂഷൻ എടുത്തിട്ടും ജോലിക്ക് പോയി വെച്ചിട്ടും പിന്നെ മോനെ BCom വിട്ട് പിന്നെ BCom വിടുന്നതിന് മുമ്പേ ആ ഒരു കാര്യം എനിക്ക് പറയണം. കാരണം SSLC പാസ്സായ പാടി അവനൊരു ഇൻസ്റ്റിറ്റ്യൂട്ടില് അവന്റെ മനസ്സിന് പ്രയാസം ഉണ്ടാവേണ്ടെന്ന് വെച്ച് ഞാൻ കമ്പ്യൂട്ടർ ക്ലാസ്സിന് വിട്ടു. കമ്പ്യൂട്ടർ ക്ലാസ്സിന് നല്ല ഹയസ്റ്റ് മാർക്കോടെ അവൻ പാസ്സായി കഴിഞ്ഞപ്പം അവിടുത്തെ സാറ് പറഞ്ഞ്, നീ ഇവിടെ കമ്പ്യൂട്ടർ ക്ലാസ്സിന് വേണ്ടി പിന്നെ എല്ലാരും പഠിപ്പിച്ചു കൊടുക്ക് എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞ് 4000 രൂപ ശമ്പളം തരാന്ന് പറഞ്ഞു. അങ്ങനെ ആ 4000 രൂപ ശമ്പളം പിന്നെ കൊടുക്കാൻ വേണ്ടിട്ടുമ്പോ സകല ജോലിയും എന്റെ മോൻ അവിടെ ചെയ്യും. ഇത് എന്റെ മോൻ എന്നോട് വന്ന് പറഞ്ഞിട്ടില്ല. കാരണം അവന്റെ ദുഃഖം മുഴുവൻ അവന്റെ ഉള്ളിൽ ഒതുക്കി എന്നെ വിഷമിപ്പിക്കേണ്ടെന്ന് വെച്ചിട്ട് എന്റെ അമ്മയോട് ഈ കാര്യങ്ങളെല്ലാം ഇവൻ വന്നിട്ട് പറയും, കാര്യമൊക്കെ ചെയ്യരുത്. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം എന്നെ അവിടുത്തെ ഓണർ എന്നെ പ്രാർത്ഥിക്കാൻ വിളിച്ചപ്പം എന്നെ പിന്നെ ഇമാനുവൽ ചായ കൊണ്ടുവാ എന്ന് പറഞ്ഞു. ചായ വാങ്ങിച്ചിട്ട് അപ്പൊ എന്റെ മുന്നിൽ വെച്ചിട്ട് ചായ കൊണ്ടുപോവാന്ന് പറഞ്ഞപ്പോ പിന്നെ എന്റെ മോൻ പോയി ചായ കൊണ്ടുവന്നിട്ട് എന്റെ കുഞ്ഞിന്റെ കൈ കടന്ന് വിറക്കുക. എന്റെ അമ്മ ഇത് കണ്ടല്ലോ, അമ്മ ഇത് കാണുന്നല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ പപ്പന്റെ കൈ ഇങ്ങനെ കയറി പിടിച്ചു. എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത നിലകളിൽ, എനിക്ക് പ്രാർത്ഥിക്കാനും പോലും പറ്റാത്ത നിലകളിൽ ഞാൻ അവിടെ ആയി. എന്റെ കുഞ്ഞിന്റെ കൈ വിറച്ചേച്ചിട്ട് ഒരു കപ്പ് ചായ താഴെ വീണു. തുടച്ച് ഞാൻ പുറത്തിറങ്ങിയ പാട് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പുറത്ത് വന്നിട്ട് വിട്ട് കരഞ്ഞു. ഞാൻ എന്റെ ജീവിതത്തിന്റെ അകത്ത് ചില സമയങ്ങളിൽ ഞാൻ ഇങ്ങനെ കരഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഞാൻ എന്റെ മോനെ ആ പൈസ ആലയത്തിന്റെ അകത്ത് കൊണ്ടിട്ടു. രണ്ടാമത്തെ പൈസ പിന്നെ അവനെല്ലാം പിന്നെ എല്ലാവർക്കും കൊടുത്ത് വെറും 500 രൂപ മാത്രം അവൻ കയ്യിൽ വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ജോലി വിട്ട് പിന്നെ PUC പോകുന്നത്. അത് കഴിഞ്ഞ് BCom പഠിക്കാൻ പോകുമ്പോ 17ാമത്തെ വയസ്സിൽ അവന് ഒരു ജോലി കിട്ടി. ഞങ്ങളെ വീടിന്റെ മേളില് പിന്നെ വീട് കെട്ടാനും ദൈവം അവനെ സഹായിപ്പിച്ചു. കാരണം തുച്ഛമായ ഇതിന്റെ അകത്ത് അവനതെല്ലാം ഞാൻ എങ്ങനെയാന്ന് ചെയ്യുന്നത് അതേ സ്വഭാവ ആ ഒരു ഇതിനകത്ത് ഞാൻ കണ്ടിട്ടുള്ളത്. കാരണം ഞാൻ മക്കളെ പിന്നെ ഇത് കഴിഞ്ഞപ്പം കടയിലെല്ലാം പോകുന്നത് എങ്ങനെയാന്ന് വെച്ചാല് ഞാൻ പറയും, മോനെ കടയിൽ പോകണം, ചെലവെന്താ എല്ലാവരും മക്കൾ അറിയണല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ അവൻ ജോലി കിട്ടിയ പാട് ഞാൻ കടയിൽ കൊണ്ട് പോകുമ്പോ സാധനങ്ങളെല്ലാം വാങ്ങിച്ചിടുമ്പോ ഞാൻ എക്സ്ട്രാ സാധനങ്ങളെല്ലാം വാങ്ങിച്ചിടും. എനിക്ക് 3000 രൂപ സാധനമേ വേണ്ടു, പക്ഷെ ഞാൻ എക്സ്ട്രാ സാധനം വേണം. അപ്പൊ എന്നോട് ചോദിച്ചു, മമ്മി ഇത്രയും ചെലവുണ്ടാ ഒരു വീട്ടിൽ? എത്രയും ചെലവ് ഉണ്ട് മോനെ, ഇത്രയും ചെലവുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ വീട് കെട്ടാൻ അപ്പൊ ഞാൻ അത് ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് ദൈവമക്കൾക്ക് അത് ഞാൻ കൊടുക്കുമായിരുന്നു. എനിക്ക് എന്ത് കിട്ടിയാലും, ഇനി ഒരു ബെഡ്ഷീറ്റ് ആവട്ടെ പിന്നെ എന്റെ വീട്ടിൽ എന്ത് സാധനം തന്നാലും അതെന്റെ ദൈവമക്കൾക്ക് കഴിഞ്ഞിട്ടേ ഞാൻ എന്റെ വീട്ടിൽ ഞാൻ യൂസ് ചെയ്യത്തുള്ളൂ. അതിന്റെ ഒരു അനുഗ്രഹം എന്റെ ജീവിതത്തിനകത്ത് എന്റെ ദൈവം എനിക്ക് തന്നത്. അത് കഴിഞ്ഞ് വെച്ചിട്ട് ഇത്രയും ചെലവുണ്ടെന്ന് വീട് കെട്ടാൻ തുടങ്ങിയപ്പോ ഞാൻ പറഞ്ഞു, മോനെ നമ്മള് ഇത്രയും കൊണ്ട് ജീവിക്കാൻ പഠിക്കണം, ഇത്ര കൊണ്ട് നമ്മള് എടുത്തു വെക്കണം. അത് അവന്റെ ജീവിതത്തിന്റെ അകത്ത് ഒരു ഭയങ്കര ഒരു ബ്രേക്ക് ത്രൂ ആയിരുന്നു. അത്രയും അവന് എടുക്കുന്ന ഒരു എമൗണ്ടിനകത്ത് അവൻ ചെലവ് ചെയ്യും, ഒരു എമൗണ്ട് അവന് അതെന്ത് ചെയ്താലും അവൻ എടുക്കത്തില്ല. അതെന്നെ എന്റെ ഹസ്ബൻഡിൽ നിന്നാണ് ഞാൻ അത് പഠിച്ചത്. പിന്നെ എന്റെ പാസ്റ്റങ്ങള് സഭക്കകത്ത് പറയുന്ന ടീച്ചിങ് അതിന്റെ അകത്ത് കാര്യങ്ങളാ. അങ്ങനെ BCom കഴിഞ്ഞ് പിന്നെ അവൻ നേരെ ജോലിക്ക് കയറി. പിന്നെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, മമ്മി MBA പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ MBA പഠിക്കാൻ 6-7 ലക്ഷം രൂപ വേണം മോനെ, നമ്മുടെ ഇല്ല മോനെ എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു, മമ്മി വിഷമിക്കണ്ട, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. MBA പഠിക്കാൻ കയറി അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞപ്പം പിന്നെ ആക്സിഡന്റ് മുതല് ആ വാഗ്ദത്തം പൂർത്തീകരിക്കത്തില്ല, ആ പിന്നെ BCom MBA കംപ്ലീറ്റ് ചെയ്യിപ്പിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് വാദിക്കുന്ന ഒരു മേഖല ഉണ്ടായിരുന്നു. രാവിലെ മോൾ ആക്സിഡന്റ് ആവുകയാണെങ്കിൽ വൈകുന്നേരം മോൻ ആക്സിഡന്റ് ആകും. അങ്ങനെ ആക്സിഡന്റിന്റെ ഒരു കളിയായിരുന്നു എന്റെ വീട്ടിന്റെ അകത്ത്. പക്ഷെ ആർക്കും ഒന്നും ആകാതെ ദൈവം സമയാസമയങ്ങളിൽ ദൈവം അത്ഭുതം ചെയ്യാനിടയായി തീർന്നു. അതിനകത്ത് ഒരു ഇൻസിഡന്റ് എന്ന് പറഞ്ഞാല് തിരുവല്ലയിൽ മീറ്റിംഗ് ഇരിക്കുന്ന സമയത്ത് ദൈവാത്മാനോട് പറഞ്ഞു, വീട്ടിലോട്ട് തിരിച്ചു പോകാം, വേഗത്തിൽ പോകാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ തിരുവല്ലയിൽ നിന്ന് വീട്ടിലോട്ട് പിന്നെ വന്നപ്പോ ഞാൻ എന്തിനാന്ന് അറിയത്തില്ല. അപ്പൊ വീട്ടിൽ വന്നിട്ട് എന്നോട് ഒരു പേപ്പർ എടുത്തിട്ട് പറയണം, എന്റെ മോന്റെ വാഗ്ദത്തത്തിനെതിരെ നിൽക്കുന്ന ദുഷ്ടവ്യാപാരമേ, ഇതുപോലെ നിന്നെ ഞാൻ വലിച്ചു കീറുവോന്ന് പറയണം. അപ്പൊ ഞാൻ ഇവര് ജോലിക്ക് പോകാൻ വേണ്ടിട്ട് പോകുമ്പോ ഞാൻ പറഞ്ഞു പിന്നെ
പിന്നെ മോനെ അവിടെ നിൽക്കുക, ഞാൻ മമ്മി ഒന്ന് പ്രാർത്ഥിക്കാം. ഞാനുള്ളപ്പോ സമയങ്ങളിൽ എന്റെ മോനെ ജോലിക്ക് പോകുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് വിടുന്നത്. അപ്പൊ നിൽക്ക് മോനെ, എന്താ മമ്മി പേപ്പർ എല്ലാം കൊണ്ടുവന്നത് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു എന്താണെന്ന് അറിയത്തില്ല, ദേവാത്മാവ് എന്നോട് പറഞ്ഞു ഈ പിന്നെ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവന്റെ മുന്നിൽ എന്റെ മോന്റെ മുമ്പിലുള്ള വാഗ്ദത്തിനെതിരെ വെല്ലുവിളിക്കുന്ന ദുഷ്ട വ്യാപാരമേ, ഇതുപോലെ ഞാൻ നിന്നെ വലിച്ചു കീറുകയാന്ന് പറഞ്ഞു വെച്ചിട്ട് ഞാൻ പിന്നെ വലിച്ചു കീറി പ്രാർത്ഥിച്ച് ഞാൻ വിട്ടു. പിറ്റത്തെ ദിവസം 24 മണിക്കൂർ കഴിഞ്ഞില്ല, ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് അവര് അന്നേരം ചൂടുള്ള ഒരു സമയമായിരുന്നു, തണുപ്പല്ല, ഭയങ്കരമായിട്ട് തണുക്കാൻ തുടങ്ങി. രാവിലെ വരുന്ന സമയത്ത് അവന് വണ്ടി കുറച്ച് സ്ലോ, സാധാരണ വണ്ടി സ്പീഡിൽ ഓട്ടിക്കുന്നവനാ, അവന് പിന്നെ വണ്ടി സ്ലോയില് ഓട്ടിക്കാൻ തുടങ്ങി കഴിഞ്ഞ് പിന്നെ എതിരെ വന്ന ഒരു കാറ് 8 മണിക്ക് പാസ് ചെയ്യേണ്ട കാറാണ്, എന്നുവെച്ചാല് ടാക്സിയാണ്. അത് 9 മണിയാകുമ്പോഴത്തേക്കാണ് പിന്നെ ലേറ്റ് ആയത് കാരണം കൊണ്ട് ഈ മനുഷ്യൻ ഹൈ സ്പീഡിലാണ് വരുന്നത്. ഈ പിന്നെ കാറിന്റെ കൺട്രോള് തെറ്റി ടയർ പൊട്ടി റിപ്സ് ഒടിഞ്ഞ് പിന്നെ ഈ വണ്ടിക്ക് വന്ന് ചെന്നിടിച്ച് ഒരു പോറലും ഇല്ലാതെ ആ വണ്ടീന്റെ കാര്യം കണ്ടു കഴിഞ്ഞാല് ആർക്കും വിശ്വസിക്കാൻ പറ്റത്തില്ല പിന്നെ ജീവനോടെ ഇരിക്കുന്നുണ്ട്. അതുപോലെ ദൈവം സൂക്ഷിച്ചു. ഞാൻ അന്ന് ദൈവത്തിന്റെ വാക്ക് കേട്ടില്ലായിരുന്നെങ്കിൽ എന്റെ വീട്ടിന്റെ അകത്ത് ബോഡി ആയിരുന്നുണ്ടാവും. അത് കഴിഞ്ഞ് പിറ്റേത്തെ ദിവസം നോക്കുമ്പോ എന്റെ അത് ആ ഒരു ഇത് അപ്പം എനിക്ക് മനസ്സിലായത് സീരിയസ് ആണെന്നുള്ളത് മനസ്സിലായപ്പോ ഞാൻ പെട്ടെന്ന് ഉപസിക്കാൻ തുടങ്ങി, ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് വെച്ചിട്ട് പിന്നെ മോന്റെ കൂട്ടുകാരൻ പിന്നെ ഒരു ആക്സിഡന്റിൽ ഒരാളെ പിന്നെ രാവിലെ ഇതാക്കിയപ്പം രാത്രി വൈകുന്നേരം 6 മണിക്ക് നടന്ന സംഭവമാ. പിന്നെ ഒരു മനുഷ്യനെ കൊണ്ട് ഇടിച്ചു. ആ മനുഷ്യന് 40% ജീവിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് പിന്നെ ഹോസ്പിറ്റലെല്ലാം കയറി ഇറങ്ങുമെന്ന്. 8 മണിയായിട്ടും എന്റെ മോനെ കാണാൻ കഴിഞ്ഞിട്ട് 8 മണിയായി, 9 മണിയായി, 10 മണിയായി കാണാൻ. ഞാൻ ആകെ വെപ്രാളപ്പെട്ട് ഞാൻ വിളിച്ചപ്പോ എന്നോട് പറഞ്ഞു, മമ്മി ഞാൻ പിന്നെ ഒരു ആക്സിഡന്റ്, ചന്തുവിന് ഒരു ആക്സിഡന്റ് നടന്നിട്ടുണ്ട്, ആ മനുഷ്യനെയും കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരിക്കുന്നു, മമ്മി വിഷമിക്കണ്ട, രാത്രി വന്ന് എന്ന് പറഞ്ഞ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ആരും എടുക്കുന്നില്ല എന്നിങ്ങനെ പറഞ്ഞു. 40% ജീവിക്കത്തുള്ളൂ എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ ഞാൻ പ്രാർത്ഥിക്കാൻ മോനെ, ഒന്നും ആകത്തില്ല മോനെ, നീ ധൈര്യത്തോടെ നിൽക്കുന്നു പറഞ്ഞു. അന്നേരം എന്റെ മനസ്സില് എന്റെ മക്കൾക്ക് വന്നതാണ് അങ്ങനെ വന്നതെന്നുള്ളൊരു ചിന്ത എനിക്ക് വന്നിട്ടില്ല. പക്ഷെ അന്ന് വൈകുന്നേരം പിന്നെ അന്ന് വൈകുന്നേരം എന്റെ മോള് പിന്നെ ഈ ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്നുണ്ട്. അതിന്റെ പിന്നെ വർക്ക് ചെയ്യാനുണ്ടായിരുന്നു. ആ വർക്ക് ചെയ്യാൻ വേണ്ടിട്ട് പിന്നെ കൂട്ടുകാരിയും കൂടി ചേർന്നിട്ട് കൂട്ടുകാരിന്റെ വീട്ടിലിരുന്നിട്ട് ആ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ മോന് പിന്നെ അവിടെ കളിച്ചിട്ട് എങ്ങനെ മറിഞ്ഞു വീണെന്ന് അറിയത്തില്ല. കൊച്ചിന്റെ പിന്നെ വായും മുഖവും വല്ലാത്ത വികൃതമായി, ബ്ലഡ് പിന്നെ എന്റെ മോള് അത് ഞാൻ പറയാം. അപ്പൊ അങ്ങനെ ബ്ലഡായി ആ കുഞ്ഞിനെ ഒരു വശത്ത് ഹോസ്പിറ്റലിൽ ഇവര് കൊണ്ടുപോയിട്ട് ആ കുഞ്ഞും ഹോസ്പിറ്റലില് ഓപ്പറേഷൻ തിയേറ്ററിൽ, ഈ പിന്നെ ആക്സിഡന്റ് ആയ പിന്നെ സഹോദരനും ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരേ ടൈം. അപ്പൊ ഞാൻ വിചാരിച്ചു, കർത്താവേ ഇത് ഞങ്ങൾക്ക് വരേണ്ട ആപത്താന്നല്ലേ കർത്താവേ തട്ടി മാറ്റിയത് എന്ന് പറഞ്ഞ് ഞാനൊന്ന് മുട്ടുമടക്കിട്ട് പറഞ്ഞു, 2 കുഞ്ഞുങ്ങൾക്ക് ഒരു കാര്യം വരാൻ പാടില്ല കർത്താവേ, 2 പേർക്കും നീ എന്റെ മക്കളെ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവരെ അതുപോലെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് ഞാൻ നിലവിളിച്ച് കരയാൻ തുടങ്ങി. 2 പേരും കൃപയാൽ പിന്നെ ഒരു പോറലില്ലാതെ പിന്നെ ജീവനോടെ മടങ്ങി വന്നു. ഡോക്ടർമാർ തള്ളിക്കളഞ്ഞ കേസിന്റെ അകത്ത് ദൈവം വിടിവിച്ച് പുറത്തു കൊണ്ടുവന്നു. ഇതൊക്കെ പറയുന്നത് എന്താ വെച്ചാല് എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ടെന്ന് എന്റെ കൊച്ചു പ്രായത്തിൽ നിന്ന് എനിക്ക് അറിയാമായിരുന്നു ഓരോ സമയങ്ങളിലും. കാരണം ഞാന് എന്റെ കുഞ്ഞുങ്ങളെ വളർത്തിയത് എനിക്ക് പറയാൻ മടിയില്ല. 7 വീട്ടിലെ കുക്കിംഗ് ജോലി ചെയ്തിട്ടാണ് ഞാൻ എന്റെ കുടുംബം നോക്കിയിട്ടുള്ളത്. കാരണം അന്നേരം എന്നോട് ഡാഡി പറഞ്ഞിട്ട് ഒരു കാര്യമുണ്ട്, ബിന്ദു ഞങ്ങൾ കുടുംബത്തിൽ ആരും ഈ ജോലിക്ക് പോകുന്നില്ല, ബിന്ദു നീ പോകരുതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഡാഡി ഞാൻ കക്കാൻ പോയിട്ടില്ല, ഞാൻ ഒന്നിനും പോയിട്ടില്ല ഡാഡി, എന്റെ ദൈവത്തിന് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളു. പക്ഷെ ഞാൻ ഈ ചെയ്യുന്ന സമയത്ത് എന്നെ പഠിപ്പിച്ച ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാല് പിന്നെ എനിക്ക് 1 ലക്ഷം രൂപ കടം ഉണ്ടായിരുന്നു അനിയത്തിമാരെ പിന്നെ ഡെലിവറിന്റെ എല്ലാം ചാർജിന്റെ സമയങ്ങളിൽ. അപ്പൊ എനിക്കിത് കടം കൊടുത്ത് തീർക്കാൻ പറ്റുന്നില്ല. അപ്പൊ എന്റെ വീട്ടിലെ കാര്യങ്ങളും എല്ലാം ആകുമ്പോഴത്തേക്ക് എനിക്ക് മുന്നോട്ട് പോകാനേ പറ്റുന്നില്ല. ഈ 1 ലക്ഷം കടം വന്നപ്പോ എനിക്ക് പിന്നെ വീട്ടാൻ വേണ്ടിട്ട് പിന്നെ ഞാൻ വീട്ടിലെ കുക്കിംഗ് ജോലിക്ക് പോയി. അവിടെയെല്ലാം എന്നെ അയച്ചിട്ട് അത്ഭുതങ്ങൾ കാണാനിടയായി തീർന്നു. മക്കളില്ലാത്തവർക്ക് മക്കള്, വിവാഹം കഴിയാത്ത കുഞ്ഞുങ്ങളുടെ വിവാഹം. എനിക്ക് അത് എങ്ങനെ പറഞ്ഞറിയിക്കുന്നത്, ഒറ്റ വീടിൽ വിടുതലിൽ കിട്ടാത്ത ഒറ്റ വീടില്ല. ഒരു വീട് മാത്രം എന്നെ പിന്നെ ശമ്പളം തരാതെ പറ്റിച്ചത്. പിന്നെ എനിക്ക് 1000 രൂപ തരേണ്ട പറഞ്ഞ
അവരെ 2 കൈയും ഒടിഞ്ഞു വെച്ചിട്ട് അവർ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് എന്നോട് പറഞ്ഞു, ബിന്ദു നിന്റെ പൈസ തരാൻ കുറച്ചത് കാരണം കൊണ്ട് എനിക്ക് അറിയത്തില്ല. ഞാൻ ആരോടും പൈസന്റെ കാര്യത്തിലോ വഴക്ക് പിടിക്കാനോ ഒന്നിനും ഞാൻ പോകാറില്ല. കിട്ടിയത് വാങ്ങിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വരും. പക്ഷെ എന്റെ ദൈവം എല്ലാ കാര്യത്തിലും എന്നോട് നീതിയോടെ നിന്നിട്ടുള്ളതാ ഞാൻ കണ്ടിട്ടുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പൊ എനിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ വീട്ടിലെ ജോലി എനിക്ക് തീരുന്നില്ല. അതെങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അന്ന് പാസ്റ്റ് ആൻഡ് ലേഡീസ് മീറ്റിംഗിന്റെ അകത്ത് ഇങ്ങനെ പറഞ്ഞു ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം ബിന്ദുവിനെ ഉയർത്തുന്ന ഒരു ദിവസം ഉണ്ടെന്ന്. അത് എന്റെ ദൈവം നിവൃത്തീകരിച്ചിട്ട് കാണുവാനിടയായി തീർന്നു. കാരണം കൊടുത്ത വിലക്കനുസരിച്ചിട്ട് ഒറ്റ പ്രാർത്ഥന. ഞാൻ ഈ 7 വീട്ടിലെ ജോലി എടുക്കുമ്പോഴും എനിക്ക് 8 മണിക്ക് ഞാൻ ആലയത്തിന്റെ അകത്ത് കയറിയ സമയമുണ്ട്, 8:15 ഞാൻ കയറിയ സമയമുണ്ട്, ആമീൻ പറഞ്ഞിട്ട് ഞാൻ കയറിയ സമയമുണ്ട്. പക്ഷേ അതെല്ലാം പിന്നീട് എന്റെ ദൈവം എനിക്ക് കണക്കിട്ടെന്നുള്ളത്. എപ്പോഴാ കണക്കിട്ടെന്ന് പറഞ്ഞാൽ എന്റെ എന്റെ പപ്പക്ക് സുഖമില്ലാതായപ്പോ ദൈവം പിന്നെ നമ്മൾ ഈ ബാങ്കിൽ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യത്തില്ലേ, ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളെ പലിശ ഒന്ന് ഇടും. നമ്മൾ 1 ലക്ഷം രൂപ ഇട്ടുണ്ട്, 1 ലക്ഷം രൂപക്ക് ഒരു പലിശയുണ്ട്. അതുപോലെ എന്റെ ദൈവം എടുത്ത് നോക്കുമ്പോ ആ ബിന്ദു കഴിവതും പ്രാർത്ഥനയ്ക്ക് പോയി. 1 2 ഒരാളെ തകർച്ച കണ്ടു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് വേണ്ടി ഞാൻ എന്റെ ശരീരം നോക്കത്തില്ല, എന്റെ യാതൊന്നും ഞാൻ നോക്കാറില്ല. അവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് ഉപസിച്ച് പ്രാർത്ഥിച്ച് അവരെങ്ങനെയെങ്കിലും പുറത്തു കൊണ്ടുവരേണ്ട ഒരൊറ്റ ഇതേ എന്റെ ഉള്ളൂ. പക്ഷെ എന്റെ ആവശ്യം വന്നപ്പോ, ഞാൻ തളർന്നു കിടന്നപ്പോ, എനിക്ക് ബലമില്ലാതെ വന്നപ്പോ, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോ എന്റെ കൂട്ടു സഹോദരിമാരെ ദൈവം എഴുന്നേൽപ്പിക്കാൻ ഇടയായി തീർന്നു. എല്ലാവരും ഓരോരുത്തർ നിനക്ക് വേണ്ടി ഉപസിക്കാൻ പറഞ്ഞു, നിനക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കാൻ പറഞ്ഞു. അതാ എനിക്ക് കേൾക്കാനോ ഒരാളല്ല, വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് പറയുന്നത് ഞാൻ കേൾക്കുവാൻ ഇടയായി തീർന്നു. ഒരിക്കൽ നമ്മൾ ദൈവത്തിന് വേണ്ടി വില കൊടുത്തു കഴിഞ്ഞാൽ ദൈവം ആർക്കും കടക്കാരനല്ല എന്ന് എന്റെ ജീവിതത്തിന്റെ അകത്ത് ദൈവം തെളിയിച്ചു. ഇനി എനിക്ക് മറക്കാൻ പറ്റാത്ത 2 അനുഭവം. 1, ട്രെയിനിൽ ഞാൻ മീറ്റിംഗും കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ഒരു കൊച്ചുവേളിയില് 4 മണിയായപ്പോ ഒരു വിഗ്രഹവും തലയോടിന്റെ കൊച്ചു തലയോടിന്റെയും എന്തൊക്കെ വികൃതമായ ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ വന്നേച്ചിട്ട് എല്ലാവരുടെ അടുത്ത് പൈസ ചോദിക്കുന്നുണ്ട്. എല്ലാവരും പൈസ ഇട്ട് കൊടുത്തു. ഒരു കയ്യില് മദ്യക്കുപ്പി ഉണ്ട്, ഒരു കയ്യില് കത്തിയും. അപ്പൊ കത്തി കണ്ടുകൊണ്ട് എല്ലാവരും അവരെ കൃഷിയുള്ളതിലിട്ട് ഇപ്പൊ എന്റെ ഊഴായി. ഞാൻ പറഞ്ഞു ഞാൻ പൈസ ഇടത്തില്ല, കാരണം ഞാൻ എന്റെ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നത്, അതുകൊണ്ട് ഞാൻ മരിച്ചാലും ഞാൻ ഇടത്തില്ല എന്ന് പറഞ്ഞു. നീ ഇടും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്ക് വീശിയ കൊല്ലുന്നതിന് എനിക്ക് ഒരു മടിയുമില്ല എന്ന് പറഞ്ഞു. നീ എന്നെ കൊന്നാലും ഞാൻ ഇടത്തില്ല എന്ന് പറഞ്ഞു. അന്ന് ഞാൻ എന്റെ മോനെ മൊബൈല് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഞാൻ അവിടെയെല്ലാം കളക്ട് ചെയ്തിട്ട് വരട്ടെ, ലാസ്റ്റ് നിന്റെ അടുത്ത് വരാന്ന് പറഞ്ഞിട്ട് പോയപ്പോ എന്നെ ഇങ്ങനെ മൊബൈൽ വിളിച്ചിട്ട് എന്റെ മോനെ വാട്സാപ്പിൽ വിളിച്ചു പറഞ്ഞു, മോനെ ഈ വ്യക്തി അത് മമ്മി ജീവനോടെ തിരിച്ചു വരുമെന്ന് അറിയത്തില്ല, മോൻ മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ എന്റെ മോനോട് പറയുമ്പോ മോനും വിഷമായി. ഞാൻ എന്ത് ചെയ്ത് അവിടുത്തെ ബ്രദറോട് പറഞ്ഞു, ബ്രദർ എങ്ങനെയും ഒന്ന് ഫോട്ടോ എടുക്കാൻ നോക്ക് എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു അയ്യോ എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു ഫോട്ടോ എടുക്കാൻ പോലും അവിടെ ആർക്കും ധൈര്യമില്ലാത്ത ഒരു അവസ്ഥയാണ് ഞാൻ അവിടെ കണ്ടിട്ടുള്ളത്. അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ തരത്തില്ല എന്ന് പറഞ്ഞു. 1 മണിക്കൂർ എന്നോട് ഇരുന്ന് വാദിച്ചു വെച്ച് എന്നോട് പറഞ്ഞു ഞാൻ ഈ കത്തി എടുത്തൊന്ന് വീശിയ നീ മരിക്കത്തേ ഉള്ളൂ. ഞാൻ പറഞ്ഞു മരിച്ചാലും എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ഞാൻ അന്യഭാഷയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു കർത്താവ്. എന്നാ ഒരു വശത്ത് ഞാൻ വിറക്കും ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഞാൻ ഇത് കാണിച്ചെങ്കിലും ഒരു വശത്ത് ഞാൻ വിറക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അവിടെ നിന്ന് വെച്ച് പറഞ്ഞു ഞാൻ ഇതിന് ഞാൻ പൈസ ഇടത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പൈസ ഇടത്തില്ല എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു നിനക്ക് തരാൻ ഒന്നുണ്ട്, അത് വേണമെന്ന് വെച്ച്. അതാ പറഞ്ഞു എന്താ എനിക്ക് അത് താന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എഴുന്നേറ്റ് നിന്ന് എന്റെ ബൈബിൾ എടുത്ത് ഞാൻ അന്യഭാഷയിൽ എഴുന്നേറ്റ്, ഞാൻ ലേഡീസ് ഇതിലാന്ന് പറഞ്ഞ ജനറൽ കമ്പാർട്ട്മെന്റിലാന്ന് പറഞ്ഞത്, ബുക്ക് ചെയ്ത കമ്പാർട്ട്മെന്റിലല്ല. ഒരു സമയം വരെയും ഞാൻ ഇതിലാ പോയിക്കൊണ്ടിരുന്നത്, എന്താ പറയണ്ടെങ്കിൽ ബുക്ക് ചെയ്ത പോയിക്കൊണ്ടിരിക്കുന്നത്. അത് പോകുന്നതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞത് എന്റെ കർത്താവിനെ കുറിച്ച് എനിക്ക് സുവിശേഷം അറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം ബുക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ 8-9 മണിയാകുമ്പോഴത്തേക്ക് എല്ലാവരും നീണ്ടു നിവർന്ന് കിടന്ന് ഉറങ്ങും. ജനറൽ കമ്പാർട്ട്മെന്റ് ആകുമ്പോൾ ആരും ഉറങ്ങത്തില്ല. അതുകൊണ്ട് എന്റെ ദൈവത്തെ കുറിച്ച് എനിക്ക് സുവിശേഷം പറയാൻ ചാൻസ് കിട്ടുന്നത് ജനറൽ കമ്പാർട്ട്മെന്റാ. അങ്ങനെ ആ വ്യക്തിയോട് പറഞ്ഞു അന്യഭാഷയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് ശരിക്കും അങ്ങ് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇന്ന് നിനക്ക് ക്യാൻസർ വന്നാൽ ഈ പണം നിനക്ക് ഉതകുമെന്ന് വെച്ചു, ഈ ഷാപ്പ് നീ എവിടെ കൊണ്ട് തീർക്കുന്നു വെച്ച്. ആ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞേച്ച് പറഞ്ഞു ഞാൻ നീതിയോടെ നിന്നപ്പോ എനിക്ക് ഒരു ജോലി തരാൻ ആരുമില്ല, ഈ ജോലിക്ക് പോകുമ്പോ ആർക്കും ഒരു പ്രശ്നമില്ല, ഇതിന്റെ പാപപരിഹാരത്തിന് വേണ്ടി ഞാൻ എല്ലാവർക്കും ആഹാരം കൊടുക്കുന്നു എന്ന് പറയാനിടയായി തീർന്നു.
പക്ഷേ ഇന്ന് ദൈവസന്നിധിയിൽ സമർപ്പിക്കാനിടയായി തീർന്നു. ഞാൻ ആ മനുഷ്യന്റെ നമ്പർ എടുത്തു. ഞാൻ ഇന്ന് തേടുന്നുണ്ട് ആ മനുഷ്യന്. പിന്നെ ആ മനുഷ്യൻ എന്ന് എന്തായി തീർന്നെന്ന് എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. കാരണം പിന്നെ ഞാൻ പറഞ്ഞു, ഇന്നല്ലെങ്കിൽ നാളെ നിന്നെ പോലെ ഇരിക്കുന്ന തകർന്നതിനെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ദൈവം നിന്നെ എടുത്ത് ഉപയോഗിക്കുന്നു പറഞ്ഞു വെച്ചിട്ട് ആ ഒരു രീതിയിലാ ഞാൻ ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചത്. അങ്ങനെ അത് ആ ഒരു സംഭവം അന്ന് എനിക്ക് ഒത്തിരി ആത്മാക്കളെ ദൈവം ആ ട്രെയിനിന്റെ അകത്ത് ദൈവം തന്നു. അങ്ങനെ എടുത്ത ഒരു ഫോട്ടോ ആയിരുന്നു. ഞാൻ പറയും, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബഥേലിജി ചർച്ചില് വരണമെന്ന് പറഞ്ഞു. ഇന്ന് എങ്ങനെയുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്റെ നമ്പർ നഷ്ടപ്പെട്ടു. വരുമ്പോ എന്റെ പേര് മാത്രം അടിച്ചിട്ടുണ്ട്, നമ്പർ ഇല്ല. അത് എന്റെ കയ്യിൽ നിന്ന് വന്ന് മിസ്റ്റേക്കാണോ എന്തോ സംഭവം എനിക്കറിയത്തില്ല. രണ്ടാമത് ഞാന് പുനലൂരിലെ മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വരവില് ഒരു പിന്നെ പങ്കുവച്ച് കയറി കഴിഞ്ഞപ്പം പിന്നെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, പിന്നെ ഞാനിങ്ങനെ പിന്നെ എന്റെ ചർച്ചിലെ പെട്ടെന്നായിരുന്നു 40 ദിവസം ഉപവാസ പ്രാർത്ഥന ഉണ്ടായത്. ആ 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ അകത്ത് ഞാൻ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം പിന്നെ ഒരു നിമിഷം പോലും വേസ്റ്റ് ആക്കരുത് എന്നുള്ള നിലയിൽ ഞാൻ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പിന്നെ അടുത്തുള്ള ഒരു ആന്റി എന്നെ വിളിച്ചു പറഞ്ഞു, നിന്നെ നോക്കിയിട്ട് എന്തോ പുരുവിറുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കുമ്പോ ശരിയാ, എന്നെ നോക്കി എന്തോ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കുമ്പോ ചിരിക്കും, പിന്നെ നിൽക്കും, പിന്നെ നോക്കുമ്പോ അങ്ങനെയാണ്. അപ്പൊ ഞാന് 5 വിരലിന്റെ അകത്ത് 4 വിരലിന്റെ അകത്ത് 5 മോതിരം ഇട്ടില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ 4 വിരലിന്റെ അകത്ത് 5 മോതിരം എന്തിനാന്ന് ചോദിച്ചു. അത് അറിയണോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അറിയാത്തോണ്ടല്ലേ ഞാൻ ചോദിച്ചത് എന്ന് പറഞ്ഞു. ഈ ആക്ച്വലി ഞാൻ ഈ പറയുന്ന ഈ ചൊല്ലുന്നത് പിന്നെ നിർത്താൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ അങ്ങനെ ചെയ്തത്. പക്ഷെ ഈ പുള്ളിക്കാരത്തി ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ മുഖത്തോട്ട് ഞാനൊന്ന് പെട്ടെന്ന്, യേശുവിന്റെ നാമത്തിൽ നിന്നിൽ വ്യാപരിക്കുന്ന ദുരാത്മാവിനെ ഞാൻ ശാസിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അത് പിന്നെ പറഞ്ഞു കഴിഞ്ഞപ്പോ, നിനക്ക് എന്നെ മനസ്സിലായല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞേ, നിനക്ക് എന്നെ മനസ്സിലായില്ല ഞാൻ ആരാന്ന് എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞേ, മനസ്സിലായത് കൊണ്ടല്ലേ ഞാൻ ചെയ്തത് എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞ്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോ അല്ല ഞാൻ പ്രാർത്ഥിക്കുമ്പോ എന്റെ മുഖം വികൃതമാകും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോ പിന്നെ ഞാൻ പ്രാർത്ഥിക്കുമ്പോ എന്റെ മുഖം വികൃതമാകും, എന്റെ മുഖം പിന്നെ കാണാൻ ഭയപ്പെടും എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോ മോശന്റെ തൊക്ക് പ്രകാശിക്കുന്നത് പോലെ പ്രകാശിക്കും. ഞങ്ങളെ കാണുമ്പോ ആരും ഭയപ്പെടത്തില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ എല്ലാവരിടത്തും പോയിട്ട് നിങ്ങൾ ആൾക്കാരെ എല്ലായിടത്തും പോയി ഫുഡ് കഴിക്കും. ഞാൻ എല്ലായിടത്തും പോയി ഫുഡ് കഴിക്കത്തില്ല. എനിക്ക് തരുന്നവർ ആരാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയാനിടയെ തീർന്നു. അതെന്നെ വല്ലാതെ ചലിപ്പിച്ചു. കാരണം നമുക്ക് എല്ലായിടത്തും പോയി ഫുഡ് കഴിക്കാൻ പ്രമാണമില്ല എന്ന് ഉള്ളതിന്റെ ഒരു സത്യമാണ്. പിശാച് വരും, അത് അറിയുന്നുണ്ട്. മൂന്നാമത് പിന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കിടന്നുറങ്ങത്തില്ലേ? ഞാൻ 3 രാവും 3 പകലും കണ്ണിങ്ങനെ വെച്ചിരിക്കും. ഞാന് പിന്നെ ഉറങ്ങത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ എന്റെ മുമ്പിൽ നിൽക്കത്തില്ല. നീ പിന്നെ ഇത് പറയാൻ കാരണം ഇത് വിശുദ്ധ പ്രാർത്ഥന ഡ്രസ്സാ, അതുകൊണ്ട് ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ അന്നേരം ഞാൻ പറഞ്ഞു, നീ ഇരുന്നേ പറ്റത്തുള്ളൂ, നീ ഇരിക്കൂ എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു, ഇല്ല ഞാൻ ഇരിക്കത്തില്ല എന്ന് പറഞ്ഞു. ഇരിക്കും എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ പരിസരം ഒന്നും നോക്കിയിട്ടില്ല. പരിസരം നോക്കാതെ അന്യഭാഷയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ, നീ രക്ഷിപ്പിക്കാത്ത ദൈവമാ, എന്നെ ബന്ധിക്കാൻ ഒരു ശക്തിക്കില്ല. എന്റെ അപ്പൻ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഈ വ്യക്തിയെ നീ സന്ദർശിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പുറത്ത് ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു. ഇവര് കേരളത്തിന്റെ അകത്ത് അഭിചാരം ചെയ്തിട്ട് വരുന്ന വരവായിരുന്നു. ബാംഗ്ലൂരിലോട്ടായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഒരു രഹസ്യ കേന്ദ്രം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആ സമയങ്ങളിൽ ഒരുപാട് ആക്സിഡന്റുകളും ഒരുപാട് മരണങ്ങളും കേരളത്തിൽ നടന്നിട്ട് ഞാൻ ശ്രദ്ധിക്കാനിടയപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പക്ഷെ ഒന്ന് മാത്രം പറഞ്ഞു, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് മാത്രം പറഞ്ഞു. പക്ഷെ അവിടെ നിൽക്കുന്ന പേരും ദൈവത്തെ അറിയുവാൻ ഒത്തിരി പേര് ദൈവത്തെ അറിയുവാൻ ഇടയായി തീർന്നു, പ്രാർത്ഥിക്കുവാനും. അങ്ങനെ അവിടെ ഒരു പ്രാർത്ഥന ഒരു ഇതായി. പിന്നെ ട്രെയിൻ കമ്പാർട്ട്മെന്റ് ഒരു പ്രാർത്ഥന ഇതായി മാറി. പിന്നെ മൂന്നാമതെന്ന് പറഞ്ഞാൽ പിന്നെ തൃശ്ശൂരിലെ മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എന്നോട് പറഞ്ഞു, ഇന്ന് നീ തിരിച്ചു പോകരുത്, തിരിച്ചു പോകണം ബാംഗ്ലൂരിലോട്ട് എന്ന് പറഞ്ഞു. 10 മണിക്ക് ട്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞു. 10 മണിക്കത്തെ ട്രെയിന് പിന്നെ ഏതാന്ന് പോലും അന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം ഞാൻ ആ ട്രെയിനിന്റെ അകത്ത് കയറി വരുമ്പം പിന്നെ 10 മണിക്ക് എത്താനും പറ്റത്തില്ല. എന്നോട് ആംഗിൾ പറഞ്ഞു 10 മണിക്ക് എത്താൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ വണ്ടി ഓടിച്ചു നോക്കുമ്പോഴത്തേക്ക് 10:30 ആ ട്രെയിൻ വന്നതും 10:30 മണിക്ക് എത്തിയത്. ലേഡീസ് കമ്പാർട്ട്മെന്റ് കയറിയപ്പം ഒരു ആന്റി പറഞ്ഞു, നിന്നെ കണ്ടിട്ട് ഒരു ക്രിസ്ത്യാനിനെ പോലെ ഉണ്ട്, എന്റെ മോളെ ഭർത്താവ് ടാങ്കിൽ വീണ് മരിച്ചുപോയി, പിന്നെ എനിക്ക് സമാധാനം ഇല്ലാഞ്ഞിട്ട് ഞാൻ പോട്ടെ പോയിട്ട് വരുവാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ആ പുള്ളി പിന്നെ ആ ആന്റി 2-3 ഛർദിലും ലൂസ് മോഷനുമായി പിന്നെ അവിടെ ബോധമില്ലാത്ത അവസ്ഥയായി. ഞങ്ങള് റെയിൽവേയിലെ ഓരോ സ്റ്റേഷനുകളും വിളിച്ച്
ചോദിക്കുമ്പോഴും പിന്നെ ആംബുലൻസിന് വേണ്ടി ചോദിക്കുമ്പോഴും പിന്നെ ഓരോ സ്റ്റേഷനുകളും കഴിഞ്ഞു പോകുമായിരുന്നു. പക്ഷെ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയായിരുന്നു. ഇപ്പം പിന്നെ കോയമ്പത്തൂരിൽ എത്തുമ്പോഴത്തേക്ക് പിന്നെ അവിടെ നിന്ന് നിൽക്കുമ്പോഴത്തേക്ക് കോയമ്പത്തൂർ പാസ്സാകും അവർ ആംബുലൻസുമായിട്ട് വരുന്ന സമയങ്ങളിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ ബോധമില്ലാത്ത അവസ്ഥയായി മരിച്ചതുപോലെയായി. പക്ഷെ പിന്നെ കൺട്രോൾമെന്റിൽ എത്തിയിട്ടാ പിന്നെ ഒരു ജീവൻ വ്യാപരിക്കുന്നത്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ട്രെയിനിന്റെ അകത്തുനിന്നും യാത്രയുടെ അകത്തും എന്റെ ദൈവം തന്നിട്ടുണ്ട്. ഇത് പിന്നെ മോളുടെ വിദ്യാഭ്യാസം ദൈവം തീർന്നെന്ന് പറയുന്ന സാഹചര്യത്തിന്റെ അനസ്തേഷ്യ OT ടെക്നീഷ്യൻ പഠിക്കുവാനും പിന്നെ ഫാഷൻ ഡിസൈനിങ് പഠിക്കുവാനും ദൈവം കൃപ ചെയ്തു. ഇന്ന് ഞങ്ങളെ ദൈവം ഇത്രത്തോളം അനുഗ്രഹിച്ചു. ഇതെല്ലാം ഈ ഒരു വേദപുസ്തകം എടുത്തത് മുഖാന്തരം. സത്യം അറിഞ്ഞതാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരു നന്മക്ക് മുടക്കമില്ല എന്ന് പറയുന്നതിന്റെ ഒരു ഇതാണ്. കാരണം എന്റെ സഭ ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട്. സഭയാണ് ആത്മീയ യുദ്ധം ചെയ്യുവാനും എല്ലാം എന്നെ പഠിപ്പിച്ച് എന്നെ ഇത്ര കൊണ്ടുവന്ന് എന്റെ സഭയാണ്. ഇത്രയും സമയം നിന്ന അരോമ TV പ്രേക്ഷകരോടും ദേവദാസരോടുള്ള നന്ദി ഞാൻ അറിയിച്ചുകൊണ്ട് എന്റെ സാക്ഷ്യത്തിന് വിരമിക്കുന്നു. താങ്ക് യു കർത്താവിൻ്റെ ദാസി സിസ്റ്റർ ഷെറിൻ പി ഗോഡ്വിൻ. അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ, ദൈവനാമ മഹത്വത്തിന് വേണ്ടി പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എവിടെ നിന്ന് എവിടേക്ക് ദൈവം കൊണ്ടുവന്നു. ജീവിതത്തിൻ്റെ ചെറിയ ആരംഭങ്ങളെ ദൈവം അത് തുച്ഛീകരിച്ചില്ല. ദൈവത്തിൻ്റെ വലിയ പദ്ധതിക്ക് വേണ്ടി പങ്കാളിയാകുവാൻ ദൈവം ഒരുക്കിയെടുത്തു. അതിനുവേണ്ടി ഒരുപാട് സഞ്ചരിക്കേണ്ടി വന്നു, ഒത്തിരി വില കൊടുക്കേണ്ടി വന്നു. എന്നാൽ വലിയൊരു പ്രതിഫലം ഉയരത്തിൽ കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. ഈ ഭൂമിയിലും കർത്താവ് ഒരുക്കിയിരിക്കുന്ന നന്മകൾ അനുഭവിക്കുവാൻ കർത്താവ് അവസരങ്ങൾ ഒരുക്കട്ടെ. നിശ്ചയമായിട്ടും ഓടിയതിനും അധ്വാനിച്ചതിനുമൊക്കെ കർത്താവ് എല്ലാവിധ സമാധാനവും സന്തോഷവും തന്ന് സിസ്റ്റിനെ കുടുംബമായി ദൈവം മാനിക്കട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമ ടിവിയുടെ പ്രേക്ഷകർ ഈ കുടുംബത്തെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമല്ലോ. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസി അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഈ സമയം ചുരുക്കം വാചകങ്ങൾ ഒരു നിമിഷം നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കും. പ്രാർത്ഥിക്കും. കർത്താവെ, നന്ദിയോടെ തന്നെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു കർത്താവെ. അപ്പച്ചാ, ഈ ഒരു സമയം തന്ന ദൈവത്തിനായി ഞാൻ നന്ദിയോടെ വാഴ്ത്തിയാണ് കർത്താവെ. കർത്താവെ, ഒരു യോഗ്യതയില്ലാത്ത തന്നെ ദൈവം ഇതിന്റെ അകത്ത് കർത്താവെ അരോമ ടിവിക്കകത്ത് കർത്താവെ സാക്ഷ്യം പറയാൻ ഉപയോഗിച്ച ദൈവത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. എന്റെ ദൈവത്തിന് മഹത്വം. അപ്പച്ചാ, അങ്ങയുടെ ദാസനെ ശക്തമായിട്ട് എടുത്തു വെക്കണം കർത്താവെ. ഒരു സാക്ഷ്യം വേറൊരു സാക്ഷ്യത്തെ ജീവിപ്പിക്കും കർത്താവെ. ഈ ദിവസങ്ങൾ കർത്താവെ ഓരോ കുടുംബങ്ങളെയും സ്വർഗത്തിലെ ദൈവം ഇത് കേൾക്കുന്നവരുടെ ഹൃദയത്തിന്റെ അകത്ത് തളർന്നിരിക്കുന്ന കുടുംബങ്ങൾ എഴുന്നേൽക്കണം കർത്താവെ. അവർ ബലം പ്രാപിച്ച് എഴുന്നേൽക്കണം കർത്താവെ. ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്തുതിക്കുന്നു. ഇതിന്റെ എല്ലാ പ്രവർത്തകരെയും കർത്താവെ, പ്രവർത്തിക്കുന്നതിന് എല്ലാത്തിനെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവെ. സ്വർഗം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ, ആമേൻ. താങ്ക് യു പ്രിയ സിസ്റ്റർ ഷെറിൻ പി ഗോഡ്വിൻ. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിനെ കർത്താവിൻ്റെ ദാസിയോടും കുടുംബാംഗങ്ങളുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഏറെ അവസരങ്ങൾ കർത്താവ് ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രേക്ഷകരുള്ളതായ നന്ദി സ്നേഹത്തിൽ അറിയിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ജീവിതാനുഭവം അനുഗ്രഹമായി തീർന്നുവെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കും. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമഹിപ്പൂടെ മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല, നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണിക്ക് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രേക്ഷകർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് സംബന്ധിപ്പാൻ താല്പര്യമെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടൂ. aroma.tv.co.in എന്ന വെബ്സൈറ്റ് നിങ്ങൾ സന്ദർശിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തകളുമായി വീണ്ടും കൂടി കാണുമ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം.
ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com